ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. സോ നമ്മളുടെ ഇന്നത്തെ ഒരു വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് ഇന്നത്തെ ഒരു വെബിനാറിന്റെ പ്രത്യേകത, നമ്മളുടെ എല്ലാവരും കാത്തിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ വരാനുള്ള സമയമായി. അതായത് കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ എന്ന് പറയുന്ന തസ്തികയുമായി ബന്ധപ്പെട്ട് ഉടനെ നമ്മളുടെ കേരള PSC നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇക്കഴിഞ്ഞ PSC യോഗത്തിൽ നമ്മളുടെ ആ ഒരു ഓപ്പറേറ്റർ തസ്തികയിലേക്കുള്ള നമ്മളുടെ വിജ്ഞാപനം വരാനുള്ള തീരുമാനമായി കഴിഞ്ഞു. സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ IT ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ അല്ലെന്നുണ്ടെങ്കിൽ പമ്പ് ഓപ്പറേറ്റർ, മെക്കാനിക് പമ്പ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന തസ്തികയിൽ അല്ലെങ്കിൽ IT ട്രേഡ് പഠിച്ചവർക്കും അതോടൊപ്പം തന്നെ നമുക്ക് ഡിപ്ലോമ അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ നിലവിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു തസ്തിക തന്നെയാണ് നമ്മുടെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ എക്സാം ഒക്കെ നമുക്ക് എവർക്കും അറിയാം, നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു എക്സാം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലും അതായത് വളരെയധികം അഡ്വൈസ് പോയിട്ടുള്ള ഒരു തസ്തിക തന്നെയാണ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു 1.5 വർഷം ആയതേ ഉള്ളൂ നമ്മളുടെ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് അവൈലബിൾ ആയിട്ട്. അതിൽ തന്നെ ഏകദേശം 400-ന് മുകളിൽ അഡ്വൈസ് പോയിട്ടുള്ള ഒരു തസ്തികയാണ് കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ വാട്ടർ അതോറിറ്റി അല്ലെങ്കിൽ കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ എന്ന് പറയുന്ന തസ്തികയുമായി ബന്ധപ്പെട്ട് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, എങ്ങനെ നമുക്ക് ഈ ഒരു പരീക്ഷയെ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും ഇന്നത്തെ ഒരു വെബിനാറിനകത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരിക്കൽ കൂടി ഏവർക്കും ഇന്നത്തെ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയുടെ കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ വെബിനാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു സെഷനകത്ത് പ്രധാനമായിട്ടും നമ്മുടെ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രീവിയസ് ഇയർ എക്സാം ഡീറ്റെയിൽസ്, ഓക്കെ, നമ്മുടെ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രീവിയസ് ഇയർ എക്സാം ഡീറ്റെയിൽസ് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം മനസ്സിലാക്കാനുള്ള സിലബസ്, അതെ, നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സിലബസ് നമുക്ക് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് നോക്കേണ്ട ടോപ്പിക്കുകൾ എങ്ങനെയാണ്, ആ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂല് എത്രത്തോളം മാർക്കുകൾ ഓരോ ടോപ്പിക്കിൽ നിന്ന് അല്ലെങ്കിൽ ഓരോ മൊഡ്യൂൾ വൈസ് എത്രത്തോളം അതിന്റെ സബ്ഡിവിഷൻസ് വരുന്നുണ്ട്, പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ഒന്ന് പോകാം. സോ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് വേണ്ടുന്നത്, എല്ലാത്തിനും ഏതൊരു എക്സാം എടുത്താലും നമുക്ക് വേണ്ടുന്ന എന്താ, ടെക്സ്റ്റ് ബുക്കുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നോട്ട്സുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് പഠിക്കാം എന്നൊക്കെ ഉള്ള രീതിയിലുള്ള റെഫറൻസ് ബുക്കുകളും മറ്റ് ഇൻഫോർമേഷൻസുമാണ് നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഓപ്പറേറ്റർ ജോബ് പ്രൊഫൈൽ അല്ലെ, നമ്മളുടെ കേരള വാട്ടർ അതോറിറ്റിയുടെ ഓപ്പറേറ്റർ തസ്തികയിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഓപ്പറേറ്റർ എന്ന് പറയുന്ന ജോബ് പ്രൊഫൈൽ എന്താണെന്നുള്ളത് അല്ലെ. നമുക്ക് ആദ്യം ഒരു ജോബ് പ്രൊഫൈൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ജോബിലേക്ക് അപേക്ഷിക്കുന്നതിനും അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യാനും അതിനുവേണ്ടി പഠിച്ചു തുടങ്ങാനും വേണ്ടിയിട്ട്. ഓക്കെ, നമുക്കറിയാം ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ തസ്തിക കേരള വാട്ടർ അതോറിറ്റിയുടെ അണ്ടറിലാണ് നമ്മളിപ്പോ ഈ പറഞ്ഞ നമ്മുടെ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നത്. സോ വാട്ടർ അതോറിറ്റിയുടെ അണ്ടറിൽ കുറെ അധികം പമ്പ് ഹൗസുകൾ ഉണ്ടാവും, നിരവധി പമ്പ് ഹൗസുകൾ ഉണ്ടാവും. ഈ പമ്പ് ഹൗസുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മോട്ടറുകൾ അല്ലെങ്കിൽ പമ്പുകൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള പമ്പുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ പമ്പുകളൊന്നുമല്ല, ഏകദേശം 150 HP അല്ലെങ്കിൽ 250 HP ഒക്കെ വെർട്ടിക്കലായിട്ടുള്ള പമ്പുകൾ, വലിയ വലിയ പമ്പുകളുണ്ട്. ആ പമ്പുകളൊക്കെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. അത് നിലവിൽ അത് ഷിഫ്റ്റ് വൈസ് ആയിരിക്കും. നിലവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 മുതൽ 2 മണി വരെയുള്ള ഒരു ഷിഫ്റ്റ് ഉണ്ടാകും. അതിനുശേഷം 2 മുതൽ 10 മണി വരെയുള്ള ഷിഫ്റ്റ് ഉണ്ടാകും. ദെൻ അഗെയിൻ ഈ പറഞ്ഞ രീതിയിൽ 10 മുതൽ 6 വരെയുള്ള ഷിഫ്റ്റുകളാണ് സാധാരണഗതിയിൽ ഉണ്ടാവാറ്. അപ്പൊ അത് നോക്കുകയാണെങ്കിൽ 8 മണിക്കൂറിന്റെ ഒരു ഷിഫ്റ്റ് എന്ന രീതിയിലാണ് സാധാരണഗതിയിൽ നമ്മൾ ഈ ഒരു ഓപ്പറേറ്റർ തസ്തികയിൽ നമുക്ക് ജോലി ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിലവിൽ നമുക്ക് വളരെയധികം പ്രാക്ടിക്കലായിട്ട് നോളജ് വേണ്ടുന്ന ഒരു പ്രൊഫൈൽ അല്ലെങ്കിൽ ഒരു ജോബ് പ്രൊഫൈലാണ് നമ്മളുടെ ഓപ്പറേറ്റർ തസ്തികകൾക്ക് വേണ്ടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ആ ഒരു ടോപ്പിക്കുകൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കി വേണം നമുക്ക് ആ ഓരോരോ ടോപ്പിക്കുകളും പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും ITA ലെവലിലുള്ള എക്സാമിന് ഏത് രീതിയിലാണോ ചോദ്യങ്ങൾ വരുന്നത് അതേ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഓപ്പറേറ്റർ തസ്തിക കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കേണ്ട സമയത്ത് ഈ ഒരു രീതിയിൽ ഈ ഒരു അപ്രോച്ചോട് കൂടി വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു ജോബ് പ്രൊഫൈൽ എന്താണ് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് വേണം. അപ്പൊ ഇത്തരത്തിലുള്ള വലിയ വലിയ പമ്പുകൾ ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ആ ഒരു ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഈ പറയുന്ന ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ അല്ലെങ്കിൽ പ്ലാന്റുകളിലൊക്കെയാണ് പൊതുവെ നമ്മൾ ഇത്തരത്തിലുള്ള തസ്തികൾ ഉള്ളത്. അപ്പൊ ട്രീറ്റ്മെന്റ് പ്ലാന്റുകളിൽ അപ്പൊ വാട്ടറിന്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് അതിന്റെ pH ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ ടർബിഡിറ്റി ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവിടെയുള്ള വാൽവുകൾ അല്ലെ,
വാൽവുകൾ അറിയാൻ നമുക്കറിയാം അവിടെയുള്ള കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, അതിന്റെയൊക്കെ നമ്മുടെ ആ ഒരു വാട്ടറിന്റെ ഒക്കെ ഫ്ലോ കൺട്രോൾ ചെയ്യാനുള്ള വാൽവുകൾ ഉണ്ടാകും. ആ വാൽവുകളുടെ മെയിൻ്റനൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് അവിടെ പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പൊ നമ്മളുടെ ആ ഒരു സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അത്തരത്തിലുള്ള വാൽവുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൺട്രോൾ വാൽവുകൾ, ഫ്ലൂയിഡ് ഫ്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന മോട്ടർ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ, ഈ ഒരു പമ്പ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് കറസ്പോണ്ടിങ് അവിടെ ഒരു മോട്ടർ, ഇലക്ട്രിക് മോട്ടറും നമുക്ക് അവൈലബിൾ ആയിരിക്കും. അത്തരത്തിൽ നമുക്ക് ആ ഇലക്ട്രിക് മോട്ടർ, അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ, അത്തരത്തിലുള്ള ഇലക്ട്രിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് അവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു എക്സാം ആണ്. അതായത് ഇലക്ട്രീഷ്യൻ തസ്തികയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ മെക്കാനിക്കൽ, അത്തരത്തിലുള്ള മെക്കാനിക്, മോട്ടോർ വെഹിക്കിൾ, MMV പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പമ്പ് ഓപ്പറേറ്റർ കോഴ്സ് കഴിഞ്ഞിട്ടുള്ളതും ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപോലെ ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ ഇലക്ട്രിക്കൽ വിഭാഗവും അതുപോലെ തന്നെ മെക്കാനിക്കൽ വിഭാഗക്കാർക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു തസ്തിക തന്നെയാണ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഒരു പ്രൊഫൈൽ എന്താണ്, ജോബ് പ്രൊഫൈൽ എന്നുള്ള ഒരു ഐഡിയ നമുക്ക് നമ്മുടെ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് പ്രീവിയസ് ഇയർ എക്സാം ഡീറ്റെയിൽസ് ആണ്. ലാസ്റ്റ് ടൈം നമ്മുടെ കേരള PSC എന്നാണ് പരീക്ഷ നടത്തിയത്, എങ്ങനെയായിരുന്നു അതിന്റെ ഒരു കട്ട് ഓഫ് മാർക്ക് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 211/2020 അല്ലെ, 211/2020 ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു തസ്തികയ്ക്കാണ് പരീക്ഷ നടത്തിയത്. കേരള വാട്ടർ അതോറിറ്റിയുടെ ഓപ്പറേറ്റർ തസ്തികയിലേക്കുള്ള പരീക്ഷ വിജ്ഞാപനമാണ് 211/2020 എന്ന് പറയുന്നത്. ആ ഡേറ്റ് വന്നത് 16/11/2020 വന്നത്. അന്ന് ഇനിഷ്യലി റിപ്പോർട്ട് ചെയ്തിരുന്നത് 88 വേക്കൻസി ആയിരുന്നു. അന്ന് എന്താണ് തുടക്കത്തിൽ അവിടെ വിജ്ഞാപന സമയത്ത് വന്ന വേക്കൻസി എത്രയാണ്? 88 വേക്കൻസിയാണ് വന്നത്. അതിനുശേഷം പരീക്ഷ നടന്ന് റാങ്ക് ലിസ്റ്റ് വന്നതെന്നാണ് 7/2/2023 ഏകദേശം 2 കൊല്ലം കഴിഞ്ഞാണ് അല്ലെ ഇത്തരത്തിൽ ആ കാറ്റഗറി വിളിച്ചു കഴിഞ്ഞിട്ട് 2 കൊല്ലം കഴിഞ്ഞ് പരീക്ഷ നടന്നു. 23 ഏകദേശം 23 രണ്ടാം മാസത്തിൽ പരീക്ഷ നടന്നു. ആ നടന്നതിന് ശേഷം നമുക്കറിയാം ആ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നാണ് 2023. അപ്പൊ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നതിന് ശേഷം ഏകദേശം എത്രയാണ് 420-420 എന്താണ് അഡ്വൈസുകൾ പോയിട്ടുള്ള ഒരു തസ്തികയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഏകദേശം നമുക്ക് അറിയാം 1051 ഉദ്യോഗാർത്ഥികളാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അത്രയും വലിയ ലിസ്റ്റ് ആണ് എന്ന് ഓർത്തിരിക്കാം. അപ്പൊ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ, അതായത് 2020, 2021, 2022 കാലഘട്ടത്തിൽ അല്പം കൂടി വലിയ ലിസ്റ്റുകളാണ് പൊതുവെ എല്ലാം വന്നത്. എന്നാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്, അതായത് കേരള PSCയുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഇത്രയും വലിയ ലിസ്റ്റുകളൊന്നും വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് എന്താണ് ഒരു മാർക്കുകളിലേക്ക് അല്ലെങ്കിൽ ഉയർന്ന റാങ്കുകളിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട് ഈ റാങ്ക് ലിസ്റ്റിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. അപ്പൊ കഴിഞ്ഞ എക്സാമിന് 1000 പേരെ വന്നു, അല്ലെങ്കിൽ ഇത്തവണ 1500 വരും, അല്ലെങ്കിൽ 1000 തന്നെ വരും എന്നത് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, ഇപ്പോഴത്തെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും എന്താണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് കുറഞ്ഞു വരികയാണ്, അല്ലെങ്കിൽ ചുരുങ്ങി വരികയാണെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഉയർന്ന മാർക്കുകൾ വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഓർത്തിരിക്കാം. കട്ട് ഓഫ് മാർക്ക് നോക്കി 44.67 ആയിരുന്നു കഴിഞ്ഞ തവണത്തെ എക്സാമിന് വന്ന കട്ട് ഓഫ് അല്ലെ. വളരെ ചെറിയൊരു കട്ട് ഓഫ് ആണ് 44.67. ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി ആയതുകൊണ്ട് തന്നെ, അതായത് ഇലക്ട്രിക്കലും മെക്കാനിക്കലും ഒരുമിച്ച് എഴുതുന്ന ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം അത്യാവശ്യം താഴ്ന്നിരിക്കും കട്ട് ഓഫ്. അതുകൊണ്ട് തന്നെ 44.67 എന്ന് പറയുന്നത് അത്ര മോശം കട്ട് ഓഫ് ഒന്നുമല്ല, അത്യാവശ്യം നല്ല കട്ട് ഓഫ് തന്നെ ആയിരുന്നു എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലാക്കാം. ഏകദേശം 420 വേക്കൻസിയോളം ഇപ്പൊ 1.5 വർഷം കൊണ്ട്, ഇനിയും അല്പം ഒരു വർഷം കൂടെ നമുക്ക് ആ ഒരു കാലാവധി നമ്മുടെ റാങ്ക് ലിസ്റ്റിനുണ്ട്. എങ്കിൽ തന്നെയും നമുക്ക് നിലവിൽ 420 വന്ന സ്ഥിതിക്ക് എന്താണ് ഇനി അങ്ങോട്ടും കൂടാനുള്ള സാധ്യത കൂടുതലാണ്. ഇതേപോലെ തന്നെ വരുന്ന എക്സാമിനും അല്ലെങ്കിൽ വരുന്ന എക്സാമിന്റെ റാങ്ക് ലിസ്റ്റുകളിലും എന്ത് സംഭവിക്കും? ഇത്തരത്തിലുള്ള ഉയർന്ന അഡ്വൈസുകൾ പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന ആ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട് എന്താണ് ജോബ് പ്രൊഫൈല്, കഴിഞ്ഞ എക്സാം പോയിന്റ് ഓഫ് വ്യൂ, കഴിഞ്ഞ എക്സാമിന് ഏതൊക്കെ രീതിയിലാണ് അല്ലെങ്കിൽ ആ ഒരു കട്ട് ഓഫ് എങ്ങനെയായിരുന്നു, എത്രത്തോളം അഡ്വൈസ് പോയി എന്നുള്ളതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി വരുന്ന എക്സാമിനും നമുക്ക് നല്ലൊരു അഡ്വൈസ് അല്ലെങ്കിൽ നല്ലൊരു ലെവലിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു നമ്പർ ഓഫ് അഡ്വൈസ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, റാങ്ക് ലിസ്റ്റ് ഇത്രയും വലുതാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് മാക്സിമം ചുരുക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉയർന്ന റാങ്കുകൾ അല്ലെങ്കിൽ ഉയർന്ന മാർക്കുകൾ നേടേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത്, അപ്പം നമ്മളെല്ലാവരും പ്രിപ്പയർ ചെയ്യാനിരിക്കുകയാണ്. നമ്മളുടെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് എല്ലാവരും ഫ്രഷ് മൈൻഡഡ് ആയിട്ട് ഇരിക്കുകയാണ്. നമുക്ക്
നമ്മുടെ ഓപ്പറേറ്റർ എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഈ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്, എങ്ങനെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാവുക ഒരു പക്ഷെ. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ നമുക്ക് ഈ ഒരു എക്സാമിനെ നമുക്ക് ക്രാക്ക് ചെയ്യാം, എങ്ങനെ നമുക്ക് ഈ എക്സാമിനെ ഫേസ് ചെയ്യാം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ മുന്നിൽ നമുക്ക് വേണ്ടുന്നത് എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ള സിലബസ് നമ്മുടെ കേരള PSC തന്നെ തന്നിട്ടുണ്ട്, എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന, നമുക്കറിയാം ഇലക്ട്രീഷ്യനും ഉണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക് എന്ന് പറയുന്ന ട്രേഡുകൾക്കും ഈ ഒരു പരീക്ഷയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ട് കാറ്റഗറിയിലുള്ള വിഭാഗക്കാർക്കും എക്സാം എഴുതേണ്ടതായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ രണ്ട് ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ട്. അപ്പം ഇലക്ട്രീഷ്യൻ ഭാഗത്ത് നിന്ന്, ഇലക്ട്രിക്കൽ ഭാഗത്തു നിന്നും 50 ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ മെക്കാനിക് അല്ലെങ്കിൽ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ പമ്പ് ഓപ്പറേറ്റർ മെക്കാനിക് സിലബസിൽ നിന്നും 50 ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മുടെ എക്സാമിന് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സാമിന്റെ പാറ്റേൺ നമുക്ക് മനസ്സിലാക്കി 50 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ഭാഗത്തു നിന്നായിരിക്കും വരുന്നുണ്ടാവുക. അതോടൊപ്പം തന്നെ 50 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് MMB അല്ലെങ്കിൽ പമ്പ് ഓപ്പറേറ്റർ മെക്കാനിക് സിലബസിൽ നിന്നായിരിക്കും നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ട്രേഡ് നമുക്ക് ഓൾറെഡി അറിയാം. ഇലക്ട്രിക്കൽ ട്രേഡും ഉണ്ട്, മോട്ടോർ മെക്കാനിക് അല്ലെങ്കിൽ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ട്രേഡ് അല്ലെങ്കിൽ മെക്കാനിക് പമ്പ് ഓപ്പറേറ്റർ ട്രേഡിനകത്തു നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ 50-50 എന്നുള്ള തുല്യമായിട്ടുള്ള വിഹിതമാണ് നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ആദ്യം നോക്കുന്നത് മെക്കാനിക്കൽ പോർഷൻ ആണ്. സോ മെക്കാനിക്കൽ പോർഷൻ നമുക്ക് നോക്കിയതിന് ശേഷം പ്രശാന്ത് സാർ ഉണ്ട്, പ്രശാന്ത് സാറ് ബാക്കി ഇലക്ട്രിക്കൽ വിഭാഗം കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ മെക്കാനിക്കൽ പോർഷനിലേക്ക് വരുന്ന സമയത്ത് പ്രധാനമായിട്ടും 5 മൊഡ്യൂളുകളായിട്ടാണ് നമ്മളുടെ ആ ഒരു എക്സാമിന് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ മെക്കാനിക്കൽ പോർഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം MMV അല്ലെ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ മെക്കാനിക് പമ്പ് ഓപ്പറേറ്റർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമുക്ക് ട്രേഡുകളായിരിക്കും നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് നമുക്ക് അല്പം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ നമ്മളുടെ മെക്കാനിക്കൽ പോർഷനിലുണ്ട്. സോ അത് നമ്മൾക്ക് എങ്ങനെ പഠിക്കാം, അത് കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ഉയർന്ന റാങ്ക് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇലക്ട്രിക്കൽ കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യം വളരെ എളുപ്പമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ 5 മൊഡ്യൂളിനകത്ത് കൊടുത്തിട്ടുള്ളത് എന്നുള്ള വളരെ വലിയ കാര്യങ്ങളൊന്നും അതിനകത്തില്ല. നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള വളരെ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ നമ്മളുടെ ഈ 5 മൊഡ്യൂളുകളായിട്ട് നമ്മളിവിടെ കാണുന്നത്. എന്നാൽ നമ്മളുടെ ഇലക്ട്രിക്കൽ ഭാഗത്തിലേക്ക് വരുമ്പോൾ, ഇലക്ട്രിക്കലിന്റെ സിലബസിലേക്ക് വരുമ്പോൾ അവിടെ 10 മൊഡ്യൂളുകളായിട്ട് വരുന്നുണ്ട്. അവിടെ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷനകത്ത് ചെറിയ വേരിയേഷൻ ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഓരോ മൊഡ്യൂളുകളിൽ 10 മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണുള്ളത് അല്ലെ, ഓരോ മൊഡ്യൂൾ. അപ്പൊ മെക്കാനിക്കൽ പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 50 മാർക്കിന്റെ മെക്കാനിക്കൽ ക്വസ്റ്റ്യൻ 5 മൊഡ്യൂളുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പൊ ഓരോ മൊഡ്യൂളിൽ നിന്നും 10 മാർക്ക് വീതം 50 ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പൊ ഒന്നാമത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് പമ്പ്, അതുപോലെ തന്നെ ഫാസ്റ്റനിങ് എന്ന് പറയുന്ന ടോപ്പിക്. അപ്പൊ മെക്കാനിക്കലായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് പമ്പുകൾ അല്ലെ. നമ്മളുടെ ജോലി തന്നെ എന്താ, ഈ പമ്പുകൾ ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഏതൊക്കെ ടൈപ്പ് പമ്പുകളുണ്ട്, ആ പമ്പുമായി ബന്ധപ്പെട്ടുള്ള ടെർമിനോളജി എന്തൊക്കെയാണ്, ആ പമ്പിനുണ്ടാകുന്ന ഡാമേജസ് അല്ലെങ്കിൽ ഡിഫക്റ്റുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഫെയിലിയർ സംഭവിക്കുന്നുണ്ടാകും, അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാസ്റ്റനിങ്, ഫോർ എക്സാമ്പിൾ നമുക്ക് പമ്പ് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിൽ പമ്പ് ഫിറ്റ് ചെയ്യാം. അപ്പൊ പമ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർ എക്സാമ്പിൾ MS പൈപ്പാണ് പമ്പിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പൊ MS പൈപ്പിനകത്തൊരു ലീക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കും, അപ്പൊ അത് വെൽഡിങ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ വെൽഡിംഗ് എന്ന് പറയുന്നത് എ ടൈപ്പ് ഓഫ് ഫാസ്റ്റനിങ് മെത്തേഡുകളാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ നെറ്റ് ബോൾട്ട് ഇട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഒരു കപ്ലിംഗ് എന്ന് കൺസിഡർ ചെയ്യുക. അപ്പൊ കപ്ലിംഗ് നമ്മൾ എന്താണ്, ഇത്തരത്തിൽ ഒരു ഫ്ലാൻസ്ഡ് കപ്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നെറ്റ് ബോൾട്ടുകൾ കൊണ്ട് ടൈറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നെറ്റ് ബോൾട്ടുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഈ പറയുന്ന ടെമ്പററി ഫാസ്റ്റനിങ്ങിനകത്താണ് ഇത്തരത്തിലുള്ള നെറ്റ് ബോൾട്ടുകൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അങ്ങനെ നമുക്ക് 10 മാർക്കിന്റെ ഒന്നാമത്തെ മൊഡ്യൂൾ അവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും നമുക്ക് നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ നമ്മളുടെ ജോബ് പ്രൊഫൈലുമായി ബന്ധപ്പെട്ട് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് നമ്മളുടെ പമ്പ് ആൻഡ് ഫാസ്റ്റനിങ് എന്ന് പറയുന്നത്.
രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് വരാം. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഇതിന് ശേഷം നമുക്ക് പറയാം. ബേസിക് ആയിട്ട് നമുക്ക് ആ മൊഡ്യൂളിന്റെ ടോപ്പിക് ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോകാം. രണ്ടാമത്തെ മൊഡ്യൂളാണ് നമ്മുടെ IC എഞ്ചിൻ എന്ന് പറയുന്നത്. IC എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ ആണ് അല്ലെ, ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻസ് ആണ്. അപ്പൊ നമുക്ക് മോട്ടോർ വെഹിക്കിൾ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇത്തരത്തിൽ IC എഞ്ചിൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ IC എഞ്ചിൻ ഏതൊക്കെ ടൈപ്പ്, ഇപ്പം എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു എനർജി കൺവേർഷൻ ഡിവൈസ് ആണ് എഞ്ചിൻസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള എഞ്ചിൻസ് യൂസ് ചെയ്തുകൊണ്ട് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ ആണ്. അപ്പൊ അതിനകത്ത് തന്നെ നമുക്ക് ഡീസൽ എഞ്ചിൻ ഉണ്ട്, പെട്രോൾ എഞ്ചിൻ ഉണ്ട്, 4 സ്ട്രോക്ക് ഉണ്ട്, 2 സ്ട്രോക്ക് ഉണ്ട്. അങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എഞ്ചിൻസ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, മൂന്നാമത്തെ മൊഡ്യൂള് ബേസിക് ഇലക്ട്രിസിറ്റി ആണ്. അപ്പൊ ഇതൊരു അഡ്വാൻറ്റേജ് ഉള്ളതാണ്. അതായത് ഇലക്ട്രിക്കൽ കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെന്നുണ്ടെങ്കിൽ, കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് കൊടുക്കുന്ന ഒരു മൊഡ്യൂളാണ് ബേസിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. മെക്കാനിക്കൽ പോർഷനിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ബേസിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ടോപ്പിക് മെക്കാനിക്കൽ പോർഷനിൽ കൊടുത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഇലക്ട്രീഷ്യൻ കഴിഞ്ഞുള്ള കുട്ടികൾക്ക് വളരെയധികം അഡ്വാൻറ്റേജ് ഉള്ള ഒരു മൊഡ്യൂൾ തന്നെയാണ് മൊഡ്യൂൾ 3 എന്ന് പറയുന്നത്. അപ്പോൾ മെക്കാനിക്കൽ കഴിഞ്ഞ കുട്ടികൾ ഒരിക്കലും വിട്ടുകൊടുക്കാനും പോകുന്നില്ല. കാര്യം ഈ ബേസിക് ഇലക്ട്രിസിറ്റി കൃത്യമായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ട് ആ ഒരു മൊഡ്യൂളിൽ നിന്നും വരുന്ന 10 മാർക്കും കൃത്യമായിട്ട് നമുക്ക് നേടേണ്ടതായിട്ടുണ്ട്. അപ്പൊ ബേസിക് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, എന്താണ് കറണ്ട്, എന്താണ് വോൾട്ടേജ്, എന്താണ് ഇത്തരത്തിൽ കപ്പാസിറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് മൊഡ്യൂൾ 3 നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് പവർ ട്രാൻസ്മിഷൻ ആണ്. മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് പവർ ട്രാൻസ്മിഷൻ ആണ് അല്ലെ. പവർ ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മൊഡ്യൂൾ ആണെങ്കിൽ തന്നെയും വളരെ കുറച്ച് പോർഷൻ മാത്രമേ പവർ ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ടുള്ളൂ. അതിനുശേഷവും നമുക്ക് വരുന്നത് കുറച്ച് ഇലക്ട്രിക്കൽ മെഷീൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് പവർ ട്രാൻസ്മിഷൻ ആണ്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഒരു ഷാഫ്റ്റിൽ നിന്ന് മറ്റൊരു ഷാഫ്റ്റിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ടുണ്ട്. അവിടെ നമ്മൾ ഇത്തരത്തിലുള്ള ബെൽറ്റ് ഡ്രൈവുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. പുള്ളീസിന്റെ സഹായത്തോടു കൂടി ബെൽറ്റ് ഡ്രൈവുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ആ ഒരു ബെൽറ്റ് ഡ്രൈവുമായി ബന്ധപ്പെട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് പുള്ളി ഉണ്ട്, പുള്ളി എങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്യുന്നു, അങ്ങനെയുള്ള വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പവർ ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അഞ്ചാമത്തെ മൊഡ്യൂള് നമുക്ക് പറയാം ഫ്ലൂയിഡ് വാൽവുകളാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് ഫ്ലൂയിഡ് വാൽവുകൾ. നമുക്കറിയാം വാൽവുകൾ എന്ന് പറയുന്നത് എന്താണ്, സ്പെഷ്യലി ഫോർ കൺട്രോളിംഗ് ദ ഫ്ലൂയിഡ് ഫ്ലോ അല്ലെ. ഈ ഫ്ലൂയിഡ് ഫ്ലോയിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് വാൽവ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ജോബ് പ്രൊഫൈലുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം പമ്പുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നു. അവിടെ എന്താണ് രീതിയിൽ നമുക്ക് ഇൻടേക്ക് ഹൗസ് ഉണ്ടാവും. അവിടെ വരുന്ന പ്രഷറിലേക്ക് കൊടുക്കുകയാണ്. അപ്പൊ അത്തരത്തിൽ ആ ഒരു വാട്ടറിനെ കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെ പലതരത്തിലുള്ള സ്ലൂയിസ്, ഫോർ എക്സാമ്പിൾ സ്ലൂയിസ് വാൽവുകളൊക്കെ നമ്മൾ, അല്ലെങ്കിൽ NRV നോൺ റിട്ടേൺ വാൽവുകളൊക്കെ നമ്മൾ സാധാരണഗതിയിൽ നമ്മളവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഏതൊക്കെ ടൈപ്പ് വാൽവുകൾ ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട് ഉള്ള ഫങ്ഷൻസ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അങ്ങനെ 5 മൊഡ്യൂളുകളായിട്ടാണ് നമ്മളുടെ മെക്കാനിക്കൽ പോർഷൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓരോ മൊഡ്യൂളിൽ നിന്നും 10 മാർക്ക് വീതമുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഓക്കെ, അപ്പൊ മെക്കാനിക്കൽ പോർഷന്റെ ഒരു ബേസിക് ഐഡിയ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള ഐഡിയ നമുക്ക് കിട്ടി. അപ്പൊ കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്തിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസിലേക്ക് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞിട്ടുള്ള ടോപ്പിക് തന്നെയാണ് ഒന്നാമത് പമ്പ് ആൻഡ് ഫാസ്റ്റനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ നമ്മൾ ആ ഒരു സിലബസ്, അത് നമ്മുടെ ആ ഒരു കേരള PSC തന്നെ സിലബസ് ആണ്. ലാസ്റ്റ് ഇയർ എക്സാം നടന്ന ഈ ഒരു സിലബസ് പ്രകാരമാണ്. അപ്പൊ അവിടെ വളരെ ബേസിക് ആയിട്ടുള്ള ഇന്ത്യയിലുള്ള പമ്പ് ഇൻഡസ്ട്രിയുടെ ആ ഒരു വളർച്ച എങ്ങനെയാണ്, ലീഡിംഗ് മാനുഫാക്ചേഴ്സ് ആരൊക്കെയാണ്, പ്രധാനമായിട്ടുള്ള ടൈപ്പ് ഓഫ് പമ്പിനകത്തുള്ള സെൻട്രിഫ്യൂഗൽ പമ്പ് അല്ലെ, സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ പ്രിൻസിപ്പിൾ എന്താണ്, വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, അതിന്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് എങ്ങനെയാണ്, ഏതൊക്കെ തരത്തിലുള്ള രീതിയിലാണ് അത് കണക്ട് ചെയ്യുന്നുണ്ടാവുക, സീരീസ് ടൈപ്പ് ഉണ്ട്, പാരലൽ ടൈപ്പ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ അവിടെ ഉണ്ടാവുന്ന ഡിഫക്റ്റുകൾ, ഓരോ പമ്പുകളും പഠിക്കുന്ന സമയത്ത് അതിന്റെ ബേസിക് വർക്കിംഗ് എന്താണ്, അതിന്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് എന്താണ്, അത് ഏതൊക്കെ മെറ്റീരിയൽ കൊണ്ട് യൂസ് ചെയ്തിരിക്കുന്നു, അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, അവിടെ ഉണ്ടാകുന്ന ഡിഫക്ട്സ്, സാധാരണഗതിയിൽ പമ്പുകളിൽ കാണപ്പെടുന്ന ഡിഫക്റ്റ്, അതിന്റെ റെമഡിയൽ ആക്ഷൻസ്, അല്ലെങ്കിൽ അതെങ്ങനെ റീകണ്ടീഷൻ ചെയ്യാൻ സാധിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ സെൻട്രിഫ്യൂഗൽ പമ്പ് കഴിഞ്ഞാൽ മറ്റൊരു പമ്പാണ് സബ്മേഴ്സിബിൾ പമ്പ് അല്ലെ. ഇത്തരത്തിൽ നമ്മൾ സാധാരണഗതിയിൽ ചെറിയ ചെറിയ പമ്പ് ഹൗസുകളിലൊക്കെ നമ്മൾ ഇത്തരത്തിൽ 12.5 HP ഒക്കെ സബ്മേഴ്സിബിൾ ആയിട്ടുള്ള പമ്പുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള അതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, അതിന്റെ ഓപ്പറേഷൻ, അതുപോലെ തന്നെ അവിടെ ഉണ്ടാവുന്ന ഡിഫക്റ്റുകൾ, അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഉണ്ടാവുന്ന ഡിഫക്റ്റുകൾ, അതിന്റെ റെമഡിയൽ ആക്ഷൻസ് ഒക്കെ എന്താണ്, എങ്ങനെ നമുക്കത് റീകണ്ടീഷൻ ചെയ്യാം എന്നൊക്കെ ഉള്ളതാണ്, എങ്ങനെ അത് ഇൻസ്റ്റാൾ ചെയ്യാം എന്നൊക്കെ ഉള്ളതാണ്. നമ്മുടെ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്.
ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഈ പറയുന്ന സെൻട്രിഫ്യൂഗൽ പമ്പുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈമാണ് പ്രൈമിംഗ് എന്ന് പറയുന്നത് അല്ലെ. ഇത്തരത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ചുകൊണ്ട് നമ്മൾ എയറിനെ പുറത്തേക്ക് കളയുന്ന ഒരു പ്രോസസ്സാണ് പ്രൈമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ പ്രൈമിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെ എടുത്ത് പറയുന്നത് പ്രൈമിംഗ് ഓഫ് പമ്പ് സെറ്റ്സ് എന്ന് എടുത്ത് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടും അവര് പമ്പുമായി ബന്ധപ്പെട്ട് പറയുന്നത്. നെക്സ്റ്റ് നോക്കി ഫാസ്റ്റ്നേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക് ആണ് അല്ലെ. ഫാസ്റ്റ്നേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, നമ്മൾ ഫാസ്റ്റൻ ചെയ്യാം. നമ്മളിപ്പോ രണ്ട് കമ്പോണൻസ് അല്ലെങ്കിൽ രണ്ട് വർക്ക് പീസുകൾ നമ്മൾ ചേർത്ത് വെക്കുക, അല്ലെങ്കിൽ രണ്ട് പാർട്ടുകൾ നമ്മൾ ചേർത്ത് വെക്കാൻ വേണ്ടി ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫാസ്റ്റ്നേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള പെർമനന്റ് ഫാസ്റ്റ്നേഴ്സ് ഉണ്ട്, ടെമ്പററി ആയിട്ടുള്ള ഫാസ്റ്റ്നേഴ്സ് ഉണ്ട്, സെമി പെർമനന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെമി പെർമനന്റ് ഫാസ്റ്റിംഗ് മെത്തേഡ് നമുക്ക് അവൈലബിൾ ആണ് അല്ലെ. ഇത്തരത്തിൽ പെർമനന്റ് ഫാസ്റ്റിംഗ് മെത്തേഡ് ആണ് ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ കണ്ട വെൽഡിംഗ് എന്ന് പറയുന്നത്. അതായത് പെർമനന്റ് ആയിട്ടായിരിക്കും നമ്മളവിടെ ഫാസ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പൊ സെമി പെർമനന്റ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ സോൾഡറിംഗ് പ്രോസസ് ഒരു സെമി പെർമനന്റ് ആണ്. അപ്പൊ അത് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോൾഡറിംഗ്, ബ്രേസിംഗ്, വെൽഡിംഗ് ഒക്കെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന സോൾഡറിംഗ് എന്ന് പറയുന്നത് സെമി ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് പറയാം ടെമ്പററി ആയിട്ടുള്ളതാണ്, ടെമ്പററി ഫാസ്റ്റിംഗ് മെത്തേഡ് ആണ്. നട്ട്, ബോൾട്ട്, സ്ക്രൂസ് അങ്ങനെയുള്ള ലോക്കിംഗ് ഡിവൈസസ് ഒക്കെ നമുക്ക് പറയാം എന്താണ്, ടെമ്പററി ആയിട്ടുള്ള ഫാസ്റ്റിംഗ് മെത്തേഡുകളാണ്. അപ്പൊ അത്തരത്തിലുള്ള ഫാസ്റ്റ്നേഴ്സ് അല്ലെ. നോക്കി ഇവിടെ നോക്കി ടൈപ്സ് ഓഫ് സ്ക്രൂസ് ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, അതിന്റെ ടൈപ്പുകൾ എന്താണ് സ്ക്രൂസ്, ദെൻ നട്ട്, സ്റ്റഡ് എന്താണ്, ബോൾട്ട് എന്താണ്, ലോക്കിംഗ് ഡിവൈസസ് അല്ലെ. ഇത്തരത്തിൽ വളരെ നട്ട്, ബോൾട്ട്, സ്റ്റഡ്, സ്ക്രൂസ് അങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ലോക്കിംഗ് ഡിവൈസുമായി ബന്ധപ്പെട്ട് ലോക്ക് നട്ട്, കോട്ടർ, സ്പ്ലിറ്റ്, പിന്നെ കീസ്, സർക്ലിപ്സ്, ലോക്ക് റിങ്സ്, ലോക്ക് അല്ലെങ്കിൽ ലോക്ക് വാഷേഴ്സ് ആൻഡ് ലൊക്കേറ്റിംഗ്സ് അല്ലെ. ഇത്തരത്തിൽ വാഷേഴ്സ് ഏതൊക്കെ ടൈപ്പ് വാഷേഴ്സ് ഉണ്ട്, വാഷേഴ്സിന്റെ ആ ഒരു ഡയമെൻഷൻ എങ്ങനെയാണ്, സർക്ലിപ്സ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള വളരെ അതായത് ടെമ്പററി ഫാസ്റ്റിംഗ് മെത്തേഡ് ആണ് പ്രധാനമായിട്ടും നമ്മളെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കിയാൽ ഫംഗ്ഷൻസ് ഓഫ് ഗ്യാസ്കേറ്റ്സ് അല്ലെ. ഗ്യാസ്കേറ്റ്സ് എന്ന് പറയുമ്പോൾ സീലിംഗിന് വേണ്ടിയിട്ട് അല്ലെ, നമ്മുടെ എഞ്ചിന്റെ ഒക്കെ ഹെഡ് ഒക്കെ നമ്മൾ സീലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്യാസ്കേറ്റ്സ് യൂസ് ചെയ്യാറ്. അല്ലെങ്കിൽ നമ്മൾ എന്താണ് വളരെ വലിയ ഫ്ലാഞ്ചസ് ഒക്കെ നമ്മൾ എന്താണ് ഫ്ലാഞ്ചസ് കപ്ലിംഗ് ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇടയിൽ നമ്മൾ എന്താണ് ഒരു സീലിംഗ് ഏജന്റ് ആയിട്ട് നമ്മൾ ഗ്യാസ്കേറ്റ്സ് അല്ലെ, നമുക്ക് ആ ഒരു എന്താണ് ലീക്കേജ് ഒക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ലീക്കേജ് ഒക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്യാസ്കേറ്റ്സുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അത് നമ്മൾ ഏതൊക്കെ മെറ്റീരിയലോട്ടുള്ള ഗ്യാസ്കേറ്റ്സുകളാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അതുപോലെ തന്നെ പാക്കിംഗ് ആൻഡ് ഓയിൽ സീൽസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അത്തരത്തിലുള്ള ഫാസ്റ്റനിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മൊഡ്യൂൾ 1 പമ്പ് ആൻഡ് ഫാസ്റ്റനേഴ്സ് ആണ്. 10 മാർക്കിന്റെ ടോപ്പിക്കാണ് അതിൽ നിന്ന് വരുന്നത്. സോ ആ ഒരു മൊഡ്യൂൾ തന്നെ പഠിക്കേണ്ട മറ്റൊരു ടോപ്പിക്കാണ് ഷീറ്റ് മെറ്റൽ വർക്ക്. ഷീറ്റ് മെറ്റൽ വർക്കുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ വേരിയസ് കോമൺ മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ഷീറ്റ്. ഇത്തരത്തിൽ ഏതൊക്കെ ടൈപ്പ് ഷീറ്റ് മെറ്റലുകളാണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. നമുക്കറിയാം GI ഷീറ്റ്, ഗാൽവനൈസ്ഡ് അയൺ ഷീറ്റ് എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലെ, GI ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള GI ഷീറ്റിന്റെ പ്രത്യേകത എന്താണ് ഗാൽവനൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, അങ്ങനെയൊക്കെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നമുക്ക് തുടക്കം നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഈ പറയുന്ന ഷീറ്റ് മെറ്റലുമായി ബന്ധപ്പെട്ട് അവിടെയുണ്ട് ഓപ്പറേഷൻസ്. എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് പഠിക്കേണ്ടത്? അപ്പൊ ഷിയറിംഗ് ഓപ്പറേഷൻ, കട്ട് ചെയ്യുന്ന ഓപ്പറേഷൻ ഉണ്ട്, ബെൻഡ് ചെയ്യുന്ന ഓപ്പറേഷൻ ഉണ്ട്, ഡ്രോയിങ് ഓപ്പറേഷൻ ഉണ്ട്, സ്ക്യൂസിംഗ് ഓപ്പറേഷൻ ഉണ്ട്. അങ്ങനെ ഡിഫറെന്റ് ഓപ്പറേഷൻസ് പഠിക്കേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് ഷീറ്റ് മെറ്റൽ ജോയിന്റ്സ് അല്ലെ. ഈ പറയുന്ന ഷീറ്റ് മെറ്റൽ കൊണ്ട് നിരവധി ജോയിന്റുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഹെം ആൻഡ് സീം ജോയിന്റ്. അപ്പൊ അത്തരത്തിലുള്ള ജോയിന്റുകൾ ഏതൊക്കെയാണ്? അതുപോലെ തന്നെ മറ്റ് മെത്തേഡുകൾ, ഫാസ്റ്റിംഗ് മെത്തേഡ്സ് ആയിട്ടുള്ള റിവെറ്റിംഗ്, സോൾഡറിംഗ്, ബ്രേസിംഗ് ഒക്കെ നമുക്ക് പഠിക്കാം അല്ലെ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിവെറ്റിംഗ്, സോൾഡറിംഗ്, ബ്രേസിംഗ് ഓപ്പറേഷനുകൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ ബ്രേസിംഗ് അല്ലെങ്കിൽ സോൾഡറിംഗ് ഓപ്പറേഷനിലൊക്കെ നമ്മൾ ഫ്ലെക്സസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഓക്സിഡേഷൻ തടയുന്നതിന് വേണ്ടി ഫ്ലെക്സസ് യൂസ് ചെയ്യാറുണ്ട്. അത് ഓരോ മെറ്റീരിയൽ അനുസരിച്ച് മാറുന്നുണ്ടാകും. അപ്പൊ അത്തരത്തിലുള്ള ഫ്ലെക്സുകൾ, കോമൺ ആയിട്ടുള്ള ഫ്ലെക്സുകൾ ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക? ദെൻ ഷീറ്റ് ആൻഡ് വയർ ഗേജസ്. ഇത്തരത്തിൽ ഷീറ്റ് മെറ്റലിന്റെയും വയറിന്റെ ഒക്കെ ഗേജ് അല്ലെങ്കിൽ നമുക്ക് തിക്നെസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ SWG സ്റ്റാൻഡേർഡ് വയർ ഗേജുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എന്താണ് സ്റ്റാൻഡേർഡ് വയർ ഗേജുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ SWG എന്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഷീറ്റ് ആൻഡ് വയർ ഗേജസ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ബ്ലോ ലാംപ്സ് യൂസ് ആൻഡ് പൈപ്പ്. ഇത്തരത്തിൽ ബ്ലോ ലാമ്പുകൾ സാധാരണ ബ്രേസിങ്ങിനും സോൾഡറിങ്ങിനും ഒക്കെ നമ്മൾ ബ്ലോ ലാംപ്സ് ഇത്തരത്തിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത് ചൂടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലാമ്പാണ് ബ്ലോ ലാമ്പ് എന്ന് പറയുന്നത്. അതിന്റെ യൂസ്, അതുപോലെ തന്നെ പൈപ്പ് ഫിറ്റിംഗ്സ് അല്ലെ, നമ്മുടെ പൈപ്പുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പൈപ്പ് ഫിറ്റിംഗ്സ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. പൈപ്പ് ഫിറ്റിംഗ്സ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ സാധാരണ നമ്മൾ എന്താണ് പറയാറ്, ഇത്തരത്തിലുള്ള കപ്ലിങ്സ്, എന്താണ് ബെൻഡുകൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എൽബോസ്, അങ്ങനെയുള്ള എന്താണ് പൈപ്പ് ഫിറ്റിംഗ്സ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടുന്ന കുറച്ച് ടോപ്പിക് മാത്രമേ ഇവിടെ ഉൾപ്പെട്ടിട്ടുള്ളൂ പമ്പ് ആൻഡ് ഫാസ്റ്റനിങ്ങുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഒരു ഐഡിയ നമുക്ക് കിട്ടി. ഈ പറയുന്ന 10 മാർക്ക് എങ്ങനെയൊക്കെ വരാൻ സാധിക്കും, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടി അല്ലെ. അതായത് മെക്കാനിക്കലിന്റെ 1ാമത്തെ മൊഡ്യൂളിൽ നിന്നും. 2ാമത്തെ മൊഡ്യൂളിൽ ഒക്കെ IC എഞ്ചിനാണ്, ഇന്റേണൽ കമ്പഷൻ എഞ്ചിനാണ്.
അപ്പൊ ഇന്റേണൽ കമ്പഷൻ എഞ്ചിനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തരത്തിലുള്ള എഞ്ചിൻസ് ഉണ്ട്? സ്പാർക്ക് ഇഗ്നിഷൻ, SI സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ കംപ്രഷൻ ഇഗ്നിഷൻ, ഡീസൽ എഞ്ചിനാണ് കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിൽ SI എഞ്ചിൻ ഉണ്ട്, സ്പാർക്ക് ഇഗ്നിഷൻ, കംപ്രഷൻ ഇഗ്നിഷൻ എഞ്ചിൻ. അതുപോലെ അതിന്റെ ബേസിക് സൈക്കിൾസ് അല്ലെ, ഓട്ടോ സൈക്കിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പെട്രോൾ എഞ്ചിനാണ്, ഡീസൽ സൈക്കിൾ എന്ന് പറയുന്നത് ഡീസൽ എഞ്ചിനാണ്. അപ്പൊ അത്തരത്തിലുള്ള എന്താണ് വളരെ ബേസിക് ആയിട്ടുള്ള എഞ്ചിൻസുമായി ബന്ധപ്പെട്ടുള്ള ടേംസും അതുപോലെ അതിന്റെ പ്രിൻസിപ്പിൾസുമാണ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, സോ അതിനുശേഷം നമുക്ക് പഠിക്കേണ്ടത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റാർട്ടിംഗ് ആൻഡ് സ്റ്റോപ്പിംഗ് മെത്തേഡ് അല്ലെ. നമുക്കൊരു എഞ്ചിനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാം പലതരത്തിലുള്ള സ്റ്റാർട്ടിങ്ങും അല്ലെങ്കിൽ സ്റ്റോപ്പിംഗ് മെത്തേഡുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഡീസൽ എഞ്ചിനുകളൊക്കെ നമ്മൾ ഹാൻഡ് ആയിട്ട്, അതായത് കൈകൊണ്ട് നമുക്ക് ക്രാങ്ക് ചെയ്ത് കിടക്കാറുണ്ട്, അല്ലെങ്കിൽ റോപ്പ് അല്ലെ, റോപ്പിന്റെ സഹായത്തോടു കൂടി നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ആപ്പേ എഞ്ചിനൊക്കെ അല്ലെങ്കിൽ ആപ്പേ ഓട്ടോ ഒക്കെ നമ്മൾ സാധാരണഗതിയിൽ ബാറ്ററി ഡൗൺ ആവുന്ന സമയത്ത് എന്താണ് പുറകിൽ എന്താണ് ഒരു റോപ്പ് വെച്ചിട്ട്, ഒരു കയർ വെച്ചിട്ട് നമ്മൾ എന്താണ് നമ്മുടെ ആ ഒരു ഓട്ടോ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള റോപ്പ് ക്രാങ്കിങ് അല്ലെങ്കിൽ ഹാൻഡ് ക്രാങ്കിങ് അല്ലെങ്കിൽ ഇലക്ട്രിക് മോട്ടോർ ക്രാങ്കിങ്, ഹൈഡ്രോളിക് ക്രാങ്കിങ് അല്ലെങ്കിൽ ഗ്യാസോലിൻ ടൈപ്പ് എഞ്ചിന്റെ, അതായത് ഒരു ചെറിയ പെട്രോൾ എഞ്ചിൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു വലിയ ഡീസൽ എഞ്ചിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അത്തരത്തിലുള്ള ഗ്യാസോലിൻ എഞ്ചിൻ ക്രാങ്കിങ്, അങ്ങനെ നിരവധി ടൈപ്പ് ഓഫ് സ്റ്റാർട്ടിങ്സ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റോപ്പിംഗ് സാധാരണഗതിയിൽ ഫ്യൂവൽ ഒരു റേറ്റഡ് സ്പീഡിലേക്ക് എത്തിയതിനു ശേഷം ഫ്യൂവൽ കട്ട് ചെയ്തിട്ടാണ് സാധാരണഗതിയിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഫ്യൂവൽ ടാങ്ക്, ഫോർ എക്സാമ്പിൾ ഫ്യൂവൽ ടാങ്കിന്റെ ഷേപ്പ് നമുക്കറിയാം, ഒന്നെങ്കിൽ അത് റെക്ടാംഗുലർ ആയിരിക്കും അല്ലെങ്കിൽ അത് റൗണ്ട് ഷേപ്പിലായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലായ്പ്പോഴും നമ്മൾ ഫ്യൂവൽ ടാങ്ക് എന്ന് പറയുന്ന എഞ്ചിൻ അസംബ്ലിയുടെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ വെക്കുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ പഠിക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, ദെൻ അതുപോലെ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫിൽറ്റേഴ്സ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള കൂളിംഗ് ഡിവൈസസ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ അവിടെ നമ്മുടെ പമ്പ് സെറ്റുകൾ വരുന്നുണ്ട്, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് പമ്പ്സ്, ഇത്തരത്തിൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അത്തരത്തിലുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള പമ്പിന്റെ ആ ഒരു സർവീസബിലിറ്റി അല്ലെ, ഈ പറഞ്ഞ രീതിയിൽ അവിടെ ഉണ്ടാവുന്ന ഡിഫക്റ്റുകൾ അതെങ്ങനെ സർവീസ് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ആ ഒരു മൊഡ്യൂൾ IC എഞ്ചിൻ മൊഡ്യൂളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അവിടെയും നമുക്കറിയാം 10 മാർക്കാണ് ആ ഒരു മൊഡ്യൂൾ 2-നും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 10 മാർക്സ് ആണ്. അപ്പൊ ഈ ഒരു 10 മാർക്സ് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് സ്കോർ ചെയ്യാം. മൂന്നാമത്തെ മൊഡ്യൂളിലേക്ക് വരുമ്പോൾ ബേസിക് ഇലക്ട്രിസിറ്റി ആണ്. ബേസിക് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കി നേരത്തെ കണ്ടു അല്ലെ, അതായത് ഒരു മെക്കാനിക്കൽ പഠിക്കുന്ന ഒരു കുട്ടി ഇലക്ട്രിസിറ്റിയുടെ ബേസിക്സ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലാണ് ആ ഒരു സിലബസ് എന്നുള്ളത് മനസ്സിലാക്കുക അല്ലെ. സോ ഇലക്ട്രിസിറ്റിയുടെ പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ ഓംസ് ലോ, വോൾട്ടേജ് എന്താണ്, കറണ്ട് എന്താണ്, റെസിസ്റ്റൻസ് എന്താണ്, സോ അങ്ങനെയുള്ള വളരെ എന്താണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. നോക്കി ഇവിടെ മൾട്ടിമീറ്റർ അല്ലെ, ഇത്തരത്തിൽ മൾട്ടിമീറ്ററുകളുണ്ട്. അപ്പം കറണ്ട്, വോൾട്ടേജ് അതൊക്കെ നമുക്ക് ഒരുമിച്ച് അല്ലെ ഇത്തരത്തിൽ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൾട്ടിമീറ്ററുകൾ, ഫോർ എക്സാമ്പിൾ അമ്മീറ്ററും അതുപോലെ തന്നെ വോൾട്ട്മീറ്ററും അതുപോലെ തന്നെ ഓമീറ്ററും ഒക്കെ ചേർന്നിട്ടുള്ളതാണ് മൾട്ടിമീറ്റർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള മൾട്ടിമീറ്ററുകൾ അതിന്റെ ഫംഗ്ഷൻ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. അതുപോലെ തന്നെ കണക്ഷൻസ് നോക്കുമ്പോൾ എന്താണ് സീരീസ്, റെസിസ്റ്റൻസ് ഇൻ സീരീസ്, പാരലൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. കപ്പാസിറ്റർ എന്താണ്, അതിന്റെ ഒരു കപ്പാസിറ്റർ ഫംഗ്ഷൻ എന്താണ്, അതുപോലെ തന്നെ സീരീസും പാരലും കപ്പാസിറ്റർ കണക്ട് ചെയ്യാനുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കിയ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സാധാരണഗതിയിൽ നമ്മൾ റെസിസ്റ്റൻസ് പഠിക്കേണ്ടതായിട്ടുണ്ട്. റെസിസ്റ്റൻസിന്റെ ആ ഒരു കളർ കോഡുകളൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് സാധാരണഗതിയിൽ. അപ്പൊ വളരെ ബേസിക് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് മൊഡ്യൂൾ 3 നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ബേസിക് ഇലക്ട്രിസിറ്റി കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് താഴെയായിട്ട് ബാറ്ററീസ് കൊടുത്തിട്ടുണ്ട് അല്ലെ. സോ ബാറ്ററീസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള്, അപ്പോൾ ഈ പറഞ്ഞ ലെഡ് ആസിഡ് ബാറ്ററീസ് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു ബാറ്ററിയുടെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, അതിന്റെ മെയിൻ്റെനൻസ്, ഇത്തരത്തിൽ മെയിൻ്റെനൻസ് ഫ്രീ ആയിട്ടുള്ള ബാറ്ററീസ് അവൈലബിൾ ആണ്. അപ്പൊ അതിന്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഹീറ്റിംഗ് ഇഫക്ട്, തെർമോ ഇലക്ട്രിക്കൽ എനർജി, അതുപോലെ തെർമിസ്റ്റേഴ്സ് പഠിക്കേണ്ടതായിട്ടുണ്ട്. തെർമോ കപ്പിൾസ് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇലക്ട്രോകെമിക്കൽ എനർജി, ഫോട്ടോ വോൾട്ടൈക് എനർജി, അതുപോലെ തന്നെ പീസോ ഇലക്ട്രിക് എനർജി, അങ്ങനെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിന്റെ ബേസിക്സ് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് നമ്മളുടെ മെഷീൻസുമായി ബന്ധപ്പെട്ട് ട്രാൻസ്ഫോമർ, അതുപോലെ തന്നെ നമ്മളുടെ മോട്ടോർ അല്ലെങ്കിൽ ജനറേറ്ററിനകത്തൊക്കെയുള്ള സ്റ്റേറ്റർ, അതുപോലെ തന്നെ റോട്ടർ കോയിൽസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ട്രാൻസ്ഫോമറിനകത്ത് തന്നെ വളരെ നമുക്കറിയാം പ്രൈമറി കോയിൽസ്, സെക്കൻഡറി അല്ലെങ്കിൽ പ്രൈമറി വൈൻഡിങ്, സെക്കൻഡറി വൈൻഡിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് ബേസിക് ആയിട്ട് സോളിനോയിഡുകൾ എന്ന് പറയുന്നത്, കമ്പ്യൂട്ടറിനെ നമ്മൾ സോളിനോയിഡ് എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു മൊഡ്യൂൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ട്രേഡിൽ നിന്ന് വരുന്ന ഒരു കുട്ടിക്ക് വളരെയധികം എളുപ്പമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് തന്നെയാണ് മൊഡ്യൂൾ 3, ഈ മെക്കാനിക്കലിനകത്തുള്ള മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് ഓർത്തിരിക്കാം. ഓക്കെ, സോ അത് വളരെ എളുപ്പമുള്ള ഒരു മൊഡ്യൂളാണ്. അത് കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ 10 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും.
മൊഡ്യൂൾ 4 എന്ന് പറയുന്ന പവർ ട്രാൻസ്മിഷൻ ആണ്. പവർ ട്രാൻസ്മിഷൻ. സോ പവർ ട്രാൻസ്മിഷൻ ഇൻ ദ കേസ് ലൈക്ക് എന്താണ്, ഇവിടെ നമുക്കറിയാം പവർ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ബെൽറ്റ് ഡ്രൈവുകൾ സാധാരണഗതിയിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. നമ്മൾ ഇത്തരത്തിലുള്ള വലിയ ഗ്ലൂ എന്താണ് പുള്ളീസ് യൂസ് ചെയ്തുകൊണ്ട് ബെൽറ്റിന്റെ സഹായത്തോടു കൂടി പവർ ട്രാൻസ്മിറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പവർ ട്രാൻസ്മിഷൻ മെത്തേഡുകൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിൽ തന്നെയാണ് നമ്മളുടെ ഒരു ഭാഗം AC മോട്ടോഴ്സ് വരുന്നുണ്ട് അല്ലെ. ഇത്തരത്തിലുള്ള AC മോട്ടോഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ ടെർമിനോളജി, അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്, ഇൻഡക്ഷൻ മോട്ടോർ ടൈപ്പ് അല്ലെങ്കിൽ ഇൻഡക്ഷൻ മോട്ടോർ എന്താണ്, അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ശേഷം വരുന്നതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാൽവ്സ് അല്ലെ. ഇത്തരത്തിലുള്ള വാൽവുകൾ, ഏതൊക്കെ ടൈപ്പ് വാൽവുകൾ ഉണ്ട്. ദെൻ അതുപോലെ തന്നെ വീണ്ടും സ്പെഷ്യൽ പമ്പുകളൊക്കെ അവിടെയും വരുന്നുണ്ട്. അപ്പൊ ഇത് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക. അപ്പൊ എന്താണ് റിപ്പീറ്റേഷൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവിടെയും വരുന്നുണ്ട്. പമ്പിന്റെ കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ വാൽവുകളായിക്കോട്ടെ, ഈ മോട്ടോർ, അതുപോലെ തന്നെ ജനറേറ്റർ അല്ലെങ്കിൽ AC മെഷീൻസ്, DC മെഷീൻസ്, അതൊക്കെ കോമൺ ആയിട്ട് നമ്മൾ എന്താണ് ഇലക്ട്രിക്കൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ മെക്കാനിക്കലിനകത്തും കുറച്ച് അവൈലബിൾ ആണ്. അപ്പോൾ എന്താണ് നോക്കുമ്പോൾ എൻറ്റയർ സിലബസ് നോക്കുമ്പോൾ അവിടെ കുറച്ച് റിപ്പീറ്റ് ആയിട്ട് കുറെ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ പ്രഷർ അല്ലെ, പ്രഷർ മെഷറിംഗ് ഡിവൈസസ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റുകളൊക്കെ നമുക്ക് പഠിക്കേണ്ട. ഫോർ എക്സാമ്പിൾ ബോർഡൻ 2 gauge അല്ലെ, ഇത്തരത്തിൽ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന ബോർഡൻ 2 gauge സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ബേസിക് ഫംഗ്ഷൻ എങ്ങനെയാണ്, അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്, അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒടുവിലായിട്ട് നോക്കിയ സ്റ്റാർട്ടേഴ്സ് ആൻഡ് ടൈപ്സ് ഓഫ് സ്റ്റാർട്ടർ സ്വിച്ച് ആൻഡ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആൻഡ് ഐസൊലേറ്റേഴ്സ്. ഇത്തരത്തിൽ നമുക്കറിയാം ഇത്തരത്തിൽ സ്റ്റാർ ഡെൽറ്റ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റാർട്ടേഴ്സ് അല്ലെ, 3 point 2 point സ്റ്റാർട്ടേഴ്സുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടർ സ്വിച്ചുകൾ, അതുപോലെ തന്നെ സർക്യൂട്ട് ബ്രേക്കേഴ്സ്, ഐസൊലേറ്റേഴ്സ് ഒക്കെ കൃത്യമായിട്ട് പവർ ട്രാൻസ്മിഷൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അവിടെ നമുക്ക് പവർ ട്രാൻസ്മിഷൻ നമുക്ക് പറയുന്ന സമയത്ത് അവിടെ എന്താണ് ഇത്തരത്തിൽ മെക്കാനിക്കൽ പ്ലസ് ഇലക്ട്രിക്കൽ ടോപ്പിക്കുകളാണ് കൂടുതലും അവിടെ വരുന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം. സോ ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ മനസ്സിലാക്കേണ്ടതുള്ളത് ഫ്ലൂയിഡ് വാൽവുകളാണ്. സോ വാൽവുകൾ അവിടെ വരുന്ന സമയത്ത് അവിടെയും പമ്പുകൾ വീണ്ടും വരുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഓഫ് ഗിയർ പമ്പ്, ടൈപ്സ് ഓഫ് പമ്പിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട റോട്ടറി ടൈപ്പ് പമ്പാണ് നമ്മുടെ ഗിയർ പമ്പ് എന്ന് പറയുന്നത്. ഗിയർ പമ്പിന്റെ ടൈപ്പിനകത്ത് എക്സ്റ്റേണൽ ടൈപ്പ്, ഇന്റേണൽ ടൈപ്പ്, അവിടെയും നമ്മളുടെ പമ്പിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ ഇവിടെയും വരുന്നുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ അത്തരത്തിൽ സിംഗിൾ ആക്ടിംഗ് ഉണ്ട്, ഡബിൾ ആക്ടിംഗ് ഉണ്ട്, ഡബിൾ എൻഡഡ് സിലിണ്ടേഴ്സ് ടൈപ്പ്. അതുപോലെ നെക്സ്റ്റ് വരുന്ന ഡയറക്ഷൻ കൺട്രോൾ വാൽവ് അല്ലെ, ഇത്തരത്തിലുള്ള DC വാൽവ്, ഡയറക്ഷൻ കൺട്രോൾ വാൽവുകൾ 2/2, 3/2, 4/2, 4/3, 4/3 വേ വാൽവുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രഷർ റിലീഫ് വാൽവ് ടൈപ്സ് ഓഫ് വാൽവുകളാണ് നോൺ റിട്ടേൺ അല്ലെ, NR വാൽവ്, NRV നോൺ റിട്ടേൺ വാൽവുകൾ. ഫ്ലോ കൺട്രോൾ വാൽവുകൾ, ന്യൂമാറ്റിക് സിംബൽസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്തരത്തിൽ ന്യൂമാറ്റിക് സിംബൽസ് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വാൽവുകൾ ഇവിടെ വീണ്ടും എന്താണ് ഫ്ലൂയിഡ് വാൽവ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം എയർ സർവീസിംഗ് ലൈക്ക് ഫിൽറ്റർ, റെഗുലേറ്റർ ആൻഡ് ലൂബ്രിക്കേറ്റർ, FRL യൂണിറ്റുകൾ. ക്ലാസിഫിക്കേഷൻ ഓഫ് റോട്ടറി പമ്പിന്റെ ക്ലാസിഫിക്കേഷൻ, അതിന്റെ കൺസ്ട്രക്ഷൻ, അതിന്റെ റിപ്പയർ പ്രൊസീജിയറുകൾ, അതിന്റെ ഇൻസ്റ്റാളേഷൻ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ബ്രീഫ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ പറയുന്നു. ടർബൈൻസ്, സ്റ്റേജ് പമ്പ്, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ദെയർ അഡ്വാൻറ്റേജസ്, മീനിങ് ഓഫ് പ്രൈമിംഗ് ആൻഡ് ഇറ്റ്സ് ഇഫക്റ്റ്. നേരത്തെ നമ്മൾ പ്രൈമിങ്ങിന്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ പമ്പിന്റെ ക്ലാസിഫിക്കേഷനകത്ത് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ് അല്ലെങ്കിൽ റോട്ടറി പമ്പ്, അങ്ങനെ എന്താണ് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. വീണ്ടും ആ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെയും കാണാൻ സാധിക്കും. ടെക്നിക്സ് ഓഫ് റോട്ടറി പമ്പ്, പ്രൊസീജിയർ, ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ്സ് റിക്വയർഡ്, പൈപ്പിംഗ് ആൻഡ് പൈപ്പ് ഫിറ്റിംഗ്സ്, പൈപ്പ് ജോയിന്റ്സ്, പൈപ്പ് ഗേജിംഗ് അല്ലെ, വീണ്ടും ഇത്തരത്തിൽ പൈപ്പ് ഫിറ്റിംഗ്സും പൈപ്പ് ജോയിന്റും ഒക്കെ ഇവിടെയും വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവിടെ ടോപ്പിക്സ് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരേ ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് അതേ ടോപ്പിക്ക് തന്നെ വീണ്ടും അടുത്ത മൊഡ്യൂളുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ഉണ്ട്. ആ ഒരു ടോപ്പിക് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി. ആ കാര്യങ്ങളിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും മെക്കാനിക്കൽ പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഈ ഒരു 5 മൊഡ്യൂളുകളാണ്. 5 മൊഡ്യൂളുകളിലും 10 മാർക്ക് വീതം ഓരോ മൊഡ്യൂളുകളാണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ളത്. മൊത്തമായിട്ട് 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് മെക്കാനിക്കൽ പോർഷനിൽ നിന്നും മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി നമ്മളുടെ മെക്കാനിക്കൽ പോർഷൻ എങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് നെക്സ്റ്റ് നമുക്ക് ടോപ്പിക് എന്താണെന്നുള്ളത് മനസ്സിലായി. സിലബസ് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ആ ഓരോ സിലബസിലുള്ള ടോപ്പിക്കുകൾ അല്ലെങ്കിൽ പഠിക്കേണ്ട ആ ഒരു ടോപ്പിക്കുകൾ ക്ലിയർ ആയി. ഇത് നമുക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് അല്ലെ. അപ്പൊ എങ്ങനെ പഠിക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം. ഇത് ഒരു IT ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ ഒന്നും നോക്കണ്ട, നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക്, റെഫറൻസ് ബുക്ക് അല്ല, ടെക്സ്റ്റ് ബുക്കായിട്ട് തന്നെ നമുക്ക് നമ്മളുടെ നിമ്മിയുടെ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഫോളോ ചെയ്യാവുന്നേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ മെക്കാനിക് മോട്ടോർ വെഹിക്കിളിന്റെ 2 ഇയർ കോഴ്സ് ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ആ 2 ഇയർ കോഴ്സിന്റെ ബുക്ക് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും നമുക്ക് അവൈലബിൾ ആണ്.
നമ്മളുടെ ഭാരത് സ്കിൽസിന്റെ സൈറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ആ ഡൗൺലോഡ് ചെയ്യാവുന്ന ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറിന്റെയും 2 ടെക്സ്റ്റ് ബുക്ക് 2 PDF ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ആ ഒരു ടെക്സ്റ്റ് ബുക്കിനകത്ത് നമുക്ക് അവിടെ നിന്നുമാണ് കുറെ അധികം ടോപ്പിക്കുകൾ വരുന്നുണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട മെക്കാനിക് കം ഓപ്പറേറ്റർ അല്ലെ, പമ്പ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന ആ ഒരു കോഴ്സിൽ നിന്നുമുള്ള സിലബസും വളരെയധികം നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് എക്സാമിന് സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ട്രേഡിന്റെ സിലബസും ആ ഒരു ട്രേഡിന്റെ ടെക്സ്റ്റ് ബുക്കും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് എന്താണ് അവൈലബിൾ ആണ്. ആ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് ട്രിവാൻഡ്രം ചാക്കയിലുള്ള ഗവൺമെന്റ് IT-യിലാണ്. സോ ആ ഒരു IT നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ ഒരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആ ഒരു പർട്ടിക്കുലർ കോഴ്സിന്റെ പമ്പ് ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു കോഴ്സ് തന്നെ അവൈലബിൾ ആണ്. അപ്പൊ ആ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഫോളോ ചെയ്യാം. അപ്പൊ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ പമ്പ് ഓപ്പറേറ്ററിന്റെ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് നമുക്ക് അവൈലബിൾ ആണ്. സോ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ NSQF ലെവൽ 5 ആണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് റെഫറൻസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് ബുക്കുകളാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ITI മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ തിയറി 1 and 2 ഇയർ ബൈ മനീഷ് ശർമ്മ. അത് നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നിങ്ങൾക്ക് ഓൺലൈൻ സൈറ്റുകളിലൊക്കെ, ഫോർ എക്സാമ്പിൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനെയുള്ള സൈറ്റുകളിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് അത് ആവശ്യമെങ്കിൽ അത് വാങ്ങി നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇയർ നീലകണ്ഠ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഏഷ്യൻ പബ്ലിക്കേഷൻസിന്റെ ഇത്തരത്തിലുള്ള IT ബുക്കുകൾ, ഇത്തരത്തിൽ മോട്ടോർ വെഹിക്കിൾ IT ബുക്കുകളുടെ റെഫറൻസ് ബുക്ക് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് GS സേത്തിയുടെ ഇത്തരത്തിലുള്ള മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിൾ ട്രേഡ് തിയറി ആൻഡ് ASST സൊല്യൂഷൻ വിത്ത് സൊല്യൂഷൻ ആയിട്ടുള്ള രീതിയിലുള്ള 2 വർഷത്തെയും അവൈലബിൾ ആണ്. അപ്പൊ ഇത്തരം നമുക്ക് റെഫറൻസസ് നമുക്ക് മനസ്സിലാക്കായിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വെബ്സൈറ്റിലാണ് നമുക്ക് ഇത്തരത്തിൽ ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള MCQs, നമുക്ക് അറിയാം എക്സാമിന് MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ അത്തരത്തിലുള്ള MCQs ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടുതൽ MCQs നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധി സൈറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. വെബ്സൈറ്റുകൾ ഫ്രീ ആയിട്ടുള്ള അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ textbook.com, അതുപോലെ തന്നെ examവേദ, standfoundry.com, അതുപോലെ തന്നെ ബൈജൂസിന്റെ സൈറ്റുകൾ നമുക്ക് അത്യാവശ്യം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. ദെൻ bharatskill.gov.in എന്നുള്ള സൈറ്റിൽ നിന്നാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ objectivebooks.com നമുക്ക് എന്താണ് ഇത്തരത്തിൽ നമുക്ക് MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് NCERT-യുടെ ഒക്കെ ഓൺലൈൻ സൈറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. സോ അവിടെ നിന്ന് നമുക്ക് എന്താണ് കൂടുതൽ ടോപ്പിക്കുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള രീതിയിൽ നമുക്ക് സർഫ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി നമുക്ക് നിരവധി അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും. അത് നിങ്ങൾ കൃത്യമായിട്ട് യൂസ്ഫുൾ ആയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത്രയാണ് പ്രധാനമായിട്ടും നമുക്ക് മെക്കാനിക്കൽ പോർഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. എന്തെങ്കിലും ഡൗട്ടുകളോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഓട്ടോമൊബൈൽ പോർഷൻ കൂടാൻ ചാൻസ് ഉണ്ടോ ഈ പ്രാവശ്യം? ഇത്തവണ ഓട്ടോമൊബൈൽ പോർഷൻസ് കൂടാൻ സാധ്യതയില്ല. നിലവിലുള്ള മോസ്റ്റ് പ്രോബബ്ലി നിലവിലുള്ള സിലബസ് തന്നെ ഫോളോ ചെയ്യാനാണ് സാധ്യത കൂടുതൽ. ഓൾമോസ്റ്റ് അത് തന്നെ ആയിരിക്കും അല്ലേ? ഓൾമോസ്റ്റ് അത് തന്നെയാണ്. നമ്മൾ റീസെന്റ് ആയിട്ടുള്ള എക്സാമുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ, അതായത് ഇതേ എക്സാം സമയത്ത് നടന്നിട്ടുള്ള കുറച്ച് എക്സാമുകളൊക്കെ ഇപ്പോൾ വീണ്ടും അത് റീസെന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ കഴിഞ്ഞ തവണ ഫോളോ ചെയ്ത ഏകദേശം സിലബസുകൾ തന്നെയാണ് ഇത്തവണയും ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പോ സാധ്യത കുറവാണ്. കാരണം നമുക്ക് ഓട്ടോമൊബൈൽ പോർഷൻ, നമ്മൾ ഈ മെക്കാനിക് പോർഷനകത്ത് ഇലക്ട്രിക്കലിന്റെ ഒരു 10 മാർക്ക് വരുന്നല്ലോ. അപ്പം മറ്റേ ഇലക്ട്രിക്കൽ കുറച്ച് അഡ്വാൻസ് ആണല്ലോ. അതാണ് ചോദിച്ചപ്പം അതെ, അത് കാര്യം എന്താന്ന് വെച്ചാൽ അവര് ഈ പറയുന്ന ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിലാണ് വന്നതെന്ന് തോന്നുന്നു. ഇപ്പം പറഞ്ഞ ഈ പറഞ്ഞ പമ്പ് ഹൗസുകളിലൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് കൂടുതലും ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഓരോ ആഴ്ച കൂടുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ റെഗുലർ ആയിട്ട് അതിന്റെ പവർ ഫാക്ടർ ചെക്ക് ചെയ്യുക, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അവിടെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോ അത്തരത്തിൽ നോക്കുമ്പോൾ അവർക്ക് ഇലക്ട്രിക്കൽ വിഭാഗത്തിലുള്ള കുറച്ച് നോളജ് അവർക്ക് വേണ്ടുന്നതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആവാം ഒരു പക്ഷേ നമ്മൾ ആ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ സിലബസ് സെറ്റ് ചെയ്തു. അതെ, ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഏകദേശം 70% ഇലക്ട്രിക്കലാണ് അവർ ചോദിച്ചേക്കുന്നത്. യെസ്, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യാം. അപ്പൊ മെക്കാനിക്കൽ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഒന്നുകൂടെ നമ്മൾ ശ്രദ്ധിച്ച് ഫോക്കസ് ചെയ്ത് വേണം നമ്മൾ ഈ എക്സാമിനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള കാര്യം. കുറച്ചുകൂടെ ഡെപ്തിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് സാധാരണ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മളത് കൃത്യമായിട്ടൊന്ന് ഫോക്കസ് ചെയ്ത് വേണം നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്.
യെസ്. ഓക്കെ, താങ്ക് യു. നമുക്കിപ്പോ സിലബസ് ഇത് നോട്ടിഫിക്കേഷൻ വന്നാലും എക്സാം ടൈമിലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഈ സിലബസിന്റെ കാര്യം അല്ലേ? നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതോടൊപ്പം തന്നെ സാധാരണ സിലബസ് നോട്ടിഫിക്കേഷൻ വരുന്നതിനോട് വരണം നിർബന്ധമില്ല. സാധാരണഗതിയിൽ 3 മാസം മുന്നേ നമ്മളുടെ കൺഫർമേഷൻ വരുന്ന സമയത്താണ് സിലബസ് PSC അത് നോട്ടിഫൈ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതുവരെ നമ്മൾ സാധാരണഗതിയിൽ പ്രീവിയസ് ഇയർ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ നമ്മുടെ സിലബസ് പ്രകാരമായിരിക്കും നമ്മളത് ഫോളോ പോകുന്നുണ്ടാവുക. സപ്പോസ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു 3 months കൊണ്ട് മേക്കപ്പ് ചെയ്യാവുന്ന വേരിയേഷൻസ് ഉണ്ടാവുള്ളൂ സാധാരണഗതിയിൽ. അപ്പൊ എന്തെങ്കിലും ചേഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിത്തിൻ 2 months കൊണ്ട് നമ്മളത് കവർ ചെയ്ത് നമ്മളത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ശരി, ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പമ്പ് ഓപ്പറേറ്റർ, ഒരു ട്രേഡിന്റെ കാര്യം പറഞ്ഞല്ലോ. അതായത് ആ ഒരു പമ്പ് ഓപ്പറേറ്ററിന്റെ ആ ഒരു ട്രേഡിലുള്ള കുട്ടികളും ഇത്തവണ വരാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ ഇതുപോലെ അവരെ ഒഴിവാക്കി എന്നുള്ള രീതിയിൽ ഒരു പെറ്റീഷനൊക്കെ പോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ നമ്മള് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആ ഒരു പമ്പ് ഓപ്പറേറ്റർ മെക്കാനിക് എന്ന് പറയുന്ന ആ ഒരു ട്രേഡിനുള്ള കുട്ടികൾ കൂടി പ്രിഫറൻസ് കൊടുക്കുന്നുണ്ടാകും. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ട്രേഡിന്റെ സിലബസ് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട. ആ ഒരു ട്രേഡിന്റെ സിലബസ് എന്ന് പറഞ്ഞാൽ സംവാട്ട് സിമിലർ ആണ്. നമ്മളിപ്പോൾ പഠിക്കുന്ന ആ ഒരു സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ആ കുട്ടികളും പഠിക്കുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരും കൂടി നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയമായതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ ഒരു ട്രേഡിനകത്തുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. ഈ ഓട്ടോമൊബൈൽ ഡിപ്ലോമ ഹോൾഡേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും? നിലവിൽ അതൊരു കോട്ടന്റെ അണ്ടറിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നിലവിൽ നമുക്ക് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഇതിനകത്ത് സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു പ്ലംബർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാന്നിരിക്കട്ടെ, പരീക്ഷ എഴുതിയെന്നിരിക്കട്ടെ, നമുക്ക് നല്ല മാർക്കുണ്ട്, നമുക്ക് നമ്മളുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ടൈം വരുന്ന സമയത്ത് നമ്മളോട് ചോദിക്കും ഈ പറയുന്ന തസ്തികയ്ക്ക് അനുവാദികമായിട്ടുള്ള ഇക്വലന്റ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമ്മളോട്. ഇപ്പൊ സപ്പോസ് ഹയർ ഡിഗ്രി ഉള്ള, ഫോർ എക്സാമ്പിൾ മെക്കാനിക്കൽ ഡിപ്ലോമയോ അല്ലെങ്കിൽ ബിടെക് ഡിഗ്രി മെക്കാനിക്കൽ ബിടെക് ഉള്ള ഒരു കുട്ടിയാണെന്നിരിക്കട്ടെ. അപ്പൊ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ പറയാം. അതായത് ഫോർ എക്സാമ്പിൾ പ്ലംബർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു വർഷത്തെ ITI കോഴ്സാണ് പ്ലംബർ എന്ന് പറയുന്നത്. അപ്പൊ പ്ലംബർ എന്ന് പറയുന്ന കോഴ്സ് പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്ലംബർ ITI യോഗ്യതയുള്ള ഒരു എക്സാം നമ്മൾ എഴുതിയെന്നിരിക്കട്ടെ പ്ലംബർ തസ്തികയിലേക്ക്. അപ്പൊ അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം, എഴുതാം. പക്ഷേ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് PSCയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കോള് വരും, അല്ലെങ്കിൽ നിങ്ങളെ ഇൻഫോം ചെയ്യും, നിങ്ങളോട് പ്ലംബർ തത്തുല്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നിലവിലത്തെ അവസ്ഥയിൽ നമുക്ക് അതിനുള്ള തത്തുല്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള ഒരു അവസരം ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വരാത്ത ഉള്ള ഒരു അവസ്ഥയിലേക്കും വരാൻ സാധ്യത കൂടുതലാണ് നിലവിലെ അവസ്ഥയിൽ. അപ്പോൾ ഇനി അത് മാറാം. അത് നമ്മളുടെ കോർട്ടിന്റെ അണ്ടറിലാണുള്ളത്. കോർട്ടിന്റെ വിധി അനുസരിച്ച് എങ്ങനെയും ആവാം. അതിലൊരു ക്ലാരിഫിക്കേഷൻ നമുക്ക് അറിയാതെ എങ്ങനെ സാർ ഇത്? അതെ, നിലവിലെ ഒരവസ്ഥ ഇങ്ങനെയാണ്. ഞാനും ഡിപ്ലോമ ഓട്ടോമൊബൈൽ കഴിഞ്ഞാണ്. ITI മമ്മി പ്ലസ് ഡിപ്ലോമയാണ്, ഓട്ടോമൊബൈലാണ്. ITI അപ്ലൈ ചെയ്യാം, പക്ഷെ ഡയറക്റ്റ് ഡിപ്ലോമ കഴിഞ്ഞവർക്കാണ് ബുദ്ധിമുട്ട് വരുന്നത്. ഡയറക്റ്റ് ഡിപ്ലോമ കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഡയറക്റ്റ് ബിടെക് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് നമുക്ക് ഒരുപക്ഷെ അപ്ലൈ ചെയ്യുന്നതിനകത്ത് ബുദ്ധിമുട്ട് ഒരുപക്ഷെ വരുന്നുണ്ടാവില്ല. കാര്യം പ്രീവിയസ് ഇയറിൽ ആ ഒരു ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ആൾക്കാർ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരാണ് കൂടുതലും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ലാസ്റ്റ് ഇയറിന്റെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതിനകത്ത് അവരൊരു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്മളുടെ ആ ഒരു കോർട്ടിന്റെ ആ ഒരു വിധി അനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ള രീതിയിൽ അവരൊരു കോർട്സ് പറയുന്നുണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ. അപ്പോൾ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് അനുകൂലമായിട്ടൊരു വിധി വരികയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടും വരില്ല. പക്ഷെ ആ ഒരു ടൈമിൽ എങ്ങനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളുടെ ആ ഒരു നമുക്കത് ജോലിയിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വെർഡിക്റ്റ് ഹൈക്കോർട്ടിന്റെ വന്നില്ലായിരുന്നോ കേരള? റീസെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് ട്രേഡ്സ്മാനുമായി ബന്ധപ്പെട്ടുള്ളതാണ് വന്നിട്ടുള്ളത്. ട്രേഡ്സ്മാന്റെ ഒരു ബിടെക് ഹോൾഡർ എംടെക് ഹോൾഡർ ആയിട്ടുള്ള ഒരു വ്യക്തിയും പിന്നെ ഒരു ട്രേഡ്സ്മാൻ ITI ഉള്ള ആളും തമ്മിലുള്ള. അതെ, അത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമുക്ക് ട്രേഡ്സ്മാന് കുഴപ്പമില്ല. കാര്യം അതൊരു ടീച്ചിങ് ഒരു പ്രൊഫഷൻ ആയതുകൊണ്ട്
നമുക്ക് ഇപ്പം ജൂനിയർ ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ട്രേഡ്സ്മാൻ തസ്തിക എന്നൊക്കെ പറഞ്ഞ ഒരു ടീച്ചിങ് പ്രൊഫഷനാണ്, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ടർ എന്ന നിലയിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പൊ അവിടെ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരുമെന്ന് തോന്നുന്നില്ല. കാര്യം എന്നാൽ ഇതെന്ന് പറഞ്ഞാൽ പ്യുവർലി ട്രേഡ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ അതാണ് ഞാനൊരു പ്ലംബറിന്റെ എക്സാം പറയാനുള്ള കാര്യം അതാണ്. അതായത് പ്ലംബർ എന്ന് പറയുന്നത് പ്യുവർലി ട്രേഡ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പ്രാക്ടിക്കലായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ട് അവർ പ്രിഫർ ചെയ്യുന്നത് അങ്ങനെയുള്ള ആൾക്കാരെയാണെന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം അതാണ്. അപ്പൊ ഈ ലാസ്റ്റ് ഇപ്പോ റീസെന്റ് എടുത്തിട്ടുള്ള ലിസ്റ്റിൽ നിന്ന് ഓട്ടോമൊബൈൽ ഹോൾഡേഴ്സ് ആയിട്ടുള്ള വ്യക്തികളും ജോലി കയറിയിട്ടുണ്ട് എന്റെ ഒരു അറിവില്. അപ്പോ ഇതേപോലെ തന്നെ സർട്ടിഫിക്കറ്റിന്റെ ഈ PSC വെരിഫിക്കേഷൻ മറ്റു അവസരങ്ങളിൽ അവരും എന്തായാലും ആ കടമ്പ കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ പോയിട്ടുണ്ടാവും. അപ്പൊ മുന്നേ അങ്ങനെ ഒരു തീരുമാനത്തിലൂടെ കടന്നു പോയിട്ട് ഇപ്പം തീരുമാനം മാറ്റാൻ എന്തായാലും ഒരു അതെ അതാണ് ഞാൻ പറഞ്ഞത്. നിലവിൽ അത് കോർട്ടിന്റെ അണ്ടറിലാണ്. അപ്പൊ അവരിങ്ങനെ എന്താണ് അത് അവര് കൃത്യമായിട്ട് അവിടെ സ്റ്റഡി ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത് സ്റ്റഡി ചെയ്തിട്ടുള്ള ഒരു വിധി നമുക്ക് അനുകൂലമായിട്ട് വന്നാൽ ഓക്കെ, കുഴപ്പമുണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തില് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവരുടെ ഒരു ബുദ്ധിമുട്ട് അവിടെ വരുന്നുണ്ട്. അപ്പൊ അതിനകത്തൊരു ക്ലാരിറ്റി കുറവ് നമുക്കും കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് പറഞ്ഞ രീതിയിൽ നിങ്ങളോട് അപ്ലൈ ചെയ്യണ്ടാന്നോ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യണമെന്നോ നമുക്ക് പറയാൻ പറ്റുന്നില്ല, അല്ലെ? അതാണ് നമ്മളുടെയും അവസ്ഥ. കൃത്യമായിട്ട് നമുക്കൊരു മുന്നിലൊരു വിധി ഇല്ലാത്തത് കൊണ്ടേ. അപ്പൊ അതുകൊണ്ടാണ് നമ്മളും ഈ പറഞ്ഞ ഇതിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റാത്ത ഒരു ന്യൂട്രലായിട്ട് മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. കാര്യം നിലവിലത്തെ അവസ്ഥയിൽ കഴിഞ്ഞ തവണ ഓൾറെഡി നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, ബിടെക്കാർ ഉൾപ്പെടെ ബിടെക്കാർ എംടെക്കാരൊക്കെ നമ്മളുടെ നിലവിലെ ഓപ്പറേറ്റർ തസ്തികയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. യാതൊരു വിധ കുഴപ്പമില്ല, അവർ വർക്ക് ചെയ്ത് പോകുന്നുണ്ട്. എന്നാൽ ഇനി അതിനുശേഷം വന്നിട്ടുള്ള വിധിയും അതുമായി ബന്ധപ്പെട്ടുള്ള കുറെ വെർഡിക്റ്റുകളൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു, അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് നിലവിലെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യരുതെന്നോ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യേണ്ടെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം നമുക്ക് അപ്പൊ അപ്ലൈ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇത്തരത്തിലുള്ള ആ ഒരു സമയത്ത് എങ്ങനെയാണ് അതിന്റെ ആ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല. അത് നമുക്ക് അനുകൂലമായിട്ടുള്ള അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷെ എങ്ങനെയാണ് നമ്മളുടെ ആ ഒരു അവസ്ഥ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ലല്ലോ. അതാണ് ഇതിനകത്ത് ഒരു ഇഷ്യൂ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം മനസ്സിൽ വെച്ചത് കൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യാണ്ടിരിക്കുകയോ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാണ്ടിരിക്കുകയോ ചെയ്യരുത്. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഉടനെ ചിലപ്പോൾ നമുക്ക് അതിന്റെ കോർട്ടിൽ നിന്നുള്ള വിധി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ. നമുക്കിപ്പോ ആരുടെയും കാര്യങ്ങൾ പറയാൻ പറ്റില്ല. അപ്പൊ ITIക്ക് അനുകൂലമാണോ അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ അനുകൂലമാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിപ്പോ വിധി ഏതായാലും നമുക്കത് അത് ഫോളോ ചെയ്തേ പറ്റുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അതിനെ അപ്പീൽ പോവുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എനിവേ ഫൈനൽ ഡിസിഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ സ്റ്റിക്ക് ഓൺ ഉള്ളൊരു അവസരമേ ഉണ്ടാവുള്ളൂ തോന്നുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ മാക്സിമം അത് പെട്ടെന്ന് തന്നെ വരട്ടെ. എന്തായാലും അത് പെട്ടെന്ന് വന്നാൽ ഒരു ക്ലാരിറ്റി നമുക്ക് അതിൽ നിന്ന് ഉണ്ടാകും. അതോടൊപ്പം തന്നെ എല്ലാവരും ഈ ഒരു കാര്യം വെച്ചുകൊണ്ട് അത് അപ്ലൈ ചെയ്യാണ്ടിരിക്കുകയോ അല്ലെങ്കിൽ അത് പഠിക്കാണ്ടിരിക്കുകയോ ചെയ്യരുത്. എല്ലാവരും പ്രിപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മള് ഓൾറെഡി സിലബസിൽ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് മെക്കാനിക്കൽ പോർഷനും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഇലക്ട്രിക്കൽ പോർഷനും വരുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഓൾറെഡി സിലബസ് കുറച്ച് കണ്ടും കഴിഞ്ഞു, അതായത് മെക്കാനിക്കൽ പോർഷനിൽ കണ്ടു കഴിഞ്ഞു. അപ്പൊ അതില് നമ്മളിപ്പോ ഒരു 50-50 എന്നുള്ള രീതിയിലാണ് സിലബസ് പറയുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള PSCയുടെ സിലബസ് പറയുന്നതെന്നുണ്ടെങ്കിലും ക്വസ്റ്റ്യൻസ് വരുന്നതിൽ, അതായത് നമ്മളെ മെക്കാനിക്കൽ പോർഷനകത്ത് കുറച്ച് ഇലക്ട്രിക്കൽ പോർഷനും കൂടി കയറി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഒന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ നേരത്തെ ഓൾറെഡി പറഞ്ഞു, ഒരു 70% ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു, അല്ലെ? അപ്പൊ അത് നമുക്കൊന്ന് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് ലാസ്റ്റ് ഒന്ന് നോക്കാം. അതായത് നമ്മൾ ഇലക്ട്രിക്കൽ പോർഷൻസ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് എങ്ങനെയാണ് അതിൽ ആ ഒരു ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. അതായത് കഴിഞ്ഞ നമ്മളെ പ്രീവിയസ് എക്സാമിൽ എങ്ങനെയാണ് വന്നിട്ടുള്ളത് നോക്കാം. അപ്പൊ നിങ്ങള് വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ആണ് നമുക്ക് വരുന്നത്. നമുക്കറിയാം വാട്ടർ അതോറിറ്റി, കേരള വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൗസിൽ ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നമ്മൾ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ കമ്പൈൻ ചെയ്തിട്ട്, അതായത് മെക്കാനിക്കൽ സിലബസ് എന്ന് പറയുമ്പോൾ ശരിക്കും അതിനകത്ത് മെക്കാനിക്കൽ MMB, മെക്കാനിക് ഡീസൽ തുടങ്ങിയ ITI കോഴ്സുകളും ഇലക്ട്രീഷ്യൻ അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഇനിയിപ്പോ വരികയാണെന്നുണ്ടെങ്കിൽ പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റും കൂടി കൂടിയിട്ടായിരിക്കാം ഇതിന്റെ ഒരു ഇത് വരുന്നത്. അപ്പൊ ഓൾറെഡി നമ്മളിപ്പോ ആ ഒരു ക്വാളിഫിക്കേഷന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് നിങ്ങൾ ഓൾറെഡി പറഞ്ഞു, ഡിപ്ലോമ എന്നുള്ള അല്ലെങ്കിൽ ബിടെക് എന്നുള്ളതൊക്കെ
കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി കോർട്ടിൽ കുറെ കേസും കാര്യങ്ങളൊക്കെ കിടക്കുകയാണ്. കഴിഞ്ഞ ലിസ്റ്റിന് തന്നെ കേസ് കിടക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാവി എങ്ങനെയാവും എന്നുള്ളത്. പക്ഷെ PSC അതായത് ഇതിനനുസരിച്ച് നമ്മൾക്ക് എന്ത് ചെയ്യാണ്, അനുകൂലമായിട്ട് അല്ലെങ്കിൽ എല്ലാ പോർഷൻസിനും ഒരു ഹയർ പോർഷൻസും കൂടി പറ്റുന്ന രീതിയിൽ വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമ്മൾ എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങാം. കാരണം നമുക്ക് ഇത് ഓൾറെഡി അറിയാലോ, നമുക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഈ ഒരു വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. കാരണം മെക്കാനിക്കൽ കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിലും ഇലക്ട്രിക്കൽ കഴിഞ്ഞവരാണ് എന്നുണ്ടെങ്കിലും, അത് ഞാൻ ഒന്നിച്ച് ബേസിക് ആയിട്ട് എടുത്ത് പറയാണ്, ITI ഓർ ഡിപ്ലോമ ബിടെക് ഏതാണെങ്കിലും കഴിഞ്ഞവർക്ക് എന്നുണ്ടെങ്കിൽ വളരെ മികച്ചൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ടെക്നിക്കലിന്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. വളരെ കുറച്ച് എണ്ണമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാധാരണ ഒരു ടെക്നിക്കൽ ലിസ്റ്റ് വരുമ്പോൾ നമുക്ക് അതിൽ ഈ വേക്കൻസിയുടെ ഭാഗത്ത് നിന്ന് കാണാറുള്ളത്. അപ്പൊ അതിനുവേണ്ടി വളരെ കോമ്പറ്റീഷൻ ലെവൽ കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതുന്നത്. കോമ്പറ്റീഷൻ ലെവൽ ഇതിന് ഉണ്ടാവില്ല എന്നുള്ളതല്ല പറയുന്നത്, പക്ഷെ എന്നാലും നമുക്ക് എന്ത് ചെയ്യണം, കുറച്ചൊരു ഹ്യൂജ് വേക്കൻസി വരുന്നുണ്ടായിരിക്കും. പിന്നെ നമുക്കറിയാലോ, കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ 2 വർഷങ്ങൾ എന്ന് പറയുന്നത് 2 എക്സാമുകൾ, 2 പ്രീവിയസ് എക്സാമുകളായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അഡ്വൈസ് പോയിട്ടുള്ളതുമായിട്ടുള്ള ഒരു പോസ്റ്റാണ് കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. പിന്നെ PSCയുടെ ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച്, ട്രെൻഡ് അനുസരിച്ച് എന്ന് പറയുന്നത് PSC എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് കഴിയുമ്പോഴേക്കും അടുത്ത ലിസ്റ്റ് എന്നുള്ളതാണ് അല്ലെ. കാരണം നമുക്കറിയാം, ഇപ്പൊ ഈ ഒരു ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 1.5 years ഒക്കെ ആവുന്നേ ഉള്ളൂ ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പൊ അത് ഒരു 1.5 years കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അത് കാലാവധി ഉണ്ട് അതിന്. അത് കഴിഞ്ഞിട്ടേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഈ ലിസ്റ്റ് നിന്ന് എടുത്തു തുടങ്ങുള്ളൂ. അപ്പോൾ ഈ ലിസ്റ്റ് അതിന് ആ ഒരു സമയത്തിനുള്ളിൽ എന്ത് ചെയ്യുള്ളൂ, ഇതിന് എക്സാം കഴിഞ്ഞ് അതിന്റെ ഒരു മെയിൻ ലിസ്റ്റ് ഒക്കെ നമുക്ക് വരുന്നുണ്ടാവുള്ളൂ, ആ ഒരു സമയം ആവുമ്പോഴേക്കേ വരുന്നുണ്ടാവുള്ളൂ. അപ്പോ അതിനനുസരിച്ച്, കാരണം പ്രീവിയസ് ആയിട്ടുള്ള ലിസ്റ്റുകളൊക്കെ വരുന്നത് ഒരു 5 വർഷത്തേക്കുള്ള ലിസ്റ്റ്, 5 വർഷത്തേക്കുള്ള വേക്കൻസീസ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. കാരണം നമുക്ക് എക്സാം വിളിച്ച് എക്സാം നടന്ന് നോക്കി അത് അടുത്തൊരു എക്സാം നടന്ന് എന്ത് ചെയ്യാണ്, പിന്നീട് അവിടെ എത്തുമ്പോഴേക്കും ഒരു 5 വർഷം അവിടെ വരും ഈ ലിസ്റ്റ് കാലാവധി കഴിയുന്നത്. പക്ഷെ ഈ ഒരു ലിസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇനി 5 വർഷം ഉണ്ടാവില്ല, കറക്റ്റ് 3 വർഷത്തിനുള്ളിൽ. അപ്പൊ നമ്മളെ ലാസ്റ്റ് ലിസ്റ്റ് വരെ 5 വർഷം നമുക്ക് കിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് തുടങ്ങാൻ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റിക്ക് പോകും എന്നല്ല പറയുന്നത്, എലിജിബിൾ എങ്ങനെയാലും സ്റ്റാർട്ടിങ് ചെയ്ത് പിന്നെ 3 വർഷം കൊണ്ട് ആ ലിസ്റ്റ് തീരും. പക്ഷെ അങ്ങനെയല്ല, 2 വർഷം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, ഈ ലിസ്റ്റിൽ എടുത്തു തുടങ്ങുന്നത് അല്ലെ. ഓൾറെഡി ഉള്ള ലിസ്റ്റ് കഴിഞ്ഞ് 2 വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക, ഈ ലിസ്റ്റിൽ എടുത്തു തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് കിട്ടുന്ന ഒരു കുറച്ച് വേക്കൻസീസ് ഉണ്ടായിരുന്നു. അത് PSCയുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അങ്ങനെയല്ല. PSC ഇപ്പോൾ എന്ത് ചെയ്യാണ്, നേരത്തെ ലിസ്റ്റ് തയ്യാറാക്കുക, എന്നിട്ട് അതിന്ന് എന്ത് ചെയ്യാണ്, മറ്റു ലിസ്റ്റ് കഴിയുമ്പോഴേക്കും ഈ ലിസ്റ്റ് നാളെ എടുത്ത് തുടങ്ങുക എന്നുള്ള രീതിയിലുള്ള ഒരു ട്രെൻഡിലാണ് PSC ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മെക്കാനിക്കൽ എക്സാമുകൾക്കൊക്കെയാണ് ആ ഒരു ട്രെൻഡിലുള്ള ഇതൊക്കെ വന്നത്. കാരണം നമ്മളെ ഇപ്പോൾ അടുത്ത് വന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമുകളാണെന്നുണ്ടെങ്കിലും ട്രേഡ്സ്മാൻ എക്സാമുകളൊക്കെ ആ ഒരു ലിസ്റ്റ് ട്രെൻഡിലേക്ക് എന്ത് ചെയ്തു, PSCയുടെ ഇത് മാറിക്കഴിഞ്ഞത് അല്ലെ. അപ്പൊ ഇനി നമുക്ക് ആ ഒരു സിലബസിൽ നമ്മൾ മെക്കാനിക്കൽ പോർഷൻ ഓൾറെഡി സാർ എടുത്തു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ പോർഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഇലക്ട്രിക്കൽ പോർഷൻസിൽ നമുക്ക് 10 മോഡ്യൂളുകളാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇലക്ട്രിക്കൽ പോർഷൻ പറയുന്നതിന് മുന്നേ, ഇലക്ട്രിക്കൽ ഇതിൽ ഒരുപാട് പേര് ഉണ്ടാവും എന്നറിയാം അല്ലെ. ഇലക്ട്രിക്കൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന, PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. ഓൾറെഡി നിങ്ങൾ ഈ സിലബസ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിലബസ് ആണ്. അതായത് ഇപ്പൊ നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇലക്ട്രിക്കൽ ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇപ്പൊ നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സെയിം സിലബസ് ആണ് എന്ത് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നറിയാം, ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ കൺഫർമേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. അതായത് നമുക്ക് 12ാം തീയതി വരെ കൺഫർമേഷൻ കൊടുക്കാൻ പറ്റുന്ന, ഇലക്ട്രിക്കൽ സംബന്ധിച്ചിടത്തോളം 12ാം തീയതി വരെ കൺഫർമേഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്നത്. ആ പോസ്റ്റിന് നമുക്ക് PSC തന്നിട്ടുള്ളത് സെയിം സിലബസ് ആണ്, എക്സാക്ട്ലി സെയിം എന്ന് പറയാം. പക്ഷെ അവിടെ ഒരു ഡിഫറൻസേ ഉള്ളൂ. എന്താ ഉള്ളത്, സിലബസിന്റെ കാര്യത്തിൽ ആ 10 മോഡ്യൂളുകൾക്കും 10 മാർക്ക് വീതം 100 മാർക്സ് എന്നുള്ള രീതിയിലാണ് നമുക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യന് തന്നിട്ടുള്ളത്. ഇവിടെ പമ്പ് ഓപ്പറേറ്ററിലേക്ക് വരുമ്പോൾ എന്താ, 10 മോഡ്യൂളുകളായിട്ട് 5 മാർക്ക്, ഓരോ മോഡ്യൂളിനും 5 മാർക്ക് വീതം 50 മാർക്ക് എന്ന് മാത്രമാക്കി മാറ്റിയെന്നുള്ളൂ ഈ ഒരു 2 സിലബസും തമ്മിലുള്ള ഡിഫറൻസ്. അല്ലാതെ ബാക്കിയുള്ള കണ്ടന്റ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി സെയിം ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ ഓൾറെഡി ഇലക്ട്രിക്കലുകാരെന്താണ് ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. അപ്പൊ അതെങ്ങനെ എന്ത് ചെയ്താൽ മതി, കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി ഇലക്ട്രിക്കലുകാരെ സംബന്ധിച്ചിടത്തോളം. ഒപ്പം അതിന്റെ മെക്കാനിക്കൽ പോർഷൻസ് എന്ത് ചെയ്യാം, പഠിച്ചു പോയാൽ മതി. ഇനി മെക്കാനിക്കലുകാർക്കാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, പ്ലംബർ എക്സാം വരുന്നുണ്ട് അല്ലെ. പ്ലംബർ എക്സാം എന്ത് ചെയ്യുന്നുണ്ട്,
നോട്ടിഫിക്കേഷൻ എനിക്ക് തോന്നുന്നുണ്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അതിനും എന്ത് ചെയ്യാണ് ഏകദേശം ഒരു എക്സാക്ട്ലി സെയിം സിലബസ് അവിടെ വരുന്നുണ്ടായിരിക്കും, ബേസിക് ഇലക്ട്രിസിറ്റി പോലെ. പിന്നെ മെക്കാനിക് ഡീസൽ ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാം വരുന്നുണ്ട്, അപ്പൊ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, പഠിച്ചു തുടങ്ങുന്നുണ്ട്. അതിൽ ഏകദേശം ഒരു സിലബസ് കാര്യങ്ങളൊക്കെ ഏകദേശം ഇതാണ് വരുന്നത്. അപ്പൊ ഓൾമോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാണ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന സിലബസ് ആണ്. അതിപ്പോ മെക്കാനിക്കലാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഇലക്ട്രിക്കലാരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഈ ഒരു വർഷങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സിലബസ് ആണ്. ഇലക്ട്രിക്കലാണെന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി സെയിം സിലബസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിലബസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒന്നും കൂടി ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടേ മതി അടുത്ത ആ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാം വരുമ്പോഴേക്കും. അതാണ് നമുക്കൊരു അഡ്വാൻറ്റേജ് ഈ കാര്യത്തിലുള്ളത്. കാരണം നമുക്ക് ഇപ്പൊ നെക്സ്റ്റ് ജൂലൈ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാലും നമുക്ക് അറിയാം ഒരു 6 months ഒരു 8 months ഓൾറെഡി ഇത് ലിസ്റ്റ് ഉള്ളതാവുകൊണ്ട് ഒരു 8 months കഴിഞ്ഞിട്ടൊക്കെ എക്സാം ഉണ്ടാവുള്ളൂ. അപ്പൊ ആ സമയം ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇത് ബൂസ്റ്റപ്പ് ചെയ്ത്. കാരണം നമുക്കൊരു അറിയാം, നമുക്ക് നെക്സ്റ്റ് ഡിസംബർ ഒക്കെ വരുമ്പോഴേക്കും അറിയാം എന്നാണ് എക്സാം നടക്കുക എന്നുള്ളത് അല്ലെ. കാരണം ഡിസംബറിൽ എന്ത് ചെയ്യുന്നുണ്ട് PSC, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് PSCയുടെ ആ അടുത്തൊരു വർഷത്തേക്ക്, അതായത് 2025 കലണ്ടർ PSC ഇടും. ഓൾറെഡി 2024 കലണ്ടർ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ 2025 കലണ്ടർ ഇടും. അപ്പൊ ആ ഒരു എക്സാക്ട് ടൈം എത്രയാന്നുള്ളത് ഡിസംബർ ആകുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിന്റെ ടൈമും നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇതാണ് നമ്മളെ സിലബസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പലരും കണ്ടിട്ടുള്ള, അതായത് ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യാണ്, പഠിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു സിലബസ്, അതായത് ഇലക്ട്രിക്കലായി പഠിച്ചു തുടങ്ങിയിട്ടുള്ള ഒരു സിലബസ് ആണിത്. ഫണ്ടമെന്റൽ ഓഫ് ഇലക്ട്രിസിറ്റി, രണ്ടാമത്തത് ഇലക്ട്രോ സ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്ന രണ്ടാമത്തെ മോഡ്യൂളും. എല്ലാ മോഡ്യൂളിലും 5 മാർക്കാണ് വരുന്നത്. മൂന്നാമത്തെ ഫണ്ടമെന്റൽസ് ഓഫ് AC സിസ്റ്റം, നാലാമത്തത് മെഷർമെന്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ സേഫ്റ്റി, ഫസ്റ്റ് എയ്ഡ്, ബാറ്ററീസ്, സോളാർ സെൽ എന്ന് പറയുന്ന ഒരു മോഡ്യൂൾ. അപ്പൊ ഈ സേഫ്റ്റി, ഫസ്റ്റ് എയ്ഡ്, സോളാർ സെൽ എന്നൊക്കെ പറയുന്ന മോഡ്യൂൾ ശരിക്കും മെക്കാനിക്കലുകാർക്കും ഇലക്ട്രിക്കലുകാർക്കും ഒരുപോലെ വരുന്നതാണ്. ഈ സോളാർ സെൽ ഒഴികെ ബാക്കിയുള്ള എല്ലാം മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ശരിക്കും ഒരുപോലെ വരുന്നതാണ്. ഇപ്പോൾ ഓട്ടോമൊബൈലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാറ്ററിയുടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. അതുപോലെ ഫസ്റ്റ് എയ്ഡ്, സേഫ്റ്റി എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഒരു IT ട്രേഡ് വെച്ച് നമ്മൾ പഠിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രേഡിനകത്ത് വരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ ഒരു സിലബസിനകത്ത് ആദ്യത്തെ 5 മോഡ്യൂളുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് 5 മോഡ്യൂളുകൾ ഏതൊക്കെയാണ്, വയറിംഗ് ആക്സസറീസ്, DC മെഷീൻസ്, AC മെഷീൻസ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് പവർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന നെക്സ്റ്റ് 5 മോഡ്യൂളുകൾ. അങ്ങനെ മൊത്തം 10 മോഡ്യൂളുകളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇവിടെ വരുന്നത്. അപ്പോൾ മൊത്തം 10 മോഡ്യൂളുകൾ പറഞ്ഞു. ഒന്ന് ഫണ്ടമെന്റൽ ഓഫ് ഇലക്ട്രിസിറ്റി, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസം, ഫണ്ടമെന്റൽസ് ഓഫ് AC സിസ്റ്റം, മെഷർമെന്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, സേഫ്റ്റി, ഫസ്റ്റ് എയ്ഡ്, ബാറ്ററി, സോളാർ സെല്ല്, വയറിംഗ് ആക്സസറീസ്, DC മെഷീൻസ്, AC മെഷീൻസ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് പവർ ഇലക്ട്രോണിക്സ്. അതിൽ 9-10 മോഡ്യൂൾ ശരിക്ക് ഇലക്ട്രോണിക്സ് ടോപ്പിക്സ് ആണ് കേട്ടോ. 9-10 മോഡ്യൂൾ എന്താണ്, ശരിക്കും ഇലക്ട്രോണിക്സ് ടോപ്പിക്സ് ആണ് വരുന്നത്. ബാക്കി ഇതുവരെയുള്ളത് ബാക്കി എല്ലാം എന്ത് ചെയ്യാണ്, പ്യൂർലി ഇലക്ട്രിക്കൽ ടോപ്പിക്കുമാണ് വരുന്നത്. ശരിക്കും ഒരു 80% ഇലക്ട്രിക്കലും ആൻഡ് ബാക്കി 20% എന്ത് ചെയ്യാണ് നമുക്ക് ഇലക്ട്രോണിക്സ് എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുക ഇവിടെ വരുന്നത്. ഇനി നിങ്ങൾ ഓൾറെഡി മെക്കാനിക്കലിന്റെ പോർഷൻ കണ്ടു, അതിനകത്ത് കുറച്ച് ഇലക്ട്രിക്കൽ പോർഷൻസ്, കുറച്ചല്ല നമുക്ക് കുറച്ച് പോർഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക്കലിന്റെ വരുന്നുണ്ട് അല്ലെ. അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഇലക്ട്രിക്കൽ വരുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടിലും പഠിക്കാനുള്ളത്, അതായത് ഇപ്പൊ മെക്കാനിക്കലിന്റെ പോർഷൻസിലാണെങ്കിലും പഠിക്കാനുള്ളതും ഇലക്ട്രിക്കലിന്റെ ഈ പോർഷൻസിലാണെങ്കിലും പഠിക്കാനുള്ളത് സെയിം ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മള് ബേസിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ ആ പേര് മാറിയിട്ട് ഒന്നാമത്തെ മോഡ്യൂളിന് ഫണ്ടമെന്റൽ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് അവിടെ നമ്മൾ മെക്കാനിക്കലിന്റെ പോർഷനിൽ ബേസിക് ഇലക്ട്രിസിറ്റി എന്ന പേരിൽ സാധനം പഠിക്കുന്ന സാധനം എന്ത് ചെയ്തു, ഇവിടെ ഇലക്ട്രിക്കൽ പോർഷൻസിൽ എത്തിയപ്പോ അവിടെ എന്ത് ചെയ്തു, ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് ആക്കി മാത്രമേ ഉള്ളൂ. ബാക്കി രണ്ടിനുള്ളിലും പഠിക്കാനുള്ളത് എക്സാക്ട്ലി ശരിക്കും സെയിം കണ്ടന്റ് ആണ്. പിന്നെ ഇവിടെ നമ്മൾ ഈ 5ാമത്തെ മോഡ്യൂളിനകത്ത് ബാറ്ററീസ് പഠിക്കുന്നുണ്ട്. അവിടെയും നമുക്ക് എന്ത് ചെയ്യണം, മെക്കാനിക്കലിന്റെ പോർഷനിൽ എത്തുമ്പോൾ അവിടെയും നമുക്ക് എന്ത് ചെയ്യണം, ബാറ്ററീസ് പഠിക്കണം. ഇനി ഈ ഒരു 8ാമത്തെ മോഡ്യൂളിനകത്ത് നമ്മൾ AC മെഷീൻസ് പഠിക്കുന്നുണ്ട്. പവർ സിസ്റ്റം അല്ല, പവർ ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന നമ്മളെ 4ാമത്തെ മോഡ്യൂളാണ് തോന്നുന്നത്. മെക്കാനിക്കലിന്റെ 4ാമത്തെ മോഡ്യൂളിനകത്ത് നമുക്ക് എന്ത് ചെയ്യണം, അവിടെയും നമുക്ക് AC മെഷീൻസ് പഠിക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു റിപ്പീറ്റഡ് ആണ്. അതായത് ഒരു സ്ഥലത്ത് പഠിക്കുന്ന ഇലക്ട്രിക്കലിൽ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കുറച്ച് എന്ത് ചെയ്യുന്നത്, മെക്കാനിക്കലിൽ പഠിക്കാനുള്ളത്. അപ്പൊ പഠിക്കുമ്പോൾ നമുക്കതൊരു ഇപ്പൊ ഇലക്ട്രിക്കലുകാർക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കണം. കാരണം നമുക്കറിയാം, നമ്മളിപ്പോ ഇതേ എക്സാക്ട് സിലബസ് വെച്ചിട്ടാണ് എന്ത് ചെയ്തത്, കഴിഞ്ഞ വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ എക്സാം കഴിഞ്ഞത്. അതിനകത്ത് ഒരുപാട് ടോപ്പ് റാങ്കിലെത്തിയ ഒരുപാട് മെക്കാനിക്കലുകാരുണ്ട് അല്ലെ, ഒരുപാട് മെക്കാനിക്കലുകാരുണ്ട്. ഇനിയിപ്പോ ഈ ITI കഴിഞ്ഞവർക്കാണെന്നുണ്ടെങ്കിലും ഡിപ്ലോമ അല്ലെങ്കിൽ BTech ഹോൾഡേഴ്സ്, ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ള ഹോൾഡേഴ്സ് നമ്മളെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് റാങ്ക് കിട്ടുമോ ഇല്ലേ എന്നുള്ളത് അവിടെയും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം എന്താണ്, അവിടെയും ഡിപ്ലോമ മാത്രം ഉള്ളവർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ഹയർ റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഹയർ റാങ്കിൽ എത്തിയവരുണ്ട്.
അപ്പൊ നമുക്ക് വേണ്ടത് പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പ്രോപ്പർ ഒരു ടൈം ഷെഡ്യൂൾ വെച്ച് അല്ലെങ്കിൽ ടൈം ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പഠിക്കുക എന്നുള്ള കാര്യം മാത്രമേ നമുക്ക് എന്ത് ചെയ്യേണ്ടുള്ളൂ, ചെയ്യേണ്ട കാര്യമുള്ളൂ. ബാക്കിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ക്വാളിഫിക്കേഷന്റെ കാര്യങ്ങൾ വരെ അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചു പോവാം. നമ്മൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ നമ്മൾ ഓൾറെഡി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മെക്കാനിക്കൽ ആരാണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ പോർഷൻസ് എടുത്ത് പഠിക്കാം. ഇലക്ട്രിക്കൽ പോർഷൻസ് പഠിക്കേണ്ടെന്നല്ല, നമുക്കൊരു നോട്ടിഫിക്കേഷൻ ഒക്കെ വരുമ്പോൾ നമുക്ക് അതിൽ ഹയർ ആൻഡ് ഈക്വൽ ക്വാളിഫിക്കേഷൻ ഒക്കെ വെച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് പിന്നീട് ചാൻസ് കിട്ടുകയാണ്. അതിലേക്ക് നമ്മൾ പിന്നീടും കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്, പിന്നീട് നമുക്ക് അതിലേക്ക് ചാൻസ് കിട്ടുകയാണ്. അപ്പൊ ആ ഒരു സമയത്ത് പിന്നീട് നിങ്ങൾ എന്ത് ചെയ്യാണ്, ഇലക്ട്രിക്കൽ പോർഷൻസ് എടുത്തിട്ടും പഠിക്കുക. അപ്പൊ അതുകൊണ്ട് മെക്കാനിക്കൽ പോർഷൻസിന്റെ മെക്കാനിക്കൽ ഹോൾഡേഴ്സിന്റെ കാര്യത്തിലും ഞാൻ ഇലക്ട്രിക്കൽ ഹോൾഡേഴ്സിന്റെ കാര്യത്തിലും പറയാണ്, നിങ്ങൾ ആ ഇലക്ട്രിക്കൽ ഹോൾഡേഴ്സിന് ഓൾറെഡി ഇപ്പൊ പഠിക്കാനൊരു ഇതുണ്ട്. നമുക്കറിയാം 3 വർഷം സെപ്റ്റംബറിൽ നമുക്ക് 3 മാസം കൊണ്ട് സെപ്റ്റംബറിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത എക്സാം വരുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ ഓൾറെഡി സിലബസ് പഠിച്ചു പോകുന്നുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോവാം. രണ്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു സിലബസിലേക്ക് എന്ത് ചെയ്യാണ്, ഫോക്കസ് ചെയ്തിട്ട് പഠിച്ചു പോവുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. കാരണം നമുക്ക് കിട്ടാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, നല്ലൊരു ജോബാണ്. ജോബ് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കേരള PSC ജോബിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാണ് കിട്ടാൻ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു നല്ല ജോബാണ് എന്ത് ചെയ്യുന്നത്, വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആ ഒരു ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് സിലബസ് നോക്കാം. 10 മോഡ്യൂൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ ഞാൻ ജസ്റ്റ് അതിലൊരു മെയിൻ പോർഷൻസ്, മെയിൻ ടോപ്പിക്സ് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. നമുക്ക് ഓൾറെഡി ഇതിങ്ങനെ വായിച്ചു പോകുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യാണ്, നമുക്കറിയാം അല്ലെ, ഓൾറെഡി എങ്ങനെയാണ് സിലബസ് വരുന്നതെന്ന് അറിയാം. അതിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റ് എന്താണെന്നുള്ളത് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് അതിന് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നമ്മൾ എന്തൊക്കെ പഠിക്കണം അതൊന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് നോക്കിയിട്ട് പോകാം. അപ്പൊ ഒന്നാമത്തെ കാര്യത്തിൽ നമുക്ക് ഫണ്ടമെന്റൽ ഓഫ് ഇലക്ട്രിസിറ്റി എന്നാ പറയുന്നത്. ഫണ്ടമെന്റൽ ഓഫ് ഇലക്ട്രിസിറ്റി പറയുമ്പോൾ നേരത്തെ സാർ പറഞ്ഞ ആ ഒരു ബേസിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ കണ്ട കാര്യങ്ങൾ തന്നെ ആയിരിക്കും അല്ലെ. വോൾട്ടേജ്, കറന്റ്, റെസിസ്റ്റൻസ്, എനർജി, പവർ, ഡെഫിനിഷൻ ആൻഡ് യൂണിറ്റ്സ് എന്ന് പറയുന്ന ഈ കാര്യം നമ്മൾ അതേപോലെ തന്നെ എന്ത് ചെയ്തു, അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ബേസിക് ഇലക്ട്രിസിറ്റിയിൽ കണ്ടു. പിന്നീടുള്ള എന്ത് ചെയ്യുന്നത്, ഓംസ് ലോ സ്റ്റേറ്റ്മെന്റ്സ്, ഓംസ് ലോ എന്താണെന്നുള്ളതും അതിന്റെ സ്റ്റേറ്റ്മെന്റും, അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, എനർജിയും അതുപോലെ പവറും ഓംസ് ലോയും ആയിട്ട് റിലേറ്റ് ചെയ്ത് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ്. ഇത് ഞാൻ ഓൾറെഡി പറയട്ടെ, 5 മാർക്കിന് ഈ ഒരു ഓരോ മോഡ്യൂളിനും 5 മാർക്കേ വരുന്നുള്ളൂ. അപ്പൊ ഈ ഒരു സിലബസ് വെച്ചിട്ട് നിങ്ങൾ ഇലക്ട്രിക്കലിന്റെ ഒരു ഇതിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതിൽ ചോദിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം, വളരെ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. ഒരുപാട് ഡീപ്പായിട്ട് എന്തുകൊണ്ട് ഇപ്പൊ ഒരു ഡിപ്ലോമ ലെവൽ എക്സാം ആണല്ലോ, അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ ലെവൽ എക്സാം ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സിലബസ് ആണ് ഇപ്പൊ ഇലക്ട്രിക്കലിന്റെ കാര്യത്തിലും മെക്കാനിക്കലിന്റെ കാര്യത്തിലും നമുക്ക് തന്നത്. ഈ ജൂനിയർ സ്ട്രക്ചർ ലെവലിലേക്ക് ഉപയോഗിക്കുന്ന ഒരു സിലബസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. കാരണം നമുക്കറിയാം ഇപ്പൊ ഇലക്ട്രിക്കൽ കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിൽ ഇതിനും താഴെയുള്ള ഒരു സിലബസ് നമ്മൾ ഓൾറെഡി കയ്യിലുണ്ട്. മെക്കാനിക്കൽ കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിൽ ഈ ട്രേഡ്സ്മാൻ ഒക്കെ ഉപയോഗിക്കുന്ന സിലബസ് എന്ന് പറയുന്നത് ഇതിനും താഴെയുള്ള ഒരു സിലബസ് ആണ്. ഇത്രത്തോളം പോർഷൻസ് ഒന്നും ഉൾക്കൊള്ളാത്ത ഒരു സിലബസ് ആണ് അതുള്ളത്. അപ്പൊ അതുള്ളത് അതല്ലാതെ എന്ത് ചെയ്തു, ഒന്നും കൂടി കുറച്ചും കൂടി ഹയർ ആയിട്ടുള്ള ഒരു പോർഷൻസ്, ഒരു സിലബസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, PSC ഓൾറെഡി തന്നിട്ടുള്ളത്. ആ ഒരു PSC ലെവലിൽ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ, വളരെ ഡീപ്പ് ഒന്നും ആയി പോവാതെ വളരെ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് PSC എന്ത് ചെയ്യുള്ളൂ, ഇതിന്ന് നമ്മളോട് ചോദിക്കുള്ളൂ. പിന്നെ നിങ്ങൾക്ക് അറിയാം അല്ലെങ്കിൽ 2ൽ കൂടുതലായിട്ടുള്ള കാറ്റഗറി അല്ലെങ്കിൽ ട്രേഡുകളിൽ ഒന്നിച്ചു കൂടിയിട്ട് ഒരു PSC എക്സാം നടക്കുമ്പോൾ അവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് എക്സാം എടുത്തു, ഇപ്പൊ പ്ലംബർ എന്ന് പറയുന്ന എക്സാം എന്ത് ചെയ്യാണ്, മെക്കാനിക്കലായിരിക്കും സിവിലായിരിക്കും എഴുതാൻ പറ്റുന്ന എക്സാം ആണ് അല്ലെ. മെക്കാനിക്കലായിരിക്കും സിവിലായിരിക്കും എക്സാം എഴുതാൻ പറ്റുന്നതാണ്. ഇപ്പൊ വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ ആണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കലായിരിക്കും ഇലക്ട്രിക്കലായിരിക്കും എക്സാം എഴുതാൻ പറ്റുന്നതാണ്. പല എക്സാമുകളും ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും കൂടെ എക്സാം എഴുതാൻ പറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ പല കാറ്റഗറി 2 ടീം, ഇപ്പൊ നമ്മൾ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ട്. മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ ആയിരിക്കും ഒന്നിച്ച് എഴുതാൻ പറ്റുന്ന പോസ്റ്റ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പോസ്റ്റുകളെല്ലാം വരുമ്പോൾ അതെന്ത് ചെയ്യുന്നു, കമ്പൈൻഡ് ആയിട്ടുള്ള പോസ്റ്റുകൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്പൈൻഡ് ആയിട്ടുള്ള സിലബസ് വരുന്ന സമയത്ത് എല്ലാ പോർഷൻസിൽ നിന്നുള്ള ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, PSC ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെ ഡീപ്പായിട്ടൊന്നും പോകണ്ട, ജസ്റ്റ് എന്താണ് കൺസെപ്റ്റ്, കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോവാണ് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു മെത്തേഡ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എളുപ്പത്തിൽ പഠിച്ചു പോവുകയും ചെയ്യാം. ഇനി അടുത്തത് റെസിസ്റ്റൻസ് ഇൻ സീരീസ് ആൻഡ് പാരലൽ, അതിന്റെ ഒരു സിമ്പിൾ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, കിർച്ചോഫ് ലോ എന്താണ്, KCL, KVL തുടങ്ങിയുള്ള കിർച്ചോഫ് ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ എന്ന് പറയുന്ന KCL, KVL. അവിടെയാണ് നമുക്ക് 2 പോർഷൻസ്. അതിൽ റെസിസ്റ്റൻസ്, സീരീസ് ആൻഡ് പാരലൽ നമുക്ക് ആ ബേസിക് ഇലക്ട്രിസിറ്റി ഉള്ളതാണ്. ഈ കിർച്ചോഫ് ലോ എന്ന് പറയുന്ന സാധനം മാത്രമാണ് ശരിക്കും നമ്മൾ ആ 10 മോഡ്യൂളിന് പഠിച്ച ബേസിക് ഇലക്ട്രിസിറ്റിനകത്ത്
5 മോഡ്യൂളിന് പഠിക്കുന്ന ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു ഡിഫറൻസ് വരുന്നത് കേട്ടോ. ബാക്കി എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ബേസിക് ഇലക്ട്രിസിറ്റി നമ്മളെ മെക്കാനിക്കലിനകത്ത് പറഞ്ഞ അതേ പോർഷൻസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഓൾറെഡി അവിടെ നമ്മൾ ആ ഒരു മോഡ്യൂൾ നമുക്ക് മനസ്സിലായല്ലോ, ആ ഒരു മോഡ്യൂൾ നമുക്ക് മുന്നേ ഉള്ള മോഡ്യൂൾ ആണെന്ന് മനസ്സിലായി അല്ലെ. ഇനിയുള്ളതാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ആദ്യത്തെ ആ ഒരു പോർഷൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന പോർഷൻ കുറച്ച് ഓൾറെഡി ഫിസിക്സ് ഒക്കെ കഴിഞ്ഞവരാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു +2 സയൻസ് ഒക്കെ കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ പഠിച്ചൊരു പോർഷൻ ആയിരിക്കും ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെയല്ല കഴിഞ്ഞവരല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിപ്ലോമയുടെ ഫസ്റ്റ് ഇയറോ അല്ലെങ്കിൽ ഡിപ്ലോമ കേട്ടോ, ITI വെച്ച് പറയുന്നില്ല, ഡിപ്ലോമ ആയിട്ടുള്ള ഫസ്റ്റ് ഇയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ പറഞ്ഞതായിരിക്കും. ഇനി ITI ആണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മെക്കാനിക്കൽ ട്രേഡ് ആണ് പഠിക്കുന്നുണ്ടെങ്കിൽ എല്ലാ മെക്കാനിക്കൽ ട്രേഡിന്റെ കൂടെ ബേസിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചെറിയൊരു പോർഷൻ വരുന്നുണ്ട് അല്ലെ. എല്ലാ മെക്കാനിക്കൽ ട്രേഡിലും ഒരുവിധം മെക്കാനിക്കൽ ട്രേഡിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബേസിക് ഇലക്ട്രിസിറ്റിയുടെ ചെറിയ പോർഷൻ വരുന്നുണ്ട്. ഞാൻ എല്ലാത്തിനും പറയുന്നില്ല. ITI ഇപ്പൊ MMV മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ വരുന്നുണ്ട്, മെക്കാനിക് ഡീസൽ വരുന്നുണ്ട്, പ്ലംബറിനകത്ത് വരുന്നുണ്ട് ചെറിയൊരു പോർഷൻ. അപ്പൊ ആ ഒരു പോർഷൻസിനകത്ത് വരുന്ന ചെറിയ കുറച്ച് കാര്യങ്ങൾ, അതായത് ടേമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്താണ് പെർമിറ്റിവിറ്റി, എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്, എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി, ഇതിനെല്ലാം കുറെ ഡെഫിനിഷനും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അത്രയൊന്നും നമ്മൾ എന്താണ് ഡെഫിനിഷൻ ജസ്റ്റ് എന്താ നോക്കി വെക്കുക, അതിനെ കൂടെ അതിന്റെ ഇക്വേഷൻസിലേക്ക് ഇറങ്ങി ചെന്നിട്ട് നമ്മൾ നോക്കൊന്നും വേണ്ട. ജസ്റ്റ് എന്താണ് ആ സാധനം എന്നുള്ളത് നമ്മളോട് ചോദിക്കുള്ളൂ, അത് നമ്മൾ എന്ത് ചെയ്യാണ് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ സാധനങ്ങൾ ആ പറയുന്ന ടൈമിൽ പെട്ടത് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കി വെക്കുക. എത്രയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അതിനകത്ത് വരുന്നത്. അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന പോർഷൻ ആണ് അവിടെ വരുന്നത്. ദെൻ നമ്മളെ കപ്പാസിറ്റർ, ഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കപ്പാസിറ്ററുകളുടെ പോർഷൻ ആണ് വരുന്നത്. എത്ര ടൈപ്പ് കപ്പാസിറ്റർ ഉണ്ട്, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു ഒരു ടൈപ്പ് ഓഫ് കപ്പാസിറ്റർ, ഒരു ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ളത് മാഗ്നറ്റിക്സിന്റെ പ്രൊഫഷൻ ആണ് കേട്ടോ. മാഗ്നറ്റിസം എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് ലോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഇലക്ട്രിക്കലാർ കേട്ടിട്ടുണ്ടാവും, മെക്കാനിക്കലാർക്കും എന്ത് ചെയ്യാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിനൊരു ബേസിക് ലോ എന്ന് പറയുന്നത് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. പിന്നെ മോട്ടോർ വർക്ക് ചെയ്യുന്നത്, ജനറേറ്റർ വർക്ക് ചെയ്യുന്നതൊക്കെ ആയിട്ട് അതിന് കുറച്ച് ലോ കാര്യങ്ങളുണ്ട്. ഫ്ലെമിങ്സ് ലോ എന്ന് പറയുന്നത്, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള്, ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഒക്കെ പറഞ്ഞിട്ട്, സെൽഫ് ഇൻഡക്ടൻസ്, മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ തുടങ്ങിയ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്ന ഈ മാഗ്നറ്റിക് പാർട്ടിനകത്ത് വരുന്നത്. ഇതില് ഈ സെൽഫ് ഇൻഡക്ടൻസ്, മ്യൂച്വൽ ഇൻഡക്ടൻസ് ഒക്കെ ഇത് നമ്മൾ എവിടെ പഠിക്കുന്നുണ്ട്, ഇതും മെക്കാനിക്കൽ പോർഷനിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെയും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പോർഷൻ വരുന്നുണ്ട് കേട്ടോ. മെക്കാനിക്കൽ പോർഷനകത്തും ഈ ഒരു ഭാഗം വരുന്നുണ്ട്. അപ്പൊ സിലബസിൽ ചെറിയ മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ റിപ്പീറ്റഡ് പോർഷൻസിലുള്ള മാറ്റം ചിലപ്പോൾ PSC എന്ത് ചെയ്താൽ ചെറുതായിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറ്റാൻ ചാൻസ് ഉണ്ട്, റിപ്പീറ്റഡ് പോർഷൻ വരുന്നത്. കാരണം കഴിഞ്ഞൊരു എക്സാമില് ഒരുപാട് പ്രശ്നം ഇതുണ്ടായതാണ് അല്ലെ. കാര്യം ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നപ്പോൾ ഒരു 70% വന്നത്. ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് വന്നതെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ വന്നിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. മാറ്റാണെങ്കിൽ തന്നെ ആ ഒരു ചെറിയ ചേഞ്ചേ വരുള്ളൂ. പക്ഷെ അതെല്ലാം എന്ത് ചെയ്യും, ഇലക്ട്രിക്കലിൽ നമ്മൾ പഠിക്കേണ്ട തന്നെയാണ്. പഠിച്ചു എന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യില്ല, നഷ്ടപ്പെട്ടു പോകില്ല. ഓക്കെ, മൂന്നാമത്തത് ഫണ്ടമെന്റൽ ഓഫ് AC സിസ്റ്റം ആണ്. മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് 5 മാർക്ക് തന്നെയാണ്. നമ്മൾ ഓരോന്നിനും മാർക്ക് പറയാത്തത് ഈക്വലി ഡിവൈഡഡ് ആയതുകൊണ്ടാണ് മാർക്ക് പറയാത്തത്. 5 മാർക്കാണ്. അവിടെ AC-യുമായിട്ട് AC-യുടെ ജനറേഷൻ എങ്ങനെയാണ്, പിന്നെ AC-ക്ക് കുറച്ച് ടേംസ് ഉണ്ട്. AC-യുടെ വേവ് ഫോം നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, AC-യുടെ വേവ് ഫോം കണ്ടിട്ടുണ്ടായിരിക്കും. ഈ AC-യുടെ വേവ് ഫോം ഞാൻ മെക്കാനിക്കലും കൂടി ഉണ്ടാവുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് പറയുന്നത് കേട്ടോ. AC-യുടെ വേവ് ഫോം കണ്ടിട്ടുണ്ടാവും. ഈ വേവ് ഫോമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് കുറച്ച് ടേംസ് പഠിക്കാനുണ്ട്. എന്താണ് സൈക്കിള്, എന്താണ് ഫ്രീക്വൻസി, എന്താണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അല്ലെ. എന്താണ് ആവറേജ് വാല്യൂ, എന്താണ് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ. കാരണം AC-യുടെ ആ ഒരു സൈൻ വേവ് എന്ന് പറയുമ്പോൾ എല്ലാ സമയത്തും വാല്യൂ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ എന്താണ്, ആവറേജ് വാല്യൂ എന്താണ്, RMS വാല്യൂ എന്താണ്, അതിനൊക്കെ ഓരോ വാല്യൂസ് ഉണ്ട്. അതിനൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാണ്, അതിന് ചെയ്യാം എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുക ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കണ്ടോ. ഫ്രീക്വൻസി, സൈക്കിള്, ടൈം പീരിയഡ്, ആവറേജ് വാല്യൂ, ഇൻസ്റ്റന്റേനിയസ് വാല്യൂ, RMS വാല്യൂ, ഫോം ഫാക്ടർ, പീക്ക് ഫാക്ടർ, എല്ലാം ടൈം ആണ് കേട്ടോ. ഓരോ ടൈം ആണ്. ഓരോന്നിനും എന്ത് ചെയ്യണം, അതിന്റെ ഒരു ഡെഫിനിഷൻ, അല്ലാതെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട, അതിന്റെ ഡെഫിനിഷൻ എന്നുള്ള രീതിയിൽ പഠിച്ചു പോയാൽ മതി. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇത് നമ്മളൊരു സിലബസ് എങ്ങനെയാണ് എന്നുള്ളത് അല്ലെ, അല്ലെങ്കിൽ എക്സാം എങ്ങനെയാണ് നടത്തുക, അല്ലെങ്കിൽ എക്സാമിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, AC ത്രോ റെസിസ്റ്റൻസ്, അതെന്റെ AC സർക്യൂട്ട് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് വരുന്നത് കേട്ടോ. AC സർക്യൂട്ട് എന്ന് പറയുന്ന ഭാഗമാണ് നെക്സ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള. AC നമ്മളൊരു റെസിസ്റ്റൻസിലൂടെയും ഒരു ഇൻഡക്ടൻസിലൂടെയും ഒരു കപ്പാസിറ്റൻസിലൂടെയൊക്കെ കടത്തി വിട്ട് കഴിഞ്ഞാൽ അവിടെ എന്ത് മാറ്റമാണ് സംഭവം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടുത്തെ ആ ഒരു കാര്യം എന്നുള്ളതാണ് നമുക്ക് അവിടെ വരുന്നത് അല്ലെ.
ഇനി നെക്സ്റ്റ് പോർഷനിൽ വരുന്നത് സ്റ്റാർ ആൻഡ് ഡെൽറ്റ കണക്ഷൻസ് ആണ് എന്ത് ചെയ്യുക നെക്സ്റ്റ് പോർഷൻസിനകത്ത് വരുന്നത് കേട്ടോ. സ്റ്റാർ ആൻഡ് ഡെൽറ്റ കണക്ഷൻസ് ആണ് എന്ത് ചെയ്യുന്നത് നെക്സ്റ്റ് പോർഷൻസ് വരുന്നത്. സ്റ്റാർ ആൻഡ് ഡെൽറ്റ കണക്ഷൻ എന്ന് പറയുമ്പോൾ 3 phase AC ആണ്. 3 phase AC ആണ് കേട്ടോ. 3 phase AC ആണ് അവിടെ സ്റ്റാർ ആൻഡ് ഡെൽറ്റ കണക്ഷനകത്ത് വരുന്നത്. നിങ്ങൾക്ക് വോയിസ് ക്ലിയർ ആണല്ലോ അല്ലെ? പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ആ 3 phase പോർഷൻ ആണ് എന്ത് ചെയ്യുന്നത് അവിടെ ഫണ്ടമെന്റൽ ഓഫ് AC സിസ്റ്റത്തിനകത്ത് നമുക്ക് ആ ഒരു മൂന്നാമത്തെ ഭാഗത്തായിട്ട് വരുന്നത് കേട്ടോ. ഫണ്ടമെന്റൽസ് 3 phase AC സിസ്റ്റം. 3 phaseൽ നമുക്ക് ജസ്റ്റ് സ്റ്റാർ ഡെൽറ്റ കണക്ഷൻസ് മാത്രമാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, ഈ ഫേസും ലൈനിലുള്ള വോൾട്ടേജ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. കാരണം നമുക്കറിയാം 415 വോൾട്ടേജ് എന്നും 230 വോൾട്ടേജ് എന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? 3 phase ഒക്കെ വരുന്ന സമയത്ത് അവിടെ എന്താണ് 415 വോൾട്ടേജ് ആണുള്ളത് എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ് സിംഗിൾ ഫേസ് ആണെങ്കിൽ 230 വോൾട്ടേജ് ആണെന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അതിനുള്ള ഈ ഒരു വോൾട്ടേജ് ഡിഫറൻസ് ഒക്കെ എങ്ങനെ വരുന്നു, അതാണ് ഈ ഒരു ഫേസ് ആൻഡ് ലൈൻ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്ങനത്തെ കുറച്ച് കൺസെപ്റ്റും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഫണ്ടമെന്റൽ ഓഫ് AC സിസ്റ്റത്തിനകത്ത് വരുന്നത് കേട്ടോ. ഫണ്ടമെന്റൽ ഓഫ് AC സിസ്റ്റത്തിനകത്ത് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്കുള്ളത് 4ാമത്തെ മോഡ്യൂളാണ് മെഷർമെന്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്ന ഭാഗമാണ് 4ാമത്തെ മോഡ്യൂളിനകത്ത് വരുന്നത്. അതിനകത്ത് പ്രധാനമായിട്ടും നമ്മളെ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ് വരുന്നത് കേട്ടോ. അത് നമുക്കറിയാം വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, എനർജി മീറ്റർ, വാട്ട് മീറ്റർ, നേരത്തെ സാറ് പറഞ്ഞ പോലെ മൾട്ടിമീറ്ററിന്റെ കൺസെപ്റ്റ് ഒക്കെ കേട്ടോ. അതൊക്കെ ഇവിടെ വരുന്നുണ്ട്, ഇവിടെ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, എനർജി മീറ്റർ ഇതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നത്, മൾട്ടിമീറ്റർ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം കണ്ടോ. മൾട്ടിമീറ്റർ ഉണ്ട്, എർത്ത് മെഗർ, ഇൻസുലേഷൻ മെഗർ, TOD മീറ്റർ, CRO, പവർ ഫാക്ടർ മീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മീറ്റേഴ്സിന്റെ പേര് ഞാൻ പറയുമ്പോൾ ഈ 5 മാർക്ക് വെറും 5 മാർക്കിന്റെ ഒരു മോഡ്യൂളാണിത്. പക്ഷെ അതിനകത്ത് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു സിലബസ് ഇട്ടുള്ള ഒരു മോഡ്യൂള് ഇതാണ്. 1ാമത്തെ ഒരു മോഡ്യൂൾ ഇതാണ്. ഞാൻ ഓൾറെഡി നമ്മളെ ജൂനിയർ സ്ട്രിക്ട് ഇലക്ട്രീഷ്യനും പറയുന്ന ഒരു കാര്യമായിരുന്നു. വളരെ വൈഡ് ആയിട്ടുള്ള ഒരു മോഡ്യൂളാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു മോഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്ത് ബേസിക് കൺസെപ്റ്റ് നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. ഇപ്പോൾ പവർ ഫാക്ടർ മീറ്റർ എന്ന് പറഞ്ഞാൽ എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്, അതിന് അത്രയാണ് നമ്മൾ എന്ത് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു ഓപ്പറേറ്റർക്ക് പഠിക്കുമ്പോൾ അത്രയും നമുക്ക് അറിയേണ്ടുള്ളൂ. ഈ മീറ്റർ എന്തിനു യൂസ് ചെയ്യുന്നു, ആ മീറ്റർ എങ്ങനെ വരുന്നു. കാരണം ഇതെല്ലാം നമുക്ക് ഒരു ഈ മീറ്റേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ടതാവുകൊണ്ടാണ് നമുക്കറിയാതെ. ഇപ്പൊ ഇതൊരു ശരിക്ക് നേരത്തെ സാർ പറഞ്ഞ പോലെ തന്നെ ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള സിലബസ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിന്. കാരണം നമ്മൾ ഓരോന്നും യൂസ് ചെയ്യുന്നത് കൺസെപ്റ്റ് എന്തൊക്കെയാണ്, ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ അത് യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ ഒരു മീറ്ററും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ തന്നിട്ടുള്ളത്. പിന്നെ സിംഗിൾ ഫേസ് ആൻഡ് 3 phase പവർ മെഷർമെന്റ് ഓഫ് റെസിസ്റ്റൻസ്, ഇൻഡക്ടൻസ്, കപ്പാസിറ്റൻസ്, ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് 4ാമത്തെ നമ്മളെ മോഡ്യൂളിനകത്ത് മെഷർമെന്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്ന മോഡ്യൂളിനകത്ത് വരുന്നത്. പിന്നെയുള്ള 5ാമത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് ഇത് ഞാൻ പറഞ്ഞ ഒരു കോമൺ മോഡ്യൂൾ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. സേഫ്റ്റി, ഫസ്റ്റ് എയ്ഡ്, ബാറ്ററി ആൻഡ് സോളാർ സെൽ എന്ന് പറയുന്ന ഈ ഒരു മോഡ്യൂൾ ബേസിക് ആയിട്ടുള്ള സേഫ്റ്റി റിക്വയർമെന്റ്സ്, അതായത് നമ്മളെ സേഫ്റ്റി സൈന്, അതുപോലെ തന്നെ ഹസാർഡ്സ്, ഇപ്പൊ ഫിസിക്കൽ ഹസാർഡ്, കെമിക്കൽ ഹസാർഡ്, ബയോളജിക്കൽ ഹസാർഡ് എന്ന് പറഞ്ഞ ഡിഫറെന്റ് ആയിട്ടുള്ള ഹസാർഡ്സ്, എന്താണ് സേഫ്റ്റി, എന്താണ് ആക്സിഡന്റ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് എന്ത് ചെയ്യുക പ്രധാനമായിട്ടും ഈ ഒരു മോഡ്യൂളിനകത്ത് പഠിക്കേണ്ടത്. പിന്നെ നമ്മളെ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് നമുക്ക് അറിയണം, അതാണുള്ളത്. പിന്നീട് നമുക്ക് എന്താ ഉള്ളത്, ഇൻസ്റ്റാളേഷൻ, കെയർ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ബാറ്ററി എന്ന് പറയുന്ന പോർഷൻ ഉണ്ട് അല്ലെ. ഇൻസ്റ്റാളേഷൻ, കെയർ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മൾ ബാറ്ററി ആൻഡ് സോളാർ സെൽ പറയുന്നുണ്ട്, ബാറ്ററിയിൽ ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ പ്രധാനമായിട്ടും ഓട്ടോമൊബൈൽ ബാറ്ററീസ് ആണ് നമ്മൾ എടുക്കുന്നത്. അതാണ് നമുക്ക് എന്തെങ്കിലും കൂടുതലൊരു ക്വസ്റ്റ്യൻ വരാറുള്ളത്. ഇപ്പൊ ലെഡ് ആസിഡ് ബാറ്ററി ആണല്ലോ നമ്മൾ ഓട്ടോമൊബൈലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ബാറ്ററിന്റെ കുറച്ച് ഇൻസ്റ്റാളേഷൻ എന്തൊക്കെ വേണം, അതിന്റെ ഈ കെയർ മെയിൻ്റെനൻസ് എന്തൊക്കെയാണ് മെയിൻ്റെനൻസ് വേണ്ടത് നമുക്കറിയാം. അതിന്റെ വാട്ടർ ലെവൽ ചെക്ക് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. ഹൈഡ്രോമീറ്റർ വെച്ച് സ്പെസിഫിക് ഗ്രാവിറ്റി ചെക്ക് ചെയ്യണം. ഹൈ റേറ്റ് ഡിസ്ചാർജ് ടെസ്റ്റർ, നമ്മുടെ SMF ബാറ്ററി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഇതിനകത്ത് നമുക്ക് വരുന്നത് അല്ലെ. പിന്നെ നമ്മളെ ഡിറ്റർമിനേഷൻ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് സെൽസ് എന്ന് പറയുന്നത് നമുക്കതിപ്പം ഓട്ടോമൊബൈൽ നമ്മൾ പഠിക്കുന്നതാണ്. ഈ EH കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ് അല്ലെ, മെക്കാനിക്കലിനകത്ത് പഠിക്കുന്നതാണ്. ഇലക്ട്രിക്കലാർക്ക് ഓൾറെഡി അറിയുന്നുണ്ടായിരിക്കും. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴും പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴും എങ്ങനെയാണ് ബാറ്ററിയുടെ ലെവൽ വരുന്നത് എന്നുള്ള കൺസെപ്റ്റും കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുക അവിടെ വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ജനറൽ മോഡ്യൂൾ പോലെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു മോഡ്യൂളാണ് ഈ 5th മോഡ്യൂൾ എന്ന് പറയുന്നത്. ജനറൽ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ 2 ബ്രാഞ്ചുകാർക്കും ഒരുപോലെ എടുക്കാൻ പറ്റുന്ന ഒരു മോഡ്യൂളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു 5th മോഡ്യൂളായിട്ട് ഞാൻ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് 6th മോഡ്യൂൾ എന്ന് പറയുന്നത് വയറിംഗ് ആക്സസറീസ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വയറിംഗ് ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പല ടൈപ്പ് ഓഫ് വയറിംഗ് ഉണ്ട് അല്ലെ. ക്ലീറ്റ് വയറിംഗ്, കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ് വയറിംഗ്, നമ്മളെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന കോൺഡ്യൂട്ട് വയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഈ വയറിംഗ് മെത്തേഡുകൾ എങ്ങനെയൊക്കെയാണ്, അത് ഏതൊക്കെ ടൈപ്പ് വയറിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്,
അതിന്റെ ഒരു അഡ്വാൻറ്റേജ്, അതിനൊക്കെ എവിടെയൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാറ്. ഇപ്പൊ നമുക്കറിയാം ടെമ്പററി പർപ്പസുകൾക്കായിട്ട് ചില വയറിങ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിപ്പോ ഒരു പരിപാടിയൊക്കെ നടക്കുകയാണെങ്കിൽ അവിടെ ടെമ്പററി പർപ്പസിനായിട്ട് ചില വയറിംഗ് ഒക്കെ ഉപയോഗിക്കില്ല. നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിൽ എന്നുണ്ടെങ്കിൽ അതൊരു പെർമനന്റ് പർപ്പസുള്ള വയറിംഗ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കോൺഡ്യൂട്ട് വയറിംഗ് പോലത്തെ പെർമനന്റ് പർപ്പസ് വയറിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഓരോന്നും ഓരോ ടൈപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് വയറിംഗ് സിസ്റ്റത്തിൽ വരുന്നത്. ബാക്കി ഈ ഒരു പോർഷൻ, ഈ 2 പോർഷൻ എന്ന് പറയുന്നത് വയറിംഗ് ആക്സറീസ് ആണ്. നമ്മൾ കാണുന്ന പല വയറിംഗ് ആക്സറീസ് ആണ്. അതായത് കേബിൾ മുതൽ നമ്മളെ സ്വിച്ചുകൾ, ആ സ്വിച്ചുകളിൽ ഓരോ സ്വിച്ചുകൾക്കും ജസ്റ്റ് എന്താണ് സാധനം മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ SPST സ്വിച്ച് എന്ന് പറയുന്നത് എന്താണ്, SPDT സ്വിച്ച് എന്താണ്, TPTT സ്വിച്ച് എന്താണ്, ICDP സ്വിച്ച് എന്താണ്, ICDP സ്വിച്ച് എന്താണ്, ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മുടെ വീടുകളിൽ നമ്മൾ കാണുന്ന സാധനങ്ങൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്വിച്ചുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതും പഠിക്കാൻ എളുപ്പമായിട്ട് നമുക്ക് ജസ്റ്റ് എന്താണ് നോക്കിയിട്ട് നമ്മൾ വീടുകളിൽ കാണുന്നത് എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് പഠിക്കാം. ടോഗിൾ സ്വിച്ച്, ലിമിറ്റ് സ്വിച്ച് ഒക്കെ ആയിട്ട്. പിന്നെ സേഫ്റ്റി ഡിവൈസസ് ആണ് പറയുന്നത്. അവിടെ MCB, ELCB, RCCB വരുന്നുണ്ട്. പിന്നെ ഇലുമിനേഷനും പൈപ്പ് ആൻഡ് പ്ലേറ്റ് എർത്തിങ് എന്ന് പറയുന്ന കുറച്ച് ടോപ്പിക്കാണ്, വലിയൊരു ടോപ്പിക്കാണ് അല്ലെ. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യണ്ട, അങ്ങനെ പഠിക്കണ്ട. ഇലുമിനേഷനിൽ കുറച്ച് ടേംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ടേംസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചു പോയാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ഒന്നും അത്ര ഡീപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട, പഠിച്ചു പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മളത് ബേസിക് ആയിട്ട് എങ്ങനെയാ വരുന്നതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യാം, പഠിച്ചു പോവാം. നെക്സ്റ്റ് 7ാമത്തെ മൊഡ്യൂള് DC മിഷൻസ് ആണ് കേട്ടോ. 7ാമത്തെ മൊഡ്യൂള് DC മിഷൻസ് ആണ്. 7ാമത്തെ മൊഡ്യൂളില് DC മിഷന് ശരിക്കും 2ആയിട്ട് നമുക്ക് പറയാം. DC ജനറേറ്ററുകൾ ഉണ്ട്, DC മോട്ടോറുകളുണ്ട്. ഈ DC ജനറേറ്ററുകളുടെ അതിന്റെ കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഇങ്ങനെ മോട്ടോർ, ജനറേറ്റർ എന്നൊക്കെ പറയുമ്പോൾ അതൊരു സെപ്പറേറ്റ് ഏരിയ ആയിട്ട് എടുക്കണ്ട. കൺസ്ട്രക്ഷന്റെ കാര്യത്തിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിന്റെ ഒരു വർക്കിംഗിൽ എന്താണ്, മോട്ടർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇലക്ട്രിസിറ്റി കൊടുത്തിട്ട് മെക്കാനിക്കൽ എനർജി നമുക്ക് എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു. ജനറേറ്റർ ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, മെക്കാനിക്കൽ എനർജി കൊടുത്തിട്ട് ഇലക്ട്രിക്കൽ എനർജി നമുക്ക് എന്ത് ചെയ്യുന്നു, കിട്ടുന്നു. ഈ 2 കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റില് രണ്ടിന്റെയും കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ 2 കൂടി നമുക്ക് ഒരു കമ്പയർ ചെയ്ത് പഠിച്ചു പോവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് DC മിഷൻസ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു സ്റ്റാർട്ടേഴ്സും കാര്യങ്ങളും പറയുന്നുണ്ട്. സ്റ്റാർട്ടേഴ്സ് ഓൾറെഡി നമ്മൾ നേരത്തെ സാറ് പറഞ്ഞപ്പോൾ പറഞ്ഞു അല്ലെ. പവർ ട്രാൻസ്മിഷനകത്തും സ്റ്റാർട്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അവിടെ AC സ്റ്റാർട്ടേഴ്സ് ആണ് നമുക്ക് കൂടുതലായിട്ട് അവിടെ വേണ്ടത്. DC നമുക്ക് ഇപ്പൊ 2.0, 3 ഒക്കെ സ്റ്റാർട്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മൾ AC സ്റ്റാർട്ടേഴ്സ് ആയിരിക്കും കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, അതിന് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ DC ജനറേറ്ററിൽ കൺസ്ട്രക്ഷൻ, വയറിംഗ്, ക്ലാസിഫിക്കേഷൻ, EMF ഇക്വേഷൻ, ലാപ്പ് ആൻഡ് വേവ് വൈൻഡിങ്, ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ ചെറിയ പ്രോബ്ലംസും കാര്യങ്ങളും. പ്രോബ്ലംസ് ഒന്നും നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. വളരെ ഇതിനൊക്കെ സിലബസിനകത്തൊക്കെ എടുത്ത് പ്രോബ്ലംസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ പ്രോബ്ലംസ് ഒന്നും അധികം ഉണ്ടായിരുന്നില്ല. പ്രോബ്ലംസ് ഒക്കെ വളരെ കുറവായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു കഴിഞ്ഞത്. വളരെ കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10% താഴെ, 10 ക്വസ്റ്റ്യനും താഴെ മാത്രമേ പ്രോബ്ലംസിന്റെ ആ ഒരു ലെവൽ നമുക്ക് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ ഡയറക്റ്റ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് എന്ത് ചെയ്യുന്നത്, വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ DC മോട്ടറിന്റെ കാര്യമാണ് കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, ടൈപ്സ്, EMF ഇക്വേഷൻ, ടോർക്ക്, സിമ്പിൾ പ്രോബ്ലംസ്. പിന്നെ അവിടെ ഞാൻ പറഞ്ഞല്ലോ വേരിയസ് സ്റ്റാർട്ടേഴ്സ്, സ്പീഡ് കൺട്രോള്, ടെസ്റ്റിംഗ്, MG സെറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് DC മിഷൻസിനകത്ത് നമുക്ക് വരുന്നത് കേട്ടോ. 8ാമത്തെ മൊഡ്യൂളാണ് AC മിഷൻസ്. അപ്പൊ AC മിഷൻസും ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ എന്ത് ചെയ്യാണ്, നമുക്ക് നിങ്ങൾ അവിടെ കണ്ട കുറച്ച് കാര്യങ്ങളാണ്. കാരണം ഈ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ഒക്കെ നിങ്ങൾ ആ ഒരു പവർ സിസ്റ്റത്തിനകത്ത് ഇപ്പൊ കണ്ട കാര്യം തന്നെയാണ്. പിന്നെയുള്ളത് ട്രാൻസ്ഫോമർ. അതും സാറ് പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞു അല്ലെ, ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു. ഇപ്പൊ ട്രാൻസ്ഫോമർ അതെല്ലാം നമുക്ക് ആ മോഡ്യൂളിനകത്ത് ശരിക്കും ഉള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഇവിടെയും വരുന്നത് എന്ന് പറയുന്നത്. കൺസെപ്റ്റ് എല്ലാം ഒന്ന് തന്നെയാണ്. ശരിക്കും പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും ഒന്ന് പഠിച്ചാൽ തന്നെ മറ്റൊന്നും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്ഫോമർ, 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ, ഓൾട്ടർനേറ്റർ, 3 ഫേസ് സിൻക്രണസ് മോട്ടർ, സിംഗിൾ ഫേസ് ആൻഡ് FHP മോട്ടർ. ഞാൻ കഴിഞ്ഞ നമുക്ക് എന്ത് ചെയ്യാണ്, ട്രാൻസ്ഫോമർ, 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ, അതിന്റെ ഒരു പ്രിൻസിപ്പിൾ, കൺസ്ട്രക്ഷൻ, ടൈപ്സ്, സ്ലിപ്പ്, ടോർക്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അവിടെ നിന്ന് വരുന്നത് കേട്ടോ. ആ ഒരു പോർഷൻസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അവിടെ വരുന്നുണ്ടാവുക. ഞാൻ പറയാം, ഇതും നമ്മളിപ്പോ നേരത്തെ ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിന്റെ മോഡ്യൂൾ പറഞ്ഞില്ലേ, അതുപോലെ ഇതും വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു മോഡ്യൂളാണ്. ശരിക്കും പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന് ഓരോ ക്വസ്റ്റ്യൻ ഇട്ടാൽ പോലും നമുക്ക് 5 ക്വസ്റ്റ്യൻ വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു മോഡ്യൂളാണ് ശരിക്കും എന്ത് ചെയ്യുന്നത് AC മിഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിച്ചു പോകുമ്പോൾ ഈ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സും ഈ AC മിഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ അത് നമ്മൾ അത്രയും മനസ്സിലായി. ഞാൻ നേരത്തെ പറയുന്നത് ബേസിക് ആയിട്ട് പഠിച്ചാൽ മതി, അത്രയും എന്ത് ചെയ്യേണ്ട, ഇതിലേക്ക് എടുക്കണം. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കാണുന്നുണ്ടോ 5 മെയിൻ ടോപ്പിക്കുകളാണ് ഇത് വരുന്നത്. 5 മെയിൻ ടോപ്പിക് എന്ന് പറയുന്ന കഴിഞ്ഞാൽ അത് 5 ടോപ്പിക്കുകൾ തന്നെയാണ്. ശരിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പഠിക്കാനുള്ള വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടുകയാണെങ്കിൽ ഒരു ടെക്സ്റ്റ് ബുക്ക്, നമുക്ക് സാധാരണ ഒരു സെമ്മിൽ പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്കിന്റെ അല്ലെങ്കിൽ ഒരു ഇയറിൽ പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്കിന്റെ അത്രയും വരുന്ന പോർഷൻസ് ആണ് എന്ത് ചെയ്യുന്നത് ഈ മിഷൻസിന്റെ കാര്യത്തിൽ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
അപ്പൊ അത്രയും വലിയൊരു ടോപ്പിക് ഇങ്ങനെ വരുമ്പോൾ 5 മാർക്കിനായിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ചധികം, കാരണം ഇപ്പൊ ട്രാൻസ്ഫോമറിന്റെ കാര്യത്തിലാണെങ്കിൽ കൺസ്ട്രക്ഷൻ പ്രിൻസിപ്പിൾ, ടൈപ്സ്, ഇംപ്ലിക്കേഷൻ, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ, ലോസസ് ആൻഡ് എഫിഷ്യൻസി, ഓൾഡ് എഫിഷ്യൻസി, സിമ്പിൾ പ്രോബ്ലംസ്, എല്ലാ കാര്യങ്ങളും അതിന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് എന്നുള്ള ആ ഒരു ജസ്റ്റ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് അറിയേണ്ട കാര്യങ്ങളുണ്ടല്ലോ, അത് മാത്രം ഇതിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക, എടുത്ത് പഠിച്ചു പോവുക. കൂടുതൽ ടൈം എന്ത് ചെയ്യരുത്, നമുക്ക് ആ ഒരു മാർക്ക് വെയിറ്റേജ് നോക്കിയിട്ട് നമ്മൾ പഠിക്കാന്ന് പറയും അല്ലെ, കൺസെപ്റ്റ് സിലബസ് കൺസെപ്റ്റ് നോക്കിയിട്ട് വെയിറ്റേജ് നോക്കിയിട്ട് നമ്മൾ പഠിക്കാന്ന് പറയും. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് പഠിച്ചു പോവാന്നുള്ളതാണ് കേട്ടോ. പിന്നെ 3 ഫേസ് സിങ്ക്രണസ് മോട്ടർ, സിംഗിൾ ഫേസ് FHP മോട്ടോഴ്സ്, സിംഗിൾ ഫേസ് എന്തെയാണ്, സിംഗിൾ ഫേസ് മോട്ടോഴ്സ്, അതായത് നമ്മളെ സീരീസ് മോട്ടോഴ്സ്, സെർവോ മോട്ടോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മോട്ടോഴ്സ് വരുന്നുണ്ട്. ആ കൺസെപ്റ്റ് ഒക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത് കേട്ടോ. അപ്പൊ ഇത്രയാണ് എന്ത് ചെയ്യുന്നത് AC മെഷീൻസിനകത്ത് 8ാമത്തെ മോഡ്യൂൾ. ഇനി 9ാമത്തെയും 10ാമത്തെയും മോഡ്യൂൾ നമുക്ക് ഇലക്ട്രോണിക്സ് മോഡ്യൂൾ ആണ് വരുന്നത്. 9ഉം 10ഉം നമുക്ക് ഇലക്ട്രോണിക്സ് ആണ്. ഇലക്ട്രോണിക്സിൽ ശരിക്കും ബേസിക് ഇലക്ട്രോണിക്സ് ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല, പക്ഷെ ബേസിക് ഇലക്ട്രോണിക്സ് എന്തിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ ഡിജിറ്റൽ ഇലക്ട്രോണിക്സും പവർ ഇലക്ട്രോണിക്സും പഠിക്കുന്നതിന് കൂടെ തന്നെ എന്ത് ചെയ്യുക, ബേസിക് ഇലക്ട്രോണിക്സ് കൂടെ നമ്മൾ പഠിക്കണം. ബേസിക് ഇലക്ട്രോണിക്സ് പറഞ്ഞാൽ ഒന്നുമില്ല, എന്താണ് സെമി കണ്ടക്ടർ, അതുപോലെ തന്നെ എന്താണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ എന്താണ് സെമി കണ്ടക്ടർ വരുന്നത്, അതുപോലെ തന്നെ എന്താണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഡയോഡ് എന്താണ്, ട്രാൻസിസ്റ്റർ എന്താണ് കാര്യങ്ങൾ അല്ലെ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ സിലബസിനകത്തൂടെ കൊടുത്തിട്ടില്ല. പക്ഷെ അങ്ങനത്തെ കാര്യങ്ങളോട് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു പോകണം കേട്ടോ. അപ്പൊ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് പവർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന 2 മോഡ്യൂളും കൂടിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് നെക്സ്റ്റ് വരുന്നത്. കണ്ടോ ഇവിടെ നമ്പർ സിസ്റ്റം, ഡിജിറ്റൽ ഇലക്ട്രോണിക്സിനകത്താണ് നമ്പർ സിസ്റ്റം, ലോജിക് ഗേറ്റ്, അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട് ഡിമോർഗൻസ് തിയറം, ഹാഫ് ആർഡർ, ഫുൾ ആർഡർ, അതുപോലെ സോൾഡറിങ് ടെക്നിക്ക് കേട്ടോ. എന്തെങ്കിലും ക്ലിയർ ആവാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ജസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒന്ന് കമന്റ്സിൽ മാർക്ക് ചെയ്യുക ചെയ്യണം. എനിക്ക് വോയിസിൽ നിങ്ങൾ ഇങ്ങോട്ട് പറയുന്ന വോയിസ് കേൾക്കുന്നത് ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ജസ്റ്റ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ, നിങ്ങൾക്ക് ഇപ്പോ ജസ്റ്റ് കോൾ ഇത് കണക്ട് ആവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വോയിസിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇനി ഒന്ന് കമന്റിൽ ഇടുക അല്ലെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക കേട്ടോ. ഓക്കെ, നമ്പർ സിസ്റ്റം, ലോജിക് ഗേറ്റ് ഒക്കെ നമുക്ക് അറിയാം അല്ലെ, ആൻഡ് ഓർ, നോട്ട് ആൻഡ് ഓർ, ഇതൊക്കെ നിങ്ങൾ ഇപ്പൊ ഈ ലോജിക് ഗേറ്റുകളുടെ കാര്യമൊക്കെ ശരിക്ക് നമ്മളെ മെക്കാനിക്സിലാണെന്നുണ്ടെങ്കിലും MMB ആണെന്നുണ്ടെങ്കിലും അവിടെ ഒക്കെ പഠിക്കുന്നതാണ് കേട്ടോ. ലോജിക് ഗേറ്റ് എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു സംഭവമായിട്ട് നമ്മൾ എടുക്കണ്ട, ജസ്റ്റ് നമ്മൾ അവിടെ പഠിക്കുന്നതാണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ MMB പഠിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ, മെക്കാനിക്കൽ പീസിൽ പഠിച്ചിട്ടുള്ളവരാണെങ്കിലും ഒക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഈ ലോജിക് ഗേറ്റ്സിന്റെ കാര്യം എന്നൊക്കെ പറയുന്നത്. പിന്നെ ഡിമോർഗൻസ് തിയറം, ഫുൾ ആർഡർ, ഹാഫ് ആർഡർ, ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഷിഫ്റ്റ് രജിസ്റ്റർ, കൗണ്ടർ, ADC, ADAC. ഇത് പറയുമ്പോഴാണ് കുറച്ചും കൂടി നമ്മൾ കേൾക്കാത്തൊരു ഇതിലേക്ക് വരുന്നത് അല്ലെ, മെക്കാനിക്കലറെ സംബന്ധിച്ചിടത്തോളം കേൾക്കാത്തൊരു ഇതിലേക്ക് വരുന്നത്. പക്ഷെ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന ജസ്റ്റ് ആ ഒരു സാധനം എന്താണെന്നുള്ളത് കൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക, എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ഇതിലെല്ലാം ഇപ്പൊ ഇതിനൊക്കെ നമുക്ക് ഓരോന്നിനും ഒരു കുറച്ച് സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമ്മൾ നോക്കണ്ട, എന്തിനാണ് ഈ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ പഠിച്ചു പോയാൽ മതി. അതാണ് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ഇത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അല്ലെ. അപ്പൊ അത് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ജസ്റ്റ് നെക്സ്റ്റ് വരുന്നത് പവർ ഇലക്ട്രോണിക്സ് ആണ്. അപ്പൊ അവിടെ ഹാഫ് ആൻഡ് ഫുൾ വേവ് റെക്ടിഫയർ ആണ് വരുന്നത്. നിങ്ങൾ ഓട്ടോമൊബൈൽ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മളെ റെക്ടിഫയർ എന്ന് പറയുന്ന പോർഷൻ അല്ലെ. എന്തിനാ റെക്ടിഫയർ എന്ന് പറഞ്ഞ പോർഷൻ വരുന്നത്, നമുക്ക് AC DC ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെക്ടിഫയർ എന്ന് പറയുന്ന പോർഷൻ കാണുന്നത്. ഞാൻ ഓട്ടോമൊബൈൽ കണ്ടിട്ടുണ്ടായിരിക്കും പറയുന്നത് ഇപ്പോ ഇലക്ട്രിക്കലാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് റെക്ടിഫയർ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവും അല്ലെ. ഓക്കെ, പിന്നെ UJT, റിലാക്സേഷൻ ഓക്സിലേറ്റർ, FET, JFET, ട്രയാക്ക്, ഡയാക്ക്, IGBT, SCR. അപ്പൊ ഇതൊക്കെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ശരിക്കും കോമ്പോണൻസ് ആണ്, ഇലക്ട്രോണിക് കോമ്പോണൻസ് ആണ് അല്ലെ. അപ്പൊ ആ കോമ്പോണൻസ് ഒക്കെ എന്താണെന്നുള്ളതും എന്തിനാണ് അതിന്റെ യൂസേജ് എന്നുള്ളതും മാത്രം എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. എന്താണ് ഈ കോമ്പോണൻസ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മളെ ഇൻവെർട്ടർ, റെഗുലേറ്റഡ് DC പവർ സപ്ലൈ, ബാറ്ററി ചാർജർ, UPS, ഇത്രയും കാര്യങ്ങളാണ് നമുക്കവിടെ നെക്സ്റ്റ് ആയിട്ട് പഠിക്കാനുള്ളത് കേട്ടോ. ബാറ്ററി ചാർജറൊക്കെ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യാണ്, ബാറ്ററിയുടെ കൂടെ പഠിക്കേണ്ടതാണ് അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാണ് ഈ പവർ ഇലക്ട്രോണിക്സിൽ വരുന്നതാണ്. അപ്പൊ നമ്മൾ 10 മോഡ്യൂൾ ഇപ്പൊ നോക്കി. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ 10 മോഡ്യൂൾ ഞാൻ പറഞ്ഞതിൽ പ്രീവിയസ് ഇയറിൽ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു. അതായത് കാറ്റഗറി നമ്പർ അല്ല അവിടെ കൊടുത്തിട്ടുള്ളത്, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡാണ് കൊടുത്തിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് PSCയുടെ വെബ്സൈറ്റിൽ നിന്നും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാം. PSCയുടെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ, അതായത് നമ്മൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. അതിന്റെ ഫൈനൽ ആൻസർ കീ, പ്രൊവിഷണൽ ആൻസർ കീ ഡൗൺലോഡ് ചെയ്യേണ്ട, ഫൈനൽ ആൻസർ കീയും കൂടി ഡൗൺലോഡ് ചെയ്യാം. ഫൈനൽ ആൻസർ കീ ഇത് രണ്ടും PSCയുടെ വെബ്സൈറ്റിൽ നമുക്ക് കിട്ടുന്നതാണ്. ഫൈനൽ ആൻസർ കീയും കൂടി ചെയ്യാം.
ഇപ്പോ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നമ്മൾ അടിച്ചാൽ മതി, ക്വസ്റ്റ്യൻ കോഡ് ഒന്നും കൊടുക്കണ്ട. ഫൈനൽ ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ PSCയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് സെർച്ച് ബട്ടണിൽ എന്ത് ചെയ്താൽ മതി, ഈ ക്വസ്റ്റ്യൻ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഫൈനൽ ആൻസർ കീയും ഡൗൺലോഡ് ചെയ്യാം. ഇത് രണ്ടും വെച്ചിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എങ്ങനെയാന്നുള്ളതും അതിന്റെ ഫൈനൽ ആൻസർ കീയിൽ ഏതൊക്കെ ശരിക്കും ഫൈനൽ ആൻസർ കീ എടുക്കാനുള്ള കാരണം ഒന്ന് കുറെ ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ആക്കിയിട്ടൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി ഏതൊക്കെയാണ് ക്യാൻസൽ ആക്കി ക്വസ്റ്റ്യൻസ് എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് സിലബസ് എങ്ങനെ വന്നു എന്നുള്ളത് നോക്കാം. അത് ഞാനൊന്ന് ഇവിടെ പറയുന്നുണ്ട്, നമ്മൾ ജസ്റ്റ് അതിന്റെ ഒരു അനാലിസിസ് പറയുന്നുണ്ട്. ഇങ്ങനെയാണ് ആ സിലബസിൽ കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്നുള്ളത്. സേഫ്റ്റി എന്ന് പറയുന്നത് ഞാനൊരു ജനറൽ പോർഷൻ ആണെന്ന് പറഞ്ഞു. നമുക്കൊരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒരു പോർഷൻ നമ്മൾ ഇലക്ട്രിക്കലിന്റെ കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ആ ജനറൽ പോർഷനിൽ നിന്നും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ഇട്ടത്. അത് സേഫ്റ്റി എന്ന് മാത്രമാണ്. അവിടെ ബാറ്ററി സോളാർ സെൽസ് എന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സേഫ്റ്റി എന്ന ഭാഗത്ത് നിന്ന് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് എന്ത് ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ടുള്ളത്. ഇലക്ട്രിക്കൽ പോർഷൻസിൽ നിന്നും, ഇലക്ട്രിക്കൽ പോർഷൻ മാത്രമാണ് ഇലക്ട്രോണിക്സ് കൂട്ടാതെ, ഇലക്ട്രിക്കൽ പോർഷൻസിൽ നിന്നും 57 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് എന്ത് ചെയ്തത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടെന്ന്. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും, എന്നാലും നമുക്കൊരു അപ്രോക്സിമേറ്റ്ലി 57ഓളം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട് ഇലക്ട്രിക്കൽ പോർഷൻസ് നിന്ന് വന്നിട്ടുണ്ട്. ഇലക്ട്രോണിക്സ് പോർഷൻസ് നിന്ന് ഒരു 11 ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ നമുക്ക് 68 ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു ഇലക്ട്രിക്കൽ പോർഷൻസ് നിന്ന് മാത്രമായിട്ട് വന്നു അല്ലെ. 68ഓളം ക്വസ്റ്റ്യൻസ്, അതായത് നേരത്തെ പറഞ്ഞ പോലെ ഒരു 70% ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പോർഷൻസ് നിന്ന് മാത്രമായിട്ട് വന്നു. ഇതിങ്ങനെ വരാനുള്ള കാരണവും നമുക്ക് ആ സിലബസിൽ നിന്ന് നമ്മൾ കണ്ടതാണ്. എന്താണ് ആ കാരണം എന്ന് പറയുന്നത്, നമ്മൾ ആ ഒരു സിലബസിനകത്ത് നമ്മൾ കണ്ടു ഇലക്ട്രിക്കൽ പോർഷൻ, മെക്കാനിക്കൽ പോർഷനകത്തും കുറച്ച് ഇലക്ട്രിസിറ്റിയുടെ ഭാഗം വന്നിട്ടുണ്ട്, ഇലക്ട്രിക്കലിന്റെ പോർഷൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നമ്പറിലേക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ള കാരണം എന്ന് പറയുന്നത്. മെക്കാനിക്കൽ പോർഷൻസ് നിന്ന് ഒരു 25 ക്വസ്റ്റ്യനും, ശരിക്കും ഓട്ടോമൊബൈൽ പോർഷൻ ആയാലും ഒരു 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് അല്ലെ, നമ്മളെ സിലബസ് അനുസരിച്ച് തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഒരു 6 ഓട്ടോമൊബൈൽ പോർഷൻസ് നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു 31 അല്ലെങ്കിൽ ഒരു 31 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം മെക്കാനിക്കൽ പോർഷൻസ് നിന്നും വന്നു എന്ന് പറയാം കേട്ടോ. അങ്ങനെയാണ് ഒരു 70-30 എന്നുള്ള രീതിയിലാണ് ഡയറക്ട്ലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത്. പക്ഷെ അത് അങ്ങനെ പറയാൻ പറ്റില്ല നമ്മളെ സിലബസ് അനുസരിച്ച്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ഡിപ്ലോമയ്ക്ക് ആണെന്നുണ്ടെങ്കിലും ബിടെക്കിനാണെന്നുണ്ടെങ്കിലും ഇനി താഴെ നമ്മൾ ITI ലെവലിലാണെന്നുണ്ടെങ്കിലും ഇപ്പൊ MMB ആണെന്നുണ്ടെങ്കിലും മെക്കാനിക് ഡീസൽ ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും കൂടെ ഇപ്പൊ ഈ ഓപ്പറേറ്റർ മെക്കാനിക് പമ്പ് ഓപ്പറേറ്റർ മെക്കാനിക് എന്ന് പറയുന്ന ആ ഒരു ITI കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും എന്ത് ചെയ്യുന്നുണ്ട് ഈ ബേസിക് ഇലക്ട്രിസിറ്റിയും ബാറ്ററിയും ചെറിയ രീതിയിൽ മോട്ടറും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ ആ പോർഷനിൽ തന്നെ ശരിക്കും എന്ത് ചെയ്തിട്ടുള്ളൂ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും നമുക്ക് എന്ത് പറയാം 50-50 എന്ന് തന്നെ പറയാം. പക്ഷെ എന്ത് ചെയ്തു കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ഇലക്ട്രിക്കലാർക്ക് അവിടെ വന്നിട്ടുണ്ട്. ഇനി ഇലക്ട്രിക്കലിന് അഡ്വാൻറ്റേജ് വന്നിട്ടുണ്ടെങ്കിൽ പോലും നമ്മളെ റാങ്ക് ലിസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം ടോപ്പ് മോസ്റ്റ് റാങ്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മെക്കാനിക്കലാരെ പേര് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. മെക്കാനിക്കൽ ട്രേഡ് എടുത്ത പേര് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അത് അവരെന്ത് ചെയ്യാണ് വർക്ക് ചെയ്തതിന്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് അല്ലെ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം മാക്സിമം ഇതിലേക്ക് വർക്ക് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ വരുന്നു എന്നുള്ളത് നമ്മളെ സിലബസിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ എന്താക്കാം. പിന്നെ ഞാൻ പറഞ്ഞു ഇത്രയും ആ കാര്യങ്ങളൊന്നും അറിയാത്ത കാര്യങ്ങളല്ല, കുറെയൊക്കെ നമ്മൾ കുറെ കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. പിന്നെ അത്ര ഡീപ്പായിട്ടൊന്നും പോവാതെ ബേസ് ആക്കി നമുക്ക് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാണ് കിട്ടുന്നതാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ അനാലിസിസ് നമ്മൾ എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നിങ്ങളിത് മനസ്സിലാക്കി തന്നെ പഠിക്കണം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, എങ്ങനെയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളത് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി തന്നെ പഠിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി വീണ്ടും പറയുന്നു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ചില ആളുകളുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എടുക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. നിങ്ങൾക്ക് കിട്ടാൻ വളരെ എളുപ്പമാണ്. ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വാട്ടർ അതോറിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ഗൂഗിൾ ചെയ്ത് തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. അതിന്റെ ഒരു ഫൈനൽ ആൻസർ കീ കിട്ടണമെങ്കിൽ മാത്രം എന്ത് ചെയ്യണം കേരള PSCയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ കീയും കിട്ടും. അത് നോക്കിയതിന് ശേഷം എന്ത് ചെയ്യാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങുക കേട്ടോ. അതാണ് നമ്മൾ അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ട് നമുക്ക് പഠിച്ച് പോകാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം അത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നറിയാതെ നമ്മൾ ഒരു പുതിയ ടോപ്പിക് ഇപ്പൊ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പഠിച്ചു പോകുമ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നറിയാതെ നമ്മൾ പഠിച്ചു പോയിട്ട് എന്ത് ചെയ്യാണ് നമുക്കൊരു കാര്യമില്ല. നമ്മൾ എത്ര വെറുതെ അങ്ങനെ കിട്ടുന്ന കാര്യങ്ങളെല്ലാം പഠിച്ചു പോകുന്ന രീതിയിലേക്ക് മാത്രമായിട്ട് മാറും അല്ലെ. അത് ഒഴിവാക്കിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കറക്റ്റ് ആയിട്ട് നോക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം പഠിച്ച് തുടങ്ങുക എന്നുള്ളതാട്ടോ നമ്മൾ വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്വസ്റ്റ്യൻ കോഡ് എന്ന് പറയുന്നത് 008/2022 എന്ന് പറയുന്നതാണ് നമ്മളെ ക്വസ്റ്റ്യൻ കോഡ് എന്ന് പറയുന്നത്. അതിനകത്ത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഓർഡർ ആണ് ഞാനിപ്പോ ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഞാൻ ഇലക്ട്രിക്കലിന്റെ ബേസ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ആണ് പറയുന്നത്.
നിമി ബേസ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ്. നിങ്ങളുടെ നിമി വെബ്സൈറ്റ് ഉണ്ട്, നിമിയുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ നിമിയുടെ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബുക്ക് വാങ്ങാം. ഇനി PDF ഡൗൺലോഡ് ചെയ്യുന്നവർക്കാണ് എന്നുണ്ടെങ്കിൽ ഭാരത് സ്കിൽസിന്റെ വെബ്സൈറ്റിൽ നിന്നും PDF ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക ചെയ്യാം. അപ്പോൾ ഭാരത് സ്കിൽസിന്റെ വെബ്സൈറ്റ് bharatskills.gov.in നേരത്തെ സാറ് റെഫറൻസ് കാണിച്ചപ്പോൾ അവിടെ കാണിച്ചിട്ടുണ്ട് ആ ഒരു വെബ്സൈറ്റ്. ആ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് ഇലക്ട്രീഷ്യൻ കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രീഷ്യന്റെ ബുക്കുകൾ ഡൗൺലോഡ് ചെയ്യാം, മെക്കാനിക് ഡീസൽ കൊടുത്തു കഴിഞ്ഞാൽ മെക്കാനിക് ഡീസലിന്റെ ബുക്കുകൾ ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ MMV മോട്ടോർ വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇത് ഡൗൺലോഡ് ചെയ്യാം. ഇനി പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക് എന്ന് പറയുന്നതും അതിന്ന് ഡൗൺലോഡ് ചെയ്യാം. പക്ഷെ ഇപ്പൊ അത് പൂർണ്ണമായിട്ടും അപ്ഡേറ്റ് ആയിട്ടില്ല. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, അതൊന്നും ഇപ്പൊ ചെറിയ രീതിയിലുള്ള ഒരു ഇതിന്റെ ക്വസ്റ്റ്യൻ ബുക്കാണ് തോന്നുന്നുണ്ട്. ഒരു ഹാഫ് പോർഷൻ ഉള്ള ബുക്കുകളൊക്കെ എന്ത് ചെയ്യണം, അതിൽ അവൈലബിൾ ആണ്. ഫുൾ ആയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ്. അതിൽ ഫുള്ള് വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. എന്നാൽ നിമിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാം നമുക്ക് ഹാർഡ് കോപ്പി വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാ ഹാർഡ് കോപ്പികൾ ഒറിജിനൽ കോപ്പി, കാരണം ഞാനിപ്പോ ഈ ചിത്രം കൊടുത്തിട്ടുള്ളത് ഇലക്ട്രീഷ്യന്റെ ഏറ്റവും പുതിയ വേർഷൻ ആണ്. അതുപോലെ ഏറ്റവും പുതിയ വേർഷൻസ് നോക്കിയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വാങ്ങാൻ വേണ്ടി നോക്കുക കേട്ടോ. അങ്ങനത്തെ വാങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ പുതിയ വേർഷൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാങ്ങാം. 1-2 ബുക്ക് ഒന്നിച്ചുള്ള ബുക്കുകളൊക്കെ നോക്കിയിട്ട് വാങ്ങാം. അതുപോലെ തന്നെ ഈ ഭാരത് സ്കിൽസ് വെബ്സൈറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകൾ അവൈലബിൾ ആണ്. കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഞാൻ നോക്കാൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി അതിൽ നിങ്ങൾ നോക്കുക. ഈ ഭാരത് സ്കിൽസിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന ITയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മളെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും കൂടി എന്തെങ്കിലും മാച്ച് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കും എവിടെ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ ഒക്കെ വന്നിട്ടുള്ളത് എന്നുള്ളത്. കാരണം ഒരു ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഒരു പറയാമോ കുറെ അധികം ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുള്ളത് ഈ ഒരു നിമി ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ബാങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് നിമിയുടെ ഈ ഒരു ഭാരത് സ്കിൽസിന്റെ വെബ്സൈറ്റിൽ നിന്നുണ്ട്. ആ വെബ്സൈറ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ബാങ്കുകളിലെ ക്വസ്റ്റ്യൻസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് PSC എന്ത് ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് ഓപ്ഷൻ പോലും മാറാതെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു റെഫറൻസ് ആയിട്ട് അത് എടുത്ത് പഠിക്കുമ്പോൾ എത്രത്തോളം നമുക്ക് അവിടെ വരുന്നുണ്ട് എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. എത്രത്തോളം നമ്മൾ ആ ഒരു സാധനം, അതായത് ITയുടെ ബുക്കുകൾ റെഫർ ചെയ്യണം എന്നുള്ള കൺസെപ്റ്റ്. അപ്പൊ അതാണ് നമ്മൾ അത് ഇപ്പോഴത്തെ അല്ല, ബാക്കിയുള്ള ട്രേഡ് എക്സാമുകൾക്കൊക്കെ ഇപ്പൊ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. കുറെ ട്രേഡ് എക്സാമുകൾക്ക് ഇപ്പൊ ഇലക്ട്രീഷ്യന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഇലക്ട്രിക്കലിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും മെക്കാനിക്കലിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ പ്ലംബർ എക്സാം എന്നൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്തിട്ട് ഓൾറെഡി ചിലപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കും, അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതും കൂടി എന്ത് ചെയ്യുക, നോക്കിയിട്ട് പഠിക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, അതും അതിന്റെ കൂടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ അതിന്റെ കൂടെ ഡൗൺലോഡ് ചെയ്യുക. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇനിയിപ്പോ അത് ബുക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ നിമിയുടെ വെബ്സൈറ്റ് കേട്ടോ, നിമി NIMI എന്നാണ്, അതായത് നാഷണൽ ഇൻസ്ട്രക്ഷണൽ മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെന്നൈ എന്ന് പറയുന്ന ഇവിടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് വാങ്ങാം. നമുക്ക് ഇവിടെ കേരളത്തിൽ അത്ര അവൈലബിൾ ആണെന്ന് എനിക്ക് അറിയില്ല, ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇതാക്കാം. ഞാൻ ഓൾറെഡി വെബ്സൈറ്റ് ത്രൂ ആണ് ഇത് നോക്കിയിട്ടില്ല, അതുകൊണ്ടാണ് ജസ്റ്റ് നമുക്ക് സ്റ്റോറിൽ അവൈലബിൾ. ബാംഗ്ലൂര് ചെന്നൈയിലൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എത്തിക്കാനും കാര്യങ്ങളൊക്കെ പറ്റുന്നതാണ്. നമുക്ക് ഇവിടെയും പണ്ടത്തെ നിമിയുടെ വെബ്സൈറ്റ് ബുക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് ഞാൻ മലപ്പുറമാണ്, അതുകൊണ്ട് കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ നിമിയുടെ ബുക്കുകൾ അധികം എന്ത് ചെയ്യുന്നില്ല, പുറത്ത് കിട്ടുന്നില്ല. ഓൺലൈൻ സ്റ്റോറുകളിൽ നമുക്ക് അത് കിട്ടുന്നില്ല. നമുക്ക് ഇങ്ങനെ ഓർഡറൈസ്ഡ് ആയിട്ട് സ്റ്റോറിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, നമുക്ക് വെബ്സൈറ്റ് വഴി വാങ്ങാം. അതൊന്നും ഒരു കുഴപ്പമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് NIMI നിമി എന്ന് പറയുന്ന വെബ്സൈറ്റ് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്, പർച്ചേസ് ചെയ്യാവുന്നതാണ് ടെക്സ്റ്റ് ബുക്കുകൾ. ഓക്കെ, അത് MMVയുടെ ആണെങ്കിലും കിട്ടും. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, ഇലക്ട്രീഷ്യന്റെ ആണെന്നുണ്ടെങ്കിലും പമ്പ് ഓപ്പറേറ്റർ മെക്കാനിക്കിന്റെ ആണെങ്കിലും എല്ലാം ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇനി ഇലക്ട്രിക്കലാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് എന്ത് ചെയ്യണം, ഇതിലേക്ക് ഒന്ന് ഇറങ്ങി ചെന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യണം, അതിലെ കാര്യങ്ങൾ ഡൗട്ട് ക്ലിയർ ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ബുക്കാണ് ടെക്സ്റ്റ് ബുക്ക് ഓഫ് ഇലക്ട്രിക്കൽ ടെക്നോളജി BL തെരേജ AK തെരേജ എന്ന് പറയുന്ന S ചന്ദ് പബ്ലിക്കേഷന്റെ ബുക്കായിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ഓഫ് ഇലക്ട്രിക്കൽ ടെക്നോളജി എന്ന് പറയുന്നത്. അതിന്ന് നമുക്ക് കുറച്ചും കൂടിയും കൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാണ്, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണ്. ഇനി ഒബ്ജക്റ്റീവ് ടൈപ്പ്, അതായത് നമ്മളെ MCQ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാണ്, ചെറിയ നമുക്ക് ഷോർട്ട് നോട്ടുകൾ, അതിന്റെ ഹിന്റുകളൊക്കെ ആയിട്ട് നമുക്ക് പ്രോബ്ലംസ് ഒക്കെയാണ് വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ചധികം പ്രോബ്ലംസും എനിക്ക് തോന്നുന്നത്. ഇപ്പോ പഴയ വേർഷൻ 5000 ക്വസ്റ്റ്യൻസ് എന്നായിരുന്നു. ഇപ്പൊ പുതിയ വേർഷൻ ഇറങ്ങിയത് 6500ഓളം ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള. നമ്മളിപ്പോ ഈ പറഞ്ഞ ശരിക്കും ആ ഒരു ഓർഡർ തന്നെയാണ് അവരെ ക്വസ്റ്റ്യൻസ് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ അതിന്ന്
ഒരു 6500 ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള ഒരു ബുക്കാണ് ഈ ഒബ്ജക്റ്റീവ് ഇലക്ട്രിക്കൽ ടെക്നോളജി VK മേത്ത ആൻഡ് രോഹിത് മേത്ത എന്ന് പറയുന്നത്. പഴയ പ്രീവിയസ് PSC ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ബുക്കിൽ നിന്ന് ഇട്ടതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതൊക്കെ നല്ലൊരു ബുക്കാണ് ഒബ്ജക്റ്റീവ് ഇലക്ട്രിക്കൽ ടെക്നോളജി എന്ന് പറയുന്ന ബുക്ക്. പിന്നെ നമ്മളെ PSCയുടെ പഴയ ഒരു ബുക്ക്, അതായത് PSC പഴയ ഇപ്പൊ ഈ നിമി ഇറങ്ങുന്നതിന് മുന്നേ PSCയിൽ കുറച്ച് വന്നിട്ടുണ്ടായിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള ഒരു ബുക്കാണ് എന്ത് ചെയ്യുന്നത്, ഏഷ്യൻ പബ്ലിക്കേഷന്റെ ഇലക്ട്രീഷ്യൻ ബുക്ക് എന്ന് പറയുന്നത്. അതിനകത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പണ്ട്, അതായത് കുറച്ച് മുന്നേ ഒക്കെ PSC സ്ഥിരമായിട്ട് ചോദിച്ചിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ബുക്ക്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരുന്ന ബുക്കാണ് ഏഷ്യൻ പബ്ലിക്കേഷൻസിന്റെ ഇലക്ട്രീഷ്യൻ. ശരിക്കും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു IT കുട്ടികൾക്ക് അല്ലെങ്കിൽ IT ട്രെയിനീസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ബുക്കാണ് ഈ ഏഷ്യൻ പബ്ലിക്കേഷന്റെ ബുക്ക് എന്ന് പറയുന്നത്. അതും നമുക്ക് റെഫറൻസ് ബുക്കായിട്ട് എടുക്കാവുന്നതാണ്. ഇത് ശരിക്കും ആ ഒരു സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ ആയിരിക്കും വരുന്നത് കേട്ടോ. നമ്മൾ ആ IT സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ബുക്ക് തന്നെ ആയിരിക്കും. മറ്റു രണ്ടും നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ശരിക്കും ഒരു ഇലക്ട്രിക്കലിന്റെ ബുക്കാണ്. ശരിക്കും ഇപ്പൊ തെരഞ്ഞെടുപ്പ് ബുക്കൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ വോളിയം 1, വോളിയം 2, വോളിയം 3 നമുക്ക് അധികം ആവശ്യം വരുന്നില്ല. വോളിയം 1, വോളിയം 2 കൂടി എടുക്കാതെ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഈ പറയുന്ന പോർഷൻസ് എല്ലാം ക്ലിയർ ചെയ്ത് നമുക്ക് കിട്ടുള്ളൂ. ഒബ്ജക്റ്റീവ് ഇലക്ട്രിക്കൽ ടെക്നോളജി ആണെങ്കിൽ അതിൽ ഏറ്റവും പുതിയ വോളിയം, ഞാനിപ്പോ ഈ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഏറ്റവും പുതിയ വോളിയത്തിന്റെ ഒരു ഫ്രണ്ട് കവർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വാങ്ങിയാൽ മതി കേട്ടോ. അപ്പൊ അത്രയും വാങ്ങുന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് വാങ്ങുന്നതാണ് നല്ലത്. അതും VK മേത്ത രോഹിത് മേത്തയാണ് വരുന്നത്. അതും S ചന്ദ് പബ്ലിക്കേഷനാണ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിക്കലിൽ വരുന്ന റഫറൻസുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു സ്ട്രാറ്റജി നമ്മൾ എങ്ങനെ പഠിക്കണം എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി സിലബസ്, ഇപ്പൊ നിങ്ങൾക്ക് ഒരു സിലബസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ സിലബസ് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാണ്, അതിനൊരു മോഡ്യൂളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞു വെയിറ്റേജിന്റെ കാര്യത്തിൽ പറഞ്ഞു. നിങ്ങളൊരു മോഡ്യൂളിലേക്ക് എത്രയൊക്കെ വെയിറ്റേജ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പോൾ മെഷർമെന്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്ന പാഠമാണെന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ നമ്മളെ AC മെഷീൻസിന്റെ പാഠമാണ്. അവിടെ അപ്പുറത്ത് വരുമ്പോൾ എന്ത് ചെയ്യാണ്, നമ്മൾ മെക്കാനിക്കൽ പോർഷൻസിലേക്ക് വരുമ്പോൾ ബേസിക് ഇലക്ട്രിസിറ്റിയുടെ പാഠമാകുമ്പോൾ, അതുപോലെ തന്നെ അടുത്ത പവർ ട്രാൻസ്മിഷൻ വരുമ്പോൾ, ഇങ്ങനത്തെ ഭാഗങ്ങളൊക്കെ വരുമ്പോൾ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആയിട്ട്, ഇപ്പൊ സാറിനെ പറഞ്ഞ് നമുക്ക് കഴിഞ്ഞ ഇതിൽ തന്നെ പറഞ്ഞു അല്ലെ, കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപോലെ വരുന്ന പോർഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ വരുന്ന പോർഷൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒന്നുകൂടി വെയിറ്റേജ് ഒക്കെ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ വരുന്നത് എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സിലബസ് അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ നമുക്ക് സെറ്റ് ചെയ്തിട്ട് പഠിച്ചു പോകാൻ ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഒന്നാമത്തെ പറയുന്ന അനലൈസ് സിലബസ് ഇൻ മോഡ്യൂൾ ഇൻ ഡീറ്റെയിൽ. അത് നമുക്ക് ഓൾറെഡി എന്ത് ചെയ്തു, PSC എന്ന സിലബസ് നമുക്ക് തന്നു. ഡിവൈഡ് ദ മോഡ്യൂൾസ് ആസ് പെർ വെയിറ്റേജ് അനുസരിച്ചിട്ട് സിലബസ് നോക്കുക. അതാണ് ഞാനിപ്പോ പറഞ്ഞത്. നമ്മൾ ഓരോ പാഠം എടുക്കുമ്പോഴും നമുക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതായത് സിലബസ് ഒക്കെ വെയിറ്റേജ് അനുസരിച്ച് നമ്മളിങ്ങനെ നോക്കുക. പിന്നെ എന്താണ്, സ്റ്റഡി മെറ്റീരിയൽസ് നമുക്ക് കിട്ടും. അതിനാണ് നമ്മളിപ്പോ ഈ റെഫറൻസ് പറഞ്ഞതും കാര്യങ്ങളൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് നമുക്ക് കിട്ടാനല്ല അല്ലെ. പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി എന്ത് ചെയ്യണ്ടാവും, ഏണസ്റ്റിനൊക്കെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ ആ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് എന്താണ് എടുത്തിട്ട് സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് പല പോർഷൻസിന്റെയും ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് നോട്ട്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അല്ലെ. പിന്നെ എന്താണ്, പ്രിപ്പയർ ദ കണ്ടന്റ് ബേസ്ഡ് ടൈം ടേബിൾ ആൻഡ് സ്റ്റാർട്ട് ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് പിന്നീട് നമ്മളൊരു കണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാം. ഈ സ്റ്റഡി നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടന്റ് ബേസ്ഡ് ആയിട്ട്, അതായത് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കിയിട്ട് പിന്നെ കണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ നമ്മൾ പ്രിപ്പയർ ചെയ്യാം. ഈ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ടൈം നമുക്ക് ഒരു ദിവസം എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുന്നു അതിനനുസരിച്ചുള്ള ഒരു ടൈം ടേബിൾ. കാരണം നമുക്ക് കൺഫർമേഷൻ കാര്യങ്ങളൊന്നും ഇപ്പോൾ വന്നിട്ടില്ല. അപ്പൊ നിങ്ങളെ അത് അല്ലെങ്കിൽ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം കഴിയുന്ന കൂടുതലായിട്ട് നമ്മൾ ടൈം ടേബിളോ കാര്യങ്ങളോ ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് പിറ്റേ ദിവസത്തേക്ക് അത് പെൻഡിങ് വന്നു, ടെൻഷൻ വന്നു. പിന്നെ നമ്മളൊരു ആദ്യത്തെ ഉണ്ടാവുന്ന ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവുന്ന ആ ഒരു ഫ്ലോ പിന്നെ എന്ത് ചെയ്യില്ല, 1 മാസം 2 മാസം കഴിഞ്ഞാൽ ഉണ്ടാവില്ല. കാരണം ഒരുപാട് പെൻഡിങ് വന്നിട്ടുണ്ടാവും. പിന്നെ പെൻഡിങ് വന്നത് തീർക്കാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പെൻഡിങ് വന്നത് തീർക്കണോ, ഇത് പഠിക്കണോ, അപ്പോഴേക്ക് നമുക്ക് കൺഫർമേഷൻ വരും, പിന്നീട് ആകെ ടെൻഷനാവും. അപ്പൊ അതുകൊണ്ട് വേണ്ട, നിങ്ങൾ കഴിയുന്ന ഒരു ചെറിയ പോർഷൻസ് ആണെന്നുണ്ടെങ്കിൽ ആ ചെറിയ പോർഷൻസ് വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി, ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തിട്ട് പോയാൽ മതി. വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും ഒരു അല്ലെ. അപ്പൊ അതിനനുസരിച്ചിട്ട് ഒരു ടൈം ടേബിൾ ഒക്കെ കാര്യങ്ങൾ എന്ത് ചെയ്താൽ മതി, പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോയാൽ മതി. പിന്നീട് മാക്സിമം ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കിട്ടുക. അതിന് ഓൾറെഡി കുറെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനൊക്കെ മാക്സിമം കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യൻസ് കിട്ടി നോക്കുക. ഓരോ വീക്കും നമ്മൾ എത്രത്തോളം ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വീക്ക്ലി റിവിഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് സെൽഫായിട്ട് അസസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി കോഴ്സിനൊക്കെ ചേരുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു മെന്റർ സപ്പോർട്ടും കാര്യങ്ങളും കിട്ടുന്നുണ്ടായിരിക്കും. അപ്പൊ അവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് ആ ഒരു ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. അവസാനത്തെ സ്റ്റേജ് ആയിട്ട് എന്ത് ചെയ്യാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും കൂടി എടുത്തിട്ട്, ആദ്യം നിങ്ങൾ തുടങ്ങിയത് അവിടെ നിന്നാണ് അല്ലെ, ഏറ്റവും അവസാനം ചെന്ന് നിൽക്കേണ്ടതും അവിടെ നിന്ന് തന്നെയാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും കൂടി ഒന്ന് എന്ത് ചെയ്യുക, ആൻസർ ചെയ്ത് നോക്കുക. നിങ്ങളെ ഇംപ്രൂവ്മെന്റ് സ്വന്തമായിട്ട് നിങ്ങൾ
നോക്കുക. അതിനനുസരിച്ച് വീണ്ടും റിവിഷനും കാര്യങ്ങളും സെറ്റ് ചെയ്ത് പഠിക്കാം. ഫൈനലായിട്ട് നമുക്ക് ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് കാര്യങ്ങൾ ഇതുപോലെ തന്നെ ഫോളോ ചെയ്ത് നിങ്ങൾ പോവുക. ഇപ്പൊ നിങ്ങൾ ഈ ഒരു സിലബസ് വെച്ചിട്ട് തന്നെ പഠിച്ചാൽ മതി. അത് ക്വാളിഫിക്കേഷന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും സിലബസിന്റെ കാര്യത്തിലാണെങ്കിലും ഓവർ നിങ്ങൾ ടെൻഷനായി പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കണം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇലക്ട്രിക്കലാരാണെങ്കിൽ ആദ്യം ഇലക്ട്രിക്കലിന്റെ പോർഷൻ പഠിച്ചോ, മെക്കാനിക്കലാരാണെങ്കിൽ ആദ്യം മെക്കാനിക്കലിന്റെ പോർഷൻ പഠിച്ചോ. എന്നിട്ട് സിലബസ് വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അല്ലെങ്കിൽ സിലബസ് അല്ല, നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ബാക്കി പോർഷൻസും കൂടി കൂടിയിട്ട് പഠിച്ചു പോയാൽ മതി കേട്ടോ. അങ്ങനെ ഒരു ലെവലായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാമിന് സുഖമായിട്ട് എന്ത് ചെയ്യാം, ക്രാക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് വരുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ്, നേരത്തെ ചോദിച്ചതല്ലാതെ ഈ പോർഷൻസോ അല്ലെങ്കിൽ ഈ ഒരു ഭാഗങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഈ ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ നമ്മളെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ചോദിക്കാം. ക്ലിയർ ആയില്ല ക്വസ്റ്റ്യൻ എന്നെ? ഡീസൽ മെക്കാനിക്കൽ പറയൂ സാറേ. ഡീസൽ മെക്കാനിക്കാർക്ക് എക്സാം എഴുതാൻ പറ്റുമോ? ഞാൻ 8:30 ശേഷമാണ് കയറിയത്, എന്നോട് മുന്നേ പറഞ്ഞ കേട്ടില്ലായിരുന്നു. ഓക്കെ, ഡീസൽ മെക്കാനിക് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇതിന് വന്നിട്ടുണ്ടായിരുന്നു. ഡീസൽ മെക്കാനിക്കും മോട്ടോർ മെക്കാനിക് വെഹിക്കിളും MMV വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് തന്നെയാണ് ഈ പ്രാവശ്യം വരുന്നുണ്ടാവും എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ് നമുക്ക് വരുന്നത്. MMV ഡീസൽ മെക്കാനിക്കും നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം നമുക്ക് കൊടുക്കാൻ പറ്റുന്നുള്ള തന്നെയാണ് വരുന്നത്. ITക്കാർക്ക് ഈ ഏത് കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല, അതെല്ലാം എഴുതാൻ പറ്റുന്നുണ്ടാവും. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? പിന്നെ നിങ്ങൾ ഇത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോഴേ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ഇതിൽ ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമുക്ക് ഈ ഒരു ലിസ്റ്റ് വന്നിട്ട് ഇപ്പൊ എത്രത്തോളം നിങ്ങൾക്കറിയാം, ഒരു 400-ന് അടുത്തുള്ള അഡ്വൈസും കാര്യങ്ങളൊക്കെ ആ ലിസ്റ്റിൽ പോയതാണ് അല്ലെ. അപ്പൊ ആ ഒരു അഡ്വൈസൊക്കെ കാര്യങ്ങളൊക്കെ പോവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമുക്ക് അതിന് പാരലൽ ആയിട്ട് വരുന്ന കുറെ നോട്ടിഫിക്കേഷൻസും കുറെ ലിസ്റ്റുകളും ഉണ്ടായിരിക്കും. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്താണെങ്കിൽ സബ് എഞ്ചിനീയർ ആണ് ആ ഒരു പാരലൽ ആയിട്ട് വന്ന ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ഇതിന് പാരലൽ ആയിട്ട് എങ്ങനെയായാലും കുറെ ലിസ്റ്റുകൾ വരും. ഇപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ ജൂനിയർ ടെക് ഇലക്ട്രീഷ്യൻ അതിന് പാരലൽ ആയിട്ട് ഉണ്ടാവും, ട്രേഡ്സ്മാൻ ഉണ്ടാവും. നിങ്ങൾ മെക്കാനിക്കലിന്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെൽഡർ, അതുപോലെ തന്നെ പ്ലംബർ, മെക്കാനിക് ഡീസല്, MMV തുടങ്ങിയിട്ടുള്ളതൊക്കെ പാരലൽ ആയിട്ട് വരും. ഈ പാരലൽ ആയിട്ട് വരുമ്പോൾ നമുക്ക് ആ ഒരു ട്രേഡ് തന്നെ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം, ഇപ്പൊ നിങ്ങളടുത്ത് തന്നെ ഉണ്ടായിരിക്കും ഈ ട്രേഡ് മാത്രം താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ജോബ് കിട്ടിയാൽ പോലും അതിന് എന്ത് ചെയ്യും, ഇറങ്ങിയിട്ട് മറ്റു ട്രേഡിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടാണ് ഇതിന്റെ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് ഇത്ര ഭയങ്കര വലിയൊരു ലിസ്റ്റ് ആയിട്ട് ഇടാനുള്ള കാരണം തന്നെ അതാണ്. നമുക്ക് എല്ലാ വർഷം എല്ലാ ഇതിൽ നടക്കുമ്പോഴും ഇങ്ങനെ ഒരു ലിസ്റ്റ് വരാനുള്ള കാരണം അതാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാണ്, നമ്മൾ മാക്സിമം ഇതിലേക്ക് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ നോക്കിയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇപ്രാവശ്യങ്ങളിൽ വന്ന ഇനിയിപ്പോ 3 വർഷം ലിസ്റ്റ് ഉള്ളെങ്കിൽ പോലും ഇതുപോലെ ഇത്രത്തോളം വരുന്നില്ല എന്നുണ്ടെങ്കിലും ഇതിനടുത്തുള്ള ഒരു അഡ്വൈസ് ലെവലും കാര്യങ്ങളൊക്കെ ഇതിന് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഓൾറെഡി കിട്ടിയവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ടായിരിക്കും, ചിലപ്പോൾ പോകുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ, കാരണം അതിന്റെ ഒരു അഡ്വൈസും കാര്യങ്ങളും പിന്നീടും കൂടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ അതും കൂടി ഒന്ന് കൺസെപ്റ്റ് മനസ്സിൽ വെച്ചിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം. മാക്സിമം നമുക്ക് എന്ത് ചെയ്യണം, ഹയർ റാങ്ക് അല്ലെങ്കിൽ ഹയർ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ നോക്കണം. അതിൽ നമ്മൾ ലാസ്റ്റ് ആ ഒരു ലിസ്റ്റിൽ പേരുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യരുത്, നിൽക്കരുത്. നമുക്ക് മാക്സിമം ഹയർ റാങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ ശ്രമിക്കണം കേട്ടോ. അപ്പൊ അതിനാണ് ഞാൻ പറഞ്ഞത്, ഓൾറെഡി ഇപ്പൊ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു ലെവലിൽ തന്നെ നമ്മൾ പഠിച്ച് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു നമ്മളെ ഈ ഒരു വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ എന്ന പോസ്റ്റിനെ കുറിച്ച്. അപ്പൊ നമ്മളിന്ന് ഇന്നത്തെ ഈ ഒരു സെക്ഷൻ ഈ ഒരു ഇത് വൈൻഡപ്പ് ചെയ്യാണ്, വെബിനാർ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.